ഹലോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സൗണ്ട്, വീഡിയോ എല്ലാം ക്ലിയർ ആണെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നേറുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുക, ഞാനിവിടെ ചാറ്റ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിവേ ലെറ്റ്സ് ബിഗിൻ. നമ്മൾ എന്തായാലും ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ക്രാഷ് പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒട്ടാകെ 7 ചാപ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത്. ആ 7 ചാപ്റ്റേഴ്സിലുള്ള തിയറി മനസ്സിലാക്കാൻ വേണ്ടി അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടാർഗറ്റ് ഒരു നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു ടാർഗറ്റ് ലേണിംഗ് ആപ്പിലെ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാൻ പോവുകയാണ്. അതിലൂടെ ആ ഒരു ചാപ്റ്ററിൽ ആവശ്യമായിട്ടുള്ള എല്ലാ തിയറിയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് മുന്നേറുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാനൊരു സ്വാഗതം അറിയിച്ചുകൊണ്ട് നേരെ തുടങ്ങാൻ പോവുകയാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അത് ഒരു ഇൻട്രൊഡക്ഷനാണ്. കെമിസ്ട്രി എന്ന ഒരു സബ്ജക്റ്റിലേക്കുള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷനാണ് ഈ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ള തിയറിയാണ് നമുക്ക് കാണാനുള്ളത്. ആ തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് ഞാൻ അരങ്ങേറുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് സം ബേസിക് കോൺസെപ്റ്റ്സ്. സോ ഇവിടെ നമ്മുടെ മുന്നിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 240 gram ഓഫ് MgO ബൈ ബേണിംഗ് മഗ്നീഷ്യം മെറ്റൽ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട്, 2 കോൺസെപ്റ്റുകളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് സ്റ്റോയിക്യോമെട്രി ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഡാറ്റയാണ് നമ്മൾ സ്റ്റോയിക്യോമെട്രി ഓഫ് എ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് ഈ ലിമിറ്റിംഗ് റിയേജൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ ചോദ്യത്തിൻ്റെ അകത്ത് ഒന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു തിയറി, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് പോകും. ബട്ട് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ അപ്ലൈ ചെയ്തു പോകുന്ന ഒരു കോൺസെപ്റ്റാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റിംഗ് റിയേജന്റ് ഇസ് ദി റിയേജന്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ലിമിറ്റ്സ് ദി amount ഓഫ് പ്രോഡക്റ്റ് ബീങ് ഫോംഡ്. എത്രത്തോളം പ്രോഡക്റ്റ് ഫോം ചെയ്യും എന്നുള്ളത് നിയന്ത്രിക്കുന്ന റിയേജന്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് ചെയ്യപ്പെട്ട, ഒന്നും ബാക്കിയില്ലാതെ റിയാക്ഷൻ അവസാനിക്കുന്ന ഒരു റിയേജന്റ് ഉണ്ടാവും. ആ റിയേജന്റ് പിന്നെ ബാക്കി ഉണ്ടാവില്ല. ആ റിയേജന്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. സർ ഇപ്പോഴാണ് ക്ലാസ് അവസാനിക്കുക. നമ്മൾ ഒരു 10:30 വരെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവുന്നത് വരെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ പൂർണ്ണമായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏതായാലും നമ്മുടെ ഈ ലിമിറ്റിംഗ് റിയേജൻ്റെ കോൺസെപ്റ്റ് ഓക്കെയാണ്. ഒരു റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും ബാക്കിയില്ലാത്തൊരു റിയേജനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ എന്ന് വിളിക്കുക. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ എക്സസ് റിയേജൻ എന്ന് വിളിക്കും. ആരാണ് എക്സസ് റിയേജൻ എന്ന് ചോദിച്ചാൽ, ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും ബാക്കി നിൽക്കുന്ന ആളെയാണ് നമ്മൾ എക്സസ് റിയേജൻ എന്ന് വിളിക്കുക. റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും റിയേജൻറ്റ് കുറച്ച് ബാക്കിയായിരിക്കെ വി കോൾ ഇറ്റ് ആസ് എക്സസ് റിയേജൻ. സോ ലെറ്റ്സ് കം ടു ദിസ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 240 gram ഓഫ് MgO. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിയാക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ പ്രെഡിക്റ്റ് ചെയ്യാവുന്ന റിയാക്ഷനേ ഉള്ളൂ. ഇവിടെ റിയാക്ഷൻ തന്നില്ലെന്ന് പറഞ്ഞാൽ ആരും ബഹളം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇവിടെ നടക്കാൻ പോകുന്ന റിയാക്ഷൻ എന്താ? ദ റിയാക്ഷൻ എന്തായിരിക്കും? മഗ്നീഷ്യം ബേണിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഈ ഓക്സിജൻ്റെ പ്രസൻസിലുള്ള ബേണിങ്ങിനെ നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കും. ഏതായാലും മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? MgO. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ, ഈ ഒരു റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ? ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള ആറ്റംസ് ഇൻ ദി റിയാക്ടൻറ്റ് സൈഡ് ആൻഡ് ആറ്റംസ് ഇൻ ദി പ്രോഡക്റ്റ് സൈഡ് ഷുഡ് ബി സെയിം, ഈക്വൽ ആയിരിക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാലൻസിങ് ഓഫ് റിയാക്ഷൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പറ, ഇത് ബാലൻസ്ഡ് ആണോ? ഇസ് ദിസ് റിയാക്ഷൻ ബാലൻസ്ഡ്? ഐ ഹോപ്പ് സമ്മൺ ഈസ് സേയിങ് ഇറ്റ് ഈസ് നോട്ട്. ബാലൻസ്ഡ് അല്ലല്ലോ അല്ലേ? ഇവിടെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മഗ്നീഷ്യത്തിന് ഒരു 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 മഗ്നീഷ്യം ആണെങ്കിൽ ഇവിടെ ഒരു 2 MgO കൊടുത്തു കഴിഞ്ഞാൽ നൗ ദിസ് റിയാക്ഷൻ ഈസ് എ ബാലൻസ്ഡ് റിയാക്ഷൻ. ഇത്തരത്തിലുള്ള റിയാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം മഗ്നീഷ്യത്തിൻ്റെ മാസ് തന്നിരിക്കുന്നത് 24 ആണ്.
അപ്പോൾ 24 ഗ്രാമിന് പകരം ഇവിടെ 2 മോൾസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 48 ഗ്രാം. അപ്പോൾ 1 മോൾ ഓഫ് മഗ്നീഷ്യത്തിൻ്റെ മാസ് 24 ഗ്രാം ആണ്. 2 മോൾസ് ഓഫ് മഗ്നീഷ്യത്തിൻ്റെ മാസ് 48 ഗ്രാം ആയിരിക്കും. ദെൻ ഓക്സിജൻ അതിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 32 ഗ്രാം ആണ്. 32 ഗ്രാം. വൈ? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണെന്ന് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഓക്സിജൻ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് 16. അപ്പോൾ O2 എന്ന് പറയുന്നത് 32 ഗ്രാം. MgO 2 ഉണ്ടെങ്കിൽ എത്ര മാസ് ഉണ്ടാവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. 24 + 16 40 40 × 2 80. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മാസിനും ആഡ് ചെയ്താലും മതി. 48 + 32 വിൽ ബി 80 ഗ്രാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൊരു ബാലൻസ് റിയാക്ഷൻ്റെ ബേസിസിലുള്ള മാസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് വേണ്ടത് കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 240 ഗ്രാം ഓഫ് MgO ബൈ ബേണിംഗ് മഗ്നീഷ്യം മെറ്റൽ. ഇവിടെ മഗ്നീഷ്യം മെറ്റൽ എത്ര ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഉണ്ടെങ്കിലും ഈ റിയാക്ഷനിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടാവും എന്നുള്ളതിന് സിഗ്നിഫിക്കൻസ് ഇല്ല. എത്രത്തോളം മഗ്നീഷ്യം ഉണ്ടോ എന്ന് അവർ പ്രത്യേകം സ്പെസിഫൈ ചെയ്യാത്ത സ്ഥിതിക്ക് മഗ്നീഷ്യമാണ് എക്സസ് റിയേജന്റ് എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു കുട്ടിക്ക് കത്തേണ്ട ഒരു കാര്യമാണ്. ഓക്സിജൻ ആയിരിക്കണം ഇവർ നമ്പർ ഓഫ് മോൾസ് എത്ര വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ആയിരിക്കണം നിയന്ത്രിക്കുന്ന ഒരു റിയേജന്റ്. അപ്പോൾ ഈ ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നാണ് കോൺസെപ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാം. എന്നിരുന്നാലും നമുക്കിപ്പോൾ വേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ്. ഈ ഓക്സിജനിൽ നിന്നും എത്ര മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. 32 ഗ്രാം O2 produces 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ്. സുഹൃത്തുക്കളെ, ഈ ഒരു റിയാക്ഷനെ ജസ്റ്റ് വായിച്ച് എഴുതിയ പോലെ 32 ഗ്രാം O2 പ്രൊഡ്യൂസസ് 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ്. തിരിച്ച് പറയുകയാണെങ്കിൽ 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് റിക്വയർസ് 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് റിക്വയർസ് 32 ഗ്രാം ഓക്സിജൻ. 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം 32 ഗ്രാം O2 ആണ്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മുടെ 80 ഗ്രാം അല്ല ചോദിച്ചിരിക്കുന്നത്, 240 ഗ്രാം ആണ്. 240 ഗ്രാം മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം ഓക്സൈഡ് റിക്വയർസ് എത്ര റിക്വയർ ചെയ്യുന്നു സുഹൃത്തുക്കളെ? നിങ്ങളെന്നെ ചിന്തിച്ച് നോക്കിക്കേ. 80 എന്ന നമ്പറിനെ എത്ര മൾട്ടിപ്ലൈ ചെയ്താലാണ് 240 കിട്ടിയ? 80 × 3. 80 × 3 ചെയ്താലല്ലേ 240 കിട്ടുക. 80 × 2 is 160. 80 × 3 is 240. അപ്പോൾ 3 ടൈംസ് മഗ്നീഷ്യം ഓക്സൈഡ് വേണമെങ്കിൽ ഇതിൻ്റെ 3 ടൈംസ് ഓക്സിജൻ നമുക്ക് ആവശ്യമാണ് എങ്കിൽ റിക്വയർസ് 3 × 32 ഗ്രാം O2 which is equal to 96 ഗ്രാം ഓക്സിജൻ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. എല്ലാവരും മനസ്സിലായെങ്കിൽ ഒന്നൊന്നൊന്നൊരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും റെസ്പോൺസ് തന്നാൽ. കമോൺ പോളി ക്ലാസ്, താങ്ക്സ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയൂ, ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? ആരും ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. 1 mole is the amount of substance that contains as many elementary particles as 12 gram of carbon-12 isotope of carbon. അപ്പോൾ അതാണ് മോൾ കോൺസെപ്റ്റ്. 1 mole of any substance എന്ന് പറഞ്ഞാൽ അതൊരു amount of substance ആണ്. ഒരു സബ്സ്റ്റൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവാണ്, ഒരു അളവുകോലാണ് 1 mole എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോൾ കോൺസെപ്റ്റിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് carbon-12 ഐസോട്ടോപ്പാണ്. അതായത് കാർബൺ എക്സിസ്റ്റ് ആസ് carbon-12, carbon-13, carbon-14. ഇതിലുള്ള carbon-12 എന്ന് പറയുന്നതാണ് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റംസ് ഡിഫറെൻറ്റ് മാസ് കാണിക്കുമ്പോഴാണ് നമ്മൾ അവരെ ഐസോട്ടോപ്പ് എന്ന് വിളിക്കുന്നത്. അറിയാലോ അല്ലേ? അപ്പോൾ carbon-12 ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് 12 കാണിക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ carbon-12 ഐസോട്ടോപ്പ് എന്ന് വിളിക്കുന്നത്. പേടിക്കേണ്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിട്ടുള്ള നോർമലായിട്ടുള്ള കാർബൺ തന്നെയാണ് ഈ carbon-12 എന്ന് പറയുന്നത്. carbon-13 carbon-14 ആണ് കുറച്ച് റെയർ ആയിട്ടുള്ള കേസ്. carbon-13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ ആണ്. ഈ carbon-14 എന്ന് പറഞ്ഞാൽ വളരെ വളരെ റെയർ ആയിട്ടുള്ളൊരു
ഐസോട്ടോപ്പാണ്. എന്നിരുന്നാലും കാര്യത്തിലേക്ക് വരാം. ഈ കാർബൺ 12 നിങ്ങൾ എടുത്തിട്ട് അതൊരു 12 ഗ്രാം നിങ്ങൾ അളന്നെടുത്തിട്ട് ആ 12 ഗ്രാമിലുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എണ്ണി നോക്കിയാൽ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുണ്ട്. ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേ. കമോൺ, ആ നമ്പർ ഒന്ന് അയച്ചേ. അതിനെ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ വാല്യൂ നിങ്ങൾ എഴുതി അയച്ചു. കമോൺ, എന്താണ് ആ നമ്പർ? അവഗാഡ്രോസ് നമ്പർ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ് എന്ത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്? NA എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അവഗാഡ്രോസ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അവഗാഡ്രോസ് നമ്പർ NA ഇസ് ഈക്വൽ ടു സംബഡി, എനിബഡി, ആരെങ്കിലും? യെസ്, വെരി ഗുഡ് വാവ. 6.022 ഇൻറ്റു 10⁻23. അബ്സല്യൂട്ട്ലി കറക്റ്റ്. 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ ഈ ഒരു നമ്പർ ഓഫ് ആറ്റംസ് എവിടെ കണ്ടാലും നമ്മൾ അതിനെ 1 മോൾ ഓഫ് ആറ്റംസ് എന്ന് വിളിക്കും. ഈ ഒരു നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെ കണ്ടാലും അതിനെ നമ്മൾ 1 മോൾ ഓഫ് മോളിക്യൂൾസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു നമ്പർ ഒരു റെഫറൻസ് ആണ്. സെയിം നമ്പർ എവിടെ കണ്ടാലും നിങ്ങൾക്ക് അതിനെ 1 മോൾ എന്ന് വിളിക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 മോൾ ഈസ് ദി amount of substance that contains as many elementary particles as 12 gram of carbon 12 isotope of carbon. ഓക്കെ, ആ തിയറി ഓക്കെ. വാട്ട് ഡു യു മീൻ ബൈ മോളാർ മാസ് ഓഫ് എ കോമ്പൗണ്ട്? എന്താണ് മോളാർ മാസ് ഓഫ് എ കോമ്പൗണ്ട്? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ മാസ്, മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂളിൻ്റെ മാസ്, മോളാർ മാസ് എന്ന് പറഞ്ഞാൽ മോളിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിൻ്റെ മാസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് മോളാർ മാസ് ഓഫ് എ കോമ്പൗണ്ട്? ഇറ്റ് ഈസ് ദി മാസ് ഓഫ് 1 mole of any substance. 1 mole of any substance. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ 1 മോൾ എടുത്താൽ ആ 1 മോളിൻ്റെ മാസ് എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് മോളാർ മാസ്. സിമ്പിൾ ആസ് ദാറ്റ്. ബട്ട് 100% മാർക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, കുറച്ചൊരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും? ഒരു എക്സാമ്പിളും കൂടി അങ്ങനെ എഴുതും. എക്സാമ്പിൾ, മോളാർ മാസ് ഓഫ് ഓക്സിജൻ ആറ്റം. മോളാർ മാസ് ഓഫ് ഓക്സിജൻ ആറ്റം എന്തായിരിക്കും? ഈസ് 16 ഗ്രാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. ഇറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു atomic or molecular mass. But represented in gram. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അറ്റോമിക് മാസ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് അറിയാമെങ്കിൽ, അതിൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞ സെയിം വാല്യൂ ആയിരിക്കും, ബട്ട് റെപ്രസെൻറ്റഡ് ഇൻ ഗ്രാംസ്. എക്സാമ്പിൾ ഇതാ, നമുക്ക് ഓൾറെഡി അറിയാം ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16U ആണ്. അറ്റോമിക് മാസ് യൂണിറ്റ് U ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ AMU. എന്നാൽ അതിൻ്റെ വാല്യൂ സെയിം തന്നെയാണ്, ബട്ട് യൂണിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. എന്താക്കണം? ഗ്രാം. ഓക്കെ, ക്ലിയർ. Now, next question. Calculate the number of moles in 1 liter of water. Density അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 1 liter of water എടുത്താൽ അതിൻ്റെ മാസ് എത്രയായിരിക്കും? ഡെൻസിറ്റി അവിടെ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി തന്നിരിക്കുന്നത് 1 gram per milliliter. 1 milliliter എന്ന് പറഞ്ഞാൽ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1 liter എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആയിരിക്കും? 1000 milliliter. എങ്കിൽ 1 liter ഓഫ് വാട്ടർ 1000 milliliter ആണ്. 1 milliliterന്റെ മാസ് എന്താണ്? 1 gram. അപ്പോൾ 1000 milliliterന്റെ മാസ് എന്തായിരിക്കും? സംബഡി, എനിബഡി? 16 gram എന്നുള്ളതൊക്കെ ആൻസർ തന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇൻ 1 liter ഓഫ് വാട്ടർ. 1 liter ഓഫ് വാട്ടറിന്റെ മാസ് നിങ്ങൾ പറഞ്ഞുതരൂ. കമോൺ, ഐ എം വെയിറ്റിംഗ് ഫോർ യു. H2O. ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1 gram per milliliter. 1 liter എന്ന് പറഞ്ഞാൽ യെസ്, വെരി ഗുഡ് മുഹമ്മദ് ഇർഫാൻ KP, യു ആർ കറക്റ്റ്. 1000 gram. 1 milliliter വാട്ടർ weighs 1 milliliter വാട്ടറിൻ്റെ വെയിറ്റ് എന്താ? 1 gram ആണ്. എങ്കിൽ 1 liter or 1000 milliliter weighs 1000 gram. സുഹൃത്തുക്കളെ, 1000 gram ഓഫ് വാട്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്.
നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്താ? N = W/m എന്നൊരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഈ ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, എത്ര മാസ് ഓഫ് സബ്സ്റ്റൻസ് ആണോ ഉള്ളത്, അതിനെ നമുക്ക് W ആയിട്ട് എടുക്കാം. അപ്പം മോളാർ മാസോ, മോളാർ മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 മോളിൻ്റെ മാസ്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ എത്ര മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ കയ്യിലുള്ളത് 1000 gram ആണ്. 1000 gram ഓഫ് വാട്ടറാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഈ വാട്ടറിൻ്റെ ഫോർമുല ആദ്യം തന്നെ നമുക്ക് W = 1000 gram എന്ന് പറയാം. നമ്മുടെ കയ്യിലുള്ളത് 1000 gram ആണ്. 1000 ഗ്രാമിലുള്ള നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ W = 1000 gram. What about molar mass? Molar mass എന്ന് പറഞ്ഞാൽ mass of 1 mole of an atom or a molecule. ഇവിടെ ഉള്ളത് H2O എന്ന കെമിക്കൽ ഫോർമുലയുള്ള വാട്ടർ ആണ്. അപ്പോൾ H2O ന്റെ മാസ് എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ. What is the molar mass of H2O? Hey, detail class. Yes. 18. Very good, Leo. You are absolutely correct. James Bond, Leo. 007. M = H2O എന്ന് പറയുമ്പോൾ മാസ് രണ്ട് ആറ്റം ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ 2 × 1 + 16 which is equal to 18. അപ്പോൾ മോളാർ മാസ് 18. പ്രശ്നമല്ല, നമുക്കിതിന്നു നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് = 1000 ഡിവൈഡഡ് ബൈ 18. 1000 ഡിവൈഡഡ് ബൈ 18 എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒരു കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. പക്ഷേ ഞാൻ ഒരുപാട് കാലമായി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നു. 1 കിലോഗ്രാം ഓഫ് വാട്ടറിലുള്ള നമ്പർ ഓഫ് മോൾസ് ഒക്കെ ഞാൻ പലതവണ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ബൈ ഹാർട്ടായിട്ട് വാല്യൂ അറിയാം. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതെത്രയാണ് വരുന്നത്? 55.5. പറ്റുമെങ്കിൽ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കാൽക്കുലേറ്റർ അടുത്ത് വെച്ചോളൂ. ഒരു കാൽക്കുലേറ്റർ അടുത്ത് വെച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊന്ന് എക്സാമിന് എങ്ങനെയാണോ ആൻസർ ചെയ്യുന്നത് അതേ രീതിയിൽ ഇന്നൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. നമ്മളൊരു പ്രാക്ടീസ് ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ 1000/18 കാൽക്കുലേറ്റ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി. 1000/20 എന്ന് പറയുന്നത് 50 ആണ്. 1000/18 എന്ന് പറയുന്നത് 55.5 മോൾസ്. അപ്പോൾ സുഹൃത്തുക്കളെ, the number of moles in 1 liter of water നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് 55.5 മോൾസ്. കഴിഞ്ഞോ? അത്രയല്ല ചോദിച്ചിരിക്കുന്നു. ഓൾസോ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ 1 liter ഓഫ് വാട്ടർ. നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിന് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് നമുക്ക് മോൾ കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. 1 മോൾ എന്ന് പറയുന്നത് എന്താ? 1 മോൾ ഈസ് ഇക്വിവാലന്റ് ടു 6.022 × 10⁻23. വാവ പറഞ്ഞ വാല്യൂ ആണിത്. 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ് 1 മോൾ ഓഫ് വാട്ടർ. സുഹൃത്തുക്കളെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിൽ 55.5 മോൾസ് ഉണ്ടെങ്കിൽ 55.5 മോൾസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? 55.5 × 6.022 × 10⁻23. കാൽക്കുലേറ്ററുള്ള ആളുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ആൻസർ ഒന്ന് പറഞ്ഞു തന്നെ. കമോൺ, anybody? 55.5 എന്ന് ടൈപ്പ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. വെരി ഗുഡ്. മുഹമ്മദ് ഇർഫാൻ, ഷെഹിന, ഐമേ വേൾഡ്. അപ്പം എന്താ ആൻസർ പറടാ? നിങ്ങൾ പറയില്ലെങ്കിൽ ഞാൻ ആളിറക്കൂട്ടോ. എൻ്റെ കയ്യിലുണ്ട് കാൽക്കുലേറ്ററൊക്കെ. ആരെങ്കിലും പെട്ടെന്ന് പറയുകയാണെങ്കിൽ സന്തോഷം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് ടൈപ്പ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും. 6.022. ഇതിൻ്റെ വാല്യൂ വരുന്നത് 334.221 × 10⁻23 മോളിക്യൂൾസ്, അഥവാ 3.34221 × 10⁻25 മോളിക്യൂൾസ്. ഇത്രയും മോളിക്യൂൾസ് ആണ് വെറും 1 liter ഓഫ് വാട്ടർ എടുക്കുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു വാല്യൂ ആണ് എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10⁻25 25 zeros ഉള്ളൊരു നമ്പർ. 25 zeros അല്ല, 26 digits ഉള്ളൊരു നമ്പർ. ഏതായാലും ഈ ഒരു ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയുക. 3.34. വെരി ഗുഡ് മുഹമ്മദ് ഇർഫാൻ KP. ഐ എം ഹാപ്പി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ മൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് തിരിച്ചു വരാം.
The laws of chemical combination are the basis of the atomic theory. Atomic theory ക്ക് നമ്മൾ basis ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ? Laws of chemical combination. Name the law of chemical combination illustrated by the pair of compounds CO and CO2. Yes. എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരൂ. ജസ്റ്റ് സിമ്പിൾ 1 ലൈൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെയിം ഒന്ന് പറഞ്ഞുതരൂ. കമോൺ. Which is the law which is being represented here? CO and CO2. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ 2 മോളിക്യൂൾ ഉണ്ട്, രണ്ടിലും സെയിം ആറ്റംസ് ആണ് കാണുന്നത്. കാർബണും ഓക്സിജനുമാണ് 2 മോളിക്യൂൾസിലും ഉള്ളത്. പെട്ടെന്ന് പറയൂ, നിങ്ങളുടെ അവസരം അവസാനിക്കാൻ പോവുകയാണ്. CO and CO2 ഏത് ലോ ആണ് ഇവിടെ കാണപ്പെടുന്നത്? കമോൺ മാൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് അബികട്സ് പറയുന്നു. അബികട്സ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ലോ ഓഫ് അബികട്സ് മാത്രമാണ് ഇവിടെ ഉത്തരം പറയാനുള്ള ആവേശം കാണിച്ചത്. ബാക്കിയുള്ളവർ അബിനെ കണ്ടു പഠിക്കുക. ഏതായാലും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഒരു കോമ്പൗണ്ടിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മാസിനാണ് കമ്പയർ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ എടുത്ത ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതിൽ ഹൈഡ്രജൻ്റെ മാസ് H2O എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും, ഓക്സിജൻ്റെ മാസ് 16 ആയിരിക്കും. നമ്മൾ ആ മാസസിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 2:16 അഥവാ 1:8 എന്ന് പറയുന്ന റേഷ്യോ ആണ് നമുക്ക് കാണുക. ഈ 1:8 റേഷ്യോ എന്ന് കാണിക്കുന്ന ഈ വാട്ടർ എപ്പോഴെങ്കിലും ഈ 1:8 അല്ലാതെ വേറെ ഏതെങ്കിലും റേഷ്യോ കാണിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമില്ല. H2O എപ്പോൾ നോക്കിയാലും മാസ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 2:16 അഥവാ 1:8 തന്നെയായിരിക്കും. ഇതൊരിക്കലും മാറൂല. യെസ് മീറാസ് ആൻസർ പറഞ്ഞു, ലിയോ ജെയിംസ് ബോണ്ടും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഈ 2 പേരും പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഏതായാലും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഏതായാലും പറഞ്ഞ സ്ഥിതിക്കാണ് പറയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്താലും ഇറസ്പെക്റ്റീവ് ഓഫ് സോഴ്സസ് ഈച്ച് കോമ്പൗണ്ട് കണ്ടെയ്ൻസ് സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ഇൻ ദി സെയിം റേഷ്യോ ബൈ മാസ്. അപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. ഒരു കോമ്പൗണ്ടിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആറ്റംസിൻ്റെ മാസസിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരേ റേഷ്യോ ആയിരിക്കും. കോൺസ്റ്റൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഡെഫിനിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒറ്റ കോമ്പൗണ്ട് ഉണ്ടാവുള്ളൂ. ഇനി മേലാൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഓർത്ത് വെക്കാൻ ഒരു അല്പ വഴി പറഞ്ഞുതരാണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുള്ളൂ. പൊതുവെ 2 എലമെന്റ്സ് ആണ് കാണപ്പെടുന്നത്. 2 എലമെന്റ്സ് തന്നെയാണ് നിർബന്ധമല്ല. 3 or 4 എലമെന്റ്സ് ഉള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് എടുക്കുകയാണെങ്കിൽ C6H12O6 അവിടെ മാസിൻ്റെ റേഷ്യോ നമുക്ക് എടുക്കാം 6 കാർബൺ, അപ്പോൾ 6 × 12 ഹൈഡ്രജൻ 12 അപ്പോൾ 12:1 ഓക്സിജൻ 6 അപ്പോൾ 6 × 16. അതൊക്കെ ഒരു വേറെ തന്നെ വിഷയം. നമ്മൾ ആ റേഷ്യോ കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒറ്റ കോമ്പൗണ്ടുള്ളൂ. എന്നാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ്റെ പ്രത്യേകത എന്താ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ 2 കോമ്പൗണ്ട്സ് ഉണ്ടാവും. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ 2 കോമ്പൗണ്ട്സ് ഉണ്ടാവും. ആ 2 കോമ്പൗണ്ട്സിലും ഒരേ 2 എലമെന്റ്സ് ആയിരിക്കണം. സെയിം എലമെന്റ്സ്. 2 കോമ്പൗണ്ട്സ് വിത്ത് സെയിം എലമെന്റ്സ് ആയിരിക്കണം 2 കോമ്പൗണ്ടിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ കാർബൺ ഡയോക്സൈഡ് വേണം, അല്ലാതെ സൾഫർ ഡയോക്സൈഡ് വന്നിട്ട് കാര്യമില്ല. ഒരേ 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടാണെങ്കിൽ അവരുടെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ കാർബണിൻ്റെ മാസ് ഇവിടെ എത്രയായിരിക്കും? 12 കാർബണിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത മാസ് ഓഫ് ഓക്സിജൻ എന്താ? 16. ഇവിടെ 12 കാർബൺ ഉണ്ട്, കൂടെ കമ്പൈൻ ചെയ്തത് 32 ഓക്സിജൻ ആണ്. 1 ആറ്റം ഓഫ് ഓക്സിജൻ 16 എങ്കിൽ 2 ആറ്റംസ് 32. അപ്പോൾ സെയിം മാസ് ഓഫ് കാർബൺ, ഫിക്സഡ് മാസ് ഓഫ് കാർബണായിട്ട് കമ്പൈൻ ചെയ്ത ഓക്സിജൻ്റെ മാസസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 16:32. എന്താണ് ഈ റേഷ്യോ? റേഷ്യോ ഓഫ് masses of oxygen combining with fixed mass of carbon. So
സുഹൃത്തുക്കളെ ഈ ഒരു റേഷ്യോനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 16 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1:2 റേഷ്യോ ആണ് നമുക്ക് കിട്ടുന്നത്. എങ്കിൽ ഇതാണ് ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് എന്താ? The masses of one element combining with fixed mass of another element will be a simple whole number ratio. ഇവിടെ simple whole number ratio അല്ലേ 1:2 എന്ന് പറയുന്ന very simple whole number ratio. Very good മുഹമ്മദ് ഇർഫാൻ. ടൈം സോൺ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ടൈം സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ, ടെക്നിക്കൽ ടൈം സോൺ എന്ന് പറഞ്ഞാൽ തികച്ചും നിൻ്റെ പേരായിരുന്നു അല്ലേ? നീ ആകെ ടൈപ്പ് ചെയ്ത് അയച്ചത് ആ ഒരു സിമ്പിളായിരുന്നു. ഞാൻ കരുതി നീ എന്തോ പറഞ്ഞതാണ് ടൈം സോൺ. കമ്മിങ് ബാക്ക്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ആൻസർ എന്താ? നെയിം ദി ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഇല്ലസ്ട്രേറ്റഡ്. ഇറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ തൽക്കാലം എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. Law of multiple proportion. It states that when two elements combine to form two or more compounds, രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് രണ്ടോ അതിൽ കൂടുതലോ കോമ്പൗണ്ട്സ് ഉണ്ടായാൽ then the masses of one element combining with the fixed mass of the other element will be a simple whole number ratio. അപ്പോൾ അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ 5ാം ക്ലാസ് മുതൽ കാണാൻ തുടങ്ങിയതാണ്. ഇതൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ാം ക്ലാസ് അല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടല്ലേ? ഐ ഹോപ്പ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമുക്ക് 2 രീതിയിൽ ആൻസർ ചെയ്യാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, it states that matter can neither be created nor be destroyed. Matter can neither be created nor be destroyed. മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് കഴിവില്ല, ഡിസ്ട്രോയ് ചെയ്യാനും നമുക്ക് കഴിവില്ല. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്. പിന്നെ എന്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഒരു എലമെൻറ്റ് ഒരു കോമ്പൗണ്ടിൽ നിന്നും മറ്റൊരു കോമ്പൗണ്ടിലേക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാം. Mass of the reactants is equal to mass of the products formed. Leo, you are absolutely correct. അത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ പറയാം. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഓർ ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്ടൻസ്. സുഹൃത്തുക്കളെ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ റിയാക്ടൻസ് സൈഡിൽ എന്ത് മാസ് ഉണ്ടോ അത് അതേപോലെ അപ്പുറത്തുണ്ടാവണ്ടേ? അവിടുന്ന് കൂടാൻ പറ്റുമോ? കൂടാൻ പറ്റില്ല, കാരണം മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ്. കുറയാൻ പറ്റുമോ? പറ്റില്ല, കാരണം മാറ്റർ കനോട്ട് ബി ഡിസ്ട്രോയിഡ്. കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല. അപ്പോൾ എന്തായിരിക്കണം? അപ്പോൾ സെയിം ആയിരിക്കണം. ടോട്ടൽ മാസ് ഓഫ് reactants will always be equal to total mass of products. Equal to total mass of products. ഇതിനൊരു എക്സാമ്പിളും കൂടി വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രോഡക്ട്സിനെ PRDS എന്ന് എഴുതിയാൽ നിങ്ങൾ പ്രോഡക്ട്സ് എന്ന് വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, C+O2 gives CO2. കാർബൺ പ്ലസ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. എത്ര മാസമാണ് ഇവിടെ ഉള്ളത്? 12. ഇവിടെ എത്ര ആണുള്ളത്? 32. ഇവിടെ എത്ര ആണുള്ളത്? 12 + 32 44. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസും ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സും ഈക്വൽ അല്ലേ? Therefore, here ഇവിടെ രണ്ട് സൈഡിലും 44. അപ്പോൾ നമുക്ക് പറയാം ടോട്ടൽ വേണമെങ്കിൽ ഒരു വരിയും കൂടി എഴുതി വെക്കാം. ഇപ്പം ഞാൻ എഴുതേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ്. ഇത് നിങ്ങൾ ഒന്നുകിൽ അറ്റോമിക് മാസ് യൂണിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാസ് ഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. വെരി ഗുഡ് മുഹമ്മദ് ഇർഫാൻ KP ആൻഡ് ജെയിംസ് ബോണ്ട്, യു ആർ ബോത്ത് കറക്റ്റ്. Calculate the molarity of a solution containing 8 grams of NaOH in 500 ml of water. 500 ml of വാട്ടറിൽ 8 grams of NaOH ഡിസോൾവ് ചെയ്താൽ അതിൻ്റെ മൊളാരിറ്റി എന്തായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൊളാരിറ്റി കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൊളാരിറ്റി, വാട്ട് ഈസ് മൊളാരിറ്റി? മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. Number of moles of solute present in 1 liter of solution.
1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ടെന്ന് നോക്കാം. ആ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനാണ് നമ്മൾ മൊളാരിറ്റി എന്ന് വിളിക്കുന്നത്. വാട്ട് ഇസ് മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതാണ് മൊളാരിറ്റി. ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ മൊളാരിറ്റി m=NB/V. ചില ആളുകൾ N1/V എന്നും പഠിച്ചിട്ടുണ്ടാവാം. 1 2 AB എന്ന് പറഞ്ഞ രണ്ട് രീതിയിലും സൊല്യൂട്ടിനെയും സോൾവെൻറ്റ് N2 എന്നാണ് എഴുതാറ്. സൊല്യൂട്ടിനെ B എന്നും 2 എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഏതാണോ ഫോളോ ചെയ്തത് ഇത്രയും കാലം അത് തന്നെ ഫോളോ ചെയ്യുക. 1 എന്ന് പറയുന്നത് സോൾവെൻറ്റ്, A എന്ന് പറയുന്നത് സോൾവെൻറ്റ്, 2 എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും സൊല്യൂട്ട്. ഏതായാലും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ വോളിയമാണ് ഡിനോമിനേറ്ററിലുള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മുടെ ഈ മൊളാരിറ്റി കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എടുത്താൽ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ വോളിയം ഓഫ് സൊല്യൂഷൻ 1 കൊടുത്ത് നോക്കൂ. 1 ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ മൊളാരിറ്റി എന്തായി മാറി? മൊളാരിറ്റി NB/1 ആയിട്ട് മാറി. NB/1 എന്ന് പറഞ്ഞാൽ NB തന്നെയല്ലേ? അപ്പോൾ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എടുത്താൽ അതിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ മൊളാരിറ്റി. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ 1 കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? M=NB. അഥവാ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എപ്പോഴാണ് ഈക്വൽ ആയത്? ടോട്ടൽ വോളിയം 1 ലിറ്റർ ആയപ്പോഴാണ്. അപ്പോൾ നമുക്ക് പറയാം മൊളാരിറ്റി ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താ? മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോവാണ്. M=NB/V. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH ആണ്. NaOHൻ്റെ അവർ തന്നിരിക്കുന്ന മാസ് എത്ര? ഒന്നുകൂടി നോക്കിക്കേ, എത്ര തന്നിരിക്കുന്നത്? 8 gram ഓഫ് NaOH. ഈ ക്വസ്റ്റ്യനിൽ സോഡിയത്തിൻ്റെ മാസ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടില്ല. ബട്ട് നിങ്ങളുടെ എക്സാമിന് അവർ തരുമെന്ന വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും തരും, ഉറപ്പായും തരും. നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്ര? അവർ തന്നിരിക്കുന്ന 8 gram ഓഫ് NaOH ആണ്. മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മോളാർ മാസ് കണ്ടുപിടിക്കാൻ സോഡിയത്തിൻ്റെ മാസ് അവർ തരണമായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ ആ ഒരു മാസ് ഇതിൽ കണ്ടില്ല. ഏതായാലും ഞാനങ്ങ് തന്നേക്കാം, നിങ്ങളുടെ എക്സാമിന് അവർ തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. Naൻ്റെ മാസ് എന്ന് പറയുന്നത് 23, സോഡിയം 23. ദെൻ വാട്ട് അബൌട്ട് ഓക്സിജൻ? ഓക്സിജൻ്റെ മാസം അറിയാത്ത ആരും ഇവിടെ ഉണ്ടെങ്കിൽ അടിച്ചു ഓടിക്കും. ഹൈഡ്രജൻ്റെ ആരെങ്കിലും നിർത്തി പോക്കോ. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ NaOHൻ്റെ മാസ് എത്ര വരുന്നത്? NaOHൻ്റെ മാസ് 40 അല്ലടാ കുട്ടികളെ വരുന്നത് 40 ആണ് മോളിക്കുലർ മാസ് ഓഫ് NaOH. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 8/40. 8/40 ഈക്വൽ ടു 1/5. 8/40 എന്ന് പറയുന്നത് എന്താ? 1/5. അറിയില്ലേ? 8/40 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/5. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 1/5. മൊളാരിറ്റി ഈക്വൽ ടു 1/5 ഇൻറ്റു വോള്യൂം. ഈ വോള്യൂം എന്ത് യൂണിറ്റിലാണ് നമ്മൾ എഴുതാറ്? ലിറ്ററിലാണ് എഴുതാറ്. അപ്പോൾ ഇവിടെ വോള്യൂം ഇൻ ലിറ്ററാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് 500 ml ആണ്. അപ്പോൾ വോള്യൂം ഇൻ ലിറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 500 ml ഈസ് ഈക്വൽ ടു എത്ര വരിക? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. അപ്പോൾ 500/1000 അഥവാ 0.5 ലിറ്റർ. 0.5 ലിറ്റർ ആണ് 500 ml എങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 0.5. 1/2.5. 1/2.5 5 ഇൻറ്റു 5 25. 5 ഇൻറ്റു 0.5 2.5. ഈ 1/2.5 കാൽക്കുലേറ്റ് ചെയ്യാൻ പലരും കാൽക്കുലേറ്റർ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? മുകളിലും താഴെയും വെറുതെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 10. മുകളിലോ 4. 4/10 അഥവാ 0.4. സോ ദി ആൻസർ ഈസ് 0.4. എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? മൊളാരിറ്റി. അവൻ യൂണിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. എന്ത് യൂണിറ്റിലാണ് എഴുതുന്നത്? മൊളാരിറ്റി ഈസ് മോളാർ. ഇതിൻ്റെ നോട്ട് കിട്ടുമോ? ഞാനിവിടെ സേവ് ചെയ്ത് വെക്കാം. നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഞാൻ ഏതായാലും ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അവരെ പറഞ്ഞോളാം.
എനിക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ഷെയറിങ് എന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ അധികൃതരോട് പറയാം. ഇത് ഞാൻ ഏതായാലും സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നോട്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഐ വിൽ സേവ് ഇറ്റ്. ഡോണ്ട് വറി, ബി ഹാപ്പി. അർജൻറ്റീനൻ്റെ കോടി വിജി പ്രകാശ. അർജൻറ്റീനൻ്റെ കാര്യം 12:30 നമുക്ക് തീരുമാനമാക്കാം. ഇപ്പം നമുക്ക് കെമിസ്ട്രിയുടെ കാര്യം തീരുമാനമാകണം. അർജൻറ്റീനയൊക്കെ പിന്നെ ഓപ്ഷൻ 4 0.4. ഓക്കെ, ആൻസർ പറഞ്ഞാണ് 0.4. സോ വി ഹാവ് ആൻസർ ദിസ് ക്വസ്റ്റൻ. അടുത്ത ക്വസ്റ്റനിലേക്ക് ഞാൻ മൂവ് ചെയ്യാൻ പോകണേ. ദി കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് to form compounds is governed by the laws of chemical combination. Yes, okay, I understand that. It's okay. Hydrogen combines with oxygen to form compounds, namely water and hydrogen peroxide. State and illustrate the law of chemical combination. Already answer the question ആണ് എന്ന് എനിക്കറിയാം. ബട്ട് നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും നിങ്ങളൊന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കോമ്പൗണ്ട്സ് നെയിംലി വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏത് ലോ ആണ് ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്യപ്പെട്ടത്? സുഹൃത്തുക്കളൊന്ന് പറഞ്ഞേ. കമോൺ. ഓൾറെഡി ഞാൻ പഠിപ്പിച്ച കാര്യമാണ്. ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ? പറയടാ, കമോൺ. ഓൾറെഡി പച്ച ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യടാ. കമോൺ മാൻ. എനിബഡി? ഇല്ല. മൾട്ടിപ്പിൾ. യെസ്, ഒറ്റ വാക്കിൽ ആൻസർ ചെയ്താൽ മതി. ഐ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. സന്തോഷം ഇർഫാൻ, വെരി ഗുഡ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഓൾറെഡി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ ഒന്നുകൂടി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതി വെക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താ പറയുന്നത്? വെൻ 2 elements combine to form two or more compounds, then mass of one compound combining with mass of one element, then mass of one element combining with fixed mass of the other element, combining with fixed mass of other element will be simple whole number ratio. Other element will be in a simple whole number ratio. ഇതിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ ഞാനിവിടെ എഴുതുന്നില്ല. എക്സാമ്പിൾ മെൻഷൻഡ് ബിഫോർ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തൊരു എക്സാമ്പിൾ ഉണ്ട്. കാർബൺ മോണോക്സൈഡിൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും എക്സാമ്പിൾ ജസ്റ്റ് എഴുതുക, റേഷ്യോ എഴുതുക, പൂട്ടിവെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ അല്ല, സബ് ക്വസ്റ്റ്യൻ എ ആൻസർ ചെയ്തു. സബ് ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് മെൻ ബൈ ലിമിറ്റിംഗ് റീജൻ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏതാണ് ലിമിറ്റിംഗ് റീജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിമിറ്റിംഗ് റിയേജൻ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു വീട്ടിൽ എല്ലാവരും ഒരു പ്രത്യേകതരം ചായരിക്കും ഉണ്ടാക്കാതെ, പ്രത്യേകതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. 1 സ്പൂൺ ചായപ്പൊടി, 2 സ്പൂണ് പഞ്ചസാര, അല്ലെങ്കിൽ ചിലപ്പോൾ 1/2 സ്പൂണ് ചായപ്പൊടി, 1 സ്പൂണ് പഞ്ചസാര. ഡിപ്പെൻഡ്സ് ഓൺ ദി ഹൗസ് ഹോൾഡ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കട്ടൻ ഉണ്ടാക്കുക. കട്ടൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. പാല് നമ്മൾ ഒഴിക്കുന്നില്ല. അപ്പം നമ്മളൊരു ഗ്ലാസ് ചായയിൽ എടുക്കുന്നത്, ലെറ്റ്സ് അസ്യൂം നമ്മൾ എടുക്കുന്ന ഒരു ഗ്ലാസ് ചായയിൽ നമ്മൾ എടുക്കുന്നത് 1 ഗ്ലാസ് ചായ കണ്ടെയ്ൻസ് 1 സ്പൂൺ ചായപ്പൊടി ആൻഡ് 2 സ്പൂൺ പഞ്ചസാര. അതാണ് നമ്മളൊരു ഗ്ലാസ് ചായയിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അത്തരമൊരു സാഹചര്യത്തിൽ 5 ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നമുക്ക് വേണ്ടത് 5 ഗ്ലാസ് ചായയാണ്. 5 ഗ്ലാസ് ചായ ഈസ് റിക്വയർഡ്. അതിന് വേണ്ടി നമ്മൾ കബോർഡിൽ പോയി നോക്കുകയാണ്. കബോർഡിൽ പോയി നോക്കുമ്പോൾ ഞാൻ കണ്ടത് 5 സ്പൂണ് ചായപ്പൊടിയാണ്.
5 സ്പൂൺ ചായപ്പൊടി ഉണ്ട്. വെരി ഗുഡ്, എനിക്ക് അത് തന്നെയാണ് ആവശ്യം. അതിൻ്റെ കൂടെ ഞാൻ പഞ്ചസാര പാത്രം എടുത്തു നോക്കുമ്പോൾ പഞ്ചസാര പാത്രത്തിൽ 8 സ്പൂണ് പഞ്ചസാരയാണ് കാണപ്പെടുന്നത്. 5 സ്പൂണ് ചായപ്പൊടി, 8 സ്പൂണ് പഞ്ചസാര. സുഹൃത്തുക്കളെ, ഇവിടെ ഏതാ ലിമിറ്റിംഗ് റിയേജന്റ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേ. പി അല്ലെങ്കിൽ CP ഏതെങ്കിലും ഒന്ന് അയച്ചേ. സർ, കമേഴ്സുകാർക്ക് ബിസിനസ് എടുക്കൂലേ? സാർ, അപ്പം നമ്മളെ ഒന്നും ആവശ്യമില്ല. +2 ക്ലാസ്സില്ലേ? +2 ക്ലാസ്സൊക്കെ നമുക്ക് സംസാരിക്കടാ, ഒരു പ്രശ്നമില്ല. ഇർഫാൻ പറയുന്നു ചായപ്പൊടിയാണ്, ചായയിലെ ഈ ഒരു എക്സാമ്പിളിൽ ചായപ്പൊടിയാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ഇർഫാൻ പറയുന്നു. ആരെങ്കിലും പഞ്ചസാര എന്ന് ഉടനെ തന്നെ മാറ്റി പറഞ്ഞു ഇർഫാൻ. കമേഴ്സുകാർക്ക് ബിസിനസ് എടുക്കണമെങ്കിൽ ഞാൻ എടുക്കാൻ തയ്യാറാണ്. എനിക്ക് ബിസിനസ് ഒട്ടും അറിയില്ലെങ്കിലും എന്തെങ്കിലും ആവട്ടെ. നമ്മളിപ്പോൾ പഠിക്കുന്നത് കെമിസ്ട്രിയാണ്. ബിസിനസ്സിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. 5 സ്പൂണ് ചായപ്പൊടിയും 8 സ്പൂണ് പഞ്ചസാരയും ഉള്ളപ്പോൾ ഇർഫാൻ ആദ്യം പറഞ്ഞു ചായപ്പൊടിയാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ബട്ട് ഇർഫാൻ ബോധ്യോദയം വന്നു, പഞ്ചസാരയാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് മനസ്സിലാക്കി. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക, 5 സ്പൂണ് ചായപ്പൊടി ഉണ്ടെങ്കിൽ 5 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ അത് മതി. പക്ഷെ 5 ഗ്ലാസ് ചായയിൽ 2 × 5 10 സ്പൂണ് പഞ്ചസാര വേണമായിരുന്നു. ഓരോ ഗ്ലാസ്സിലും 2 സ്പൂണ് പഞ്ചസാര. അപ്പോൾ 5 ഗ്ലാസ്സിൽ 10 സ്പൂണ് പഞ്ചസാര വേണ്ടടോ. അങ്ങനെ 10 സ്പൂണ് പഞ്ചസാര ഇവിടെ ഉണ്ടോ? 8 സ്പൂൺ അല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് 5 ഗ്ലാസ് ചായ കിട്ടുമോ? 4 ഗ്ലാസ്സല്ലേ കിട്ടുള്ളൂ. 8 സ്പൂണ് പഞ്ചസാര ഉണ്ടെങ്കിൽ 4 ഗ്ലാസ്സേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം 5 ഗ്ലാസ് ചായ ഉണ്ടാക്കാനുള്ള ചായപ്പൊടി ഉണ്ടെങ്കിലും 4 ഗ്ലാസ്സേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങളെ നിയന്ത്രിച്ച, നിങ്ങളെ കൺട്രോൾ ചെയ്ത, നിങ്ങളെ ലിമിറ്റ് ചെയ്ത ആളാരാ? പഞ്ചസാര. അയാളെ നിങ്ങൾ എന്ത് വിളിക്കും? ലിമിറ്റിംഗ് റിയേജന്റ്. സോ വാട്ട് ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്? ലിമിറ്റിംഗ് റിയേജന്റ് നേരത്തെ ഓൾറെഡി ചെറുതായിട്ട് ഞാൻ പറഞ്ഞു പോയിരുന്നു. ദ റിയേജന്റ് വിച്ച് ലിമിറ്റ്സ് ദി amount of product being formed. The reagent which limits the amount of product being formed. Limits the amount of product formed. എത്രത്തോളം പ്രോഡക്റ്റ് ഫോം ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന ആളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. amount of product formed. It is completely exhausted after the reaction. Completely exhausted എന്ന് പറഞ്ഞാൽ തളർന്നു എന്നാണ് നമ്മൾ ലിറ്ററൽ മീനിങ്. ബട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എടുത്തത് മൊത്തം തീർന്നു പോയി, ഒന്നും ബാക്കിയില്ല. ഖലാസ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദി റിയാക്ഷൻ. സുഹൃത്തുക്കളെ, ഇതിനാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക്. What is meant by limiting reagent? Finish. 28 gram of nitrogen is mixed with 12 gram of hydrogen to form ammonia. As per the reaction, N2 plus 3H2 gives 2NH3. Which is the limiting reagent in this reaction? എടുത്തിരിക്കുന്നത് 28 gram of nitrogenum 12 gram of hydrogenum. 28 gram ആണ് നൈട്രജൻ എടുത്തിരിക്കുന്നത്, 12 gram ആണ് ഹൈഡ്രജൻ എടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആദ്യം റിയാക്ഷൻ എഴുതി നോക്കാം. റിയാക്ഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് റിയാക്ഷൻ? N2 plus 3H2 gives 2NH3. സുഹൃത്തുക്കളെ, ഇവിടെ നൈട്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 28 gram ആണ്. ബാലൻസ്ഡ് റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ 2 ആറ്റംസ് ഓഫ് നൈട്രജൻ മീൻസ് 2 × 14 ആണ് അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. 14 × 2 28. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1, മോളിക്യൂളിൻ്റെ മാസ് 2. ഹായ് സർ, ഹായ്, ഹേയ്. 2 × 3 എന്ന് പറയുന്നത് എത്ര? 6 gram. അപ്പോൾ 28 gram നൈട്രജൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നത് 6 gram ഹൈഡ്രജൻ. ഉണ്ടാവുന്നത് എത്ര ആയിക്കോട്ടെ, നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. 28 + 6 എന്തായിരിക്കും? 34. അല്ലെങ്കിൽ 17 × 2 ചെയ്താലും 34 കിട്ടും. 34 gram. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്തേ, ഇതിലാരാ ലിമിറ്റിംഗ് റിയേജൻ്റ്? എടുത്തിരിക്കുന്ന എത്ര? 28 gram നൈട്രജനും 12 gram ഹൈഡ്രജനും. ആവശ്യമുള്ള ഒരു ബാലൻസ് റിയാക്ഷൻ പ്രകാരം 28 gram നൈട്രജൻ്റെ ആവശ്യം, 6 gram ഹൈഡ്രജൻ ആണ്. എങ്കിൽ 34 gram 6 gram. വെരി ഗുഡ്. എക്സസ് റിയേജൻറ്റ്
ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ലിമിറ്റിംഗ് റിയേജന്റ് ആരെങ്കിലും ഒന്ന് പറ. കമോൺ, ഹു ഇസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്? 28 ഗ്രാം നൈട്രജൻ ആവശ്യം, 6 ഗ്രാം ഹൈഡ്രജൻ ആണ്. പക്ഷെ അവിടെ 12 ഗ്രാം ഉണ്ട്. കൂടുതലല്ലേ? കൂടുതലുള്ള ആളെ വിളിക്കുന്ന പേരെന്താ? എക്സസ് റിയേജന്റ്. അപ്പോൾ കുറവുള്ള ആളാരെയും നൈട്രജൻ അല്ലടാ. 3H2 ആണോ സിറാജ്? 3H2 6 ഗ്രാം ആണ് അവിടെ ആവശ്യമെങ്കിലും അതിൽ കൂടുതലല്ലേ അവിടെ തന്നിരിക്കുന്നത്? ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ തന്ന ആൾ ആരായിരിക്കും? ലിമിറ്റിംഗ് റിയേജന്റ് ആയിരിക്കോ? എക്സസ് റിയേജന്റ് ആയിരിക്കും അല്ലേ? ആവശ്യത്തിൽ കൂടുതൽ അവിടെ ഉണ്ട്. 6 ഗ്രാമേ 28 ഗ്രാമിന് 6 ഗ്രാം മതി, പക്ഷെ അതിൽ കൂടുതൽ അവിടെ ഉണ്ട്. അപ്പം അയാൾ ആരാ? അയാൾ എക്സസ് റിയേജന്റ് ആണ്. അപ്പം ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? നൈട്രജൻ. വാക്കാൽ എഴുതണമെങ്കിൽ നമുക്കിവിടെ എഴുതാം 28 gram nitrogen requires 6 gram hydrogen, but 12 gram is present. Therefore hydrogen is the excess reagent. That is nitrogen is the limiting reagent. പലർക്കും ഉള്ള പ്രശ്നമാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനെ നിയന്ത്രിക്കുന്ന സാധനമാണെന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് നോക്കണത് ഏതാണ് മാസ് കുറവ്? 28 ഗ്രാം നൈട്രജൻ, 12 ഗ്രാം ഹൈഡ്രജൻ. മാസ് ഹൈഡ്രജൻ ആണ് കുറവ്. അപ്പോൾ ഹൈഡ്രജൻ ആയിരിക്കില്ലേ ലിമിറ്റിംഗ് റിയേജന്റ് എന്നൊരു ചിന്താഗതി ഉണ്ടാവരുത്. മാസ് മാത്രം അറിഞ്ഞാൽ പോരാ, റിലേഷൻ അറിഞ്ഞിരിക്കണം. 28 ഗ്രാം നൈട്രജൻ ആവശ്യം, 6 ഗ്രാം ഹൈഡ്രജൻ ആണ്. അതിൽ കൂടുതൽ അവിടെ ഉള്ളതുകൊണ്ട് one more problems like this. Okay, technical time zone, I will arrange one more problem like this. 28 gram nitrogen ആവശ്യം, 12 gram hydrogen ആണ്. പക്ഷെ അവിടെ 28 gram nitrogen ആവശ്യം, 6 gram hydrogen ആണ്. ബട്ട് അതിൽ കൂടുതൽ അവിടെ ഉണ്ട്, 12 gram അവിടെ ഉണ്ട്. therefore limiting reagent nitrogen ആണ്. one more question ചോദിച്ച സ്ഥിതിക്ക്, one more problem ചോദിച്ച സ്ഥിതിക്ക് ഞാൻ one more problem നോക്കട്ടെ. 32 gram oxygen and 8 gram hydrogen, 10 gram hydrogen. 32 gram oxygen and 10 gram hydrogen are taken in a bomb vessel. ഇത് ആക്ച്വലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഓർമ്മയിലുള്ളതുകൊണ്ടാണ് ഞാൻ അതേ ടേംസ് ഉപയോഗിക്കുന്നത്. ബോംബ് വെസൽ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഒന്നല്ല. റിയാക്ഷൻ നടത്തുന്ന ഒരു പ്രത്യേകതരം വെസലിൻ്റെ പേരാണ് ബോംബ് വെസൽ എന്ന് പറയുന്നത്. തെർമോഡൈനാമിക്സിൽ അതിനെപ്പറ്റി ചെറിയ രീതിയിൽ NCERT കൊടുത്തിരിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. 32 ഗ്രാം ഓക്സിജനും 10 ഗ്രാം ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിച്ചു എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. വിച്ച് ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വീണ്ടും കാണുമ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കും, ഹൈഡ്രജൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊരു ക്ലൂ ആയിട്ട് നിങ്ങൾ കണ്ടോളൂ. ഹൈഡ്രജൻ ആണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. കാരണം ഹൈഡ്രജൻ്റെ മാസ് കുറവായിരിക്കും, എന്നാലും അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി നോക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും വരാൻ പോണത്. ഏതായാലും കാര്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്? ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആൻസർ ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്തോ, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങണത്. യു ഹാവ് 1 minute to answer. Come on. ഹൈഡ്രജൻ. ഐമേ വേൾഡ് പറയുന്നു ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. നോക്കാം. ഓക്കെ, വേറെ ആരും ആൻസർ ചെയ്യുന്ന കാണുന്നില്ല. H2 plus O2 gives H2. ഈ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആണോ? അല്ല, കാരണം ഈ ഒരു റിയാക്ഷൻ ബാലൻസ്ഡ് അല്ല. 2H2 plus O2 gives 2H2O. അത്തരം ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ 2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഗ്രാം ആണ്. H2 എന്ന് പറയുന്നത് 2 ഗ്രാം ആണ്. 2H2 എന്ന് പറഞ്ഞാൽ 4 ഗ്രാം. ഓക്സിജൻ 16, ഇവിടെ 32. ഉണ്ടാവുന്ന അത്ര 18 × 2 36 ഗ്രാം. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, 4 ഗ്രാം ഹൈഡ്രജന് എത്ര ഓക്സിജനാണ് ആവശ്യം?
32 gram ഓക്സിജൻ ആണ് ആവശ്യം. എന്നാൽ 10 gram ഹൈഡ്രജൻ എത്രയായിരിക്കും ആവശ്യം? 4 gram ഹൈഡ്രജൻ requires 32 gram ഓക്സിജൻ. 4 gram ഹൈഡ്രജന് തന്നെ 32 gram വേണമായിരുന്നു. പക്ഷെ ഇവിടെ 4 അല്ല 10 ഉണ്ട്. 10ന് 32 ഉണ്ടായാൽ മതിയോ? 10 gram ഹൈഡ്രജൻ റിക്വയർസ് എത്രയായിരിക്കും? 10 gram ഹൈഡ്രജൻ്റെ റിക്വയർമെൻറ്റ് കാണണമെങ്കിൽ ആദ്യം നമുക്ക് 1 ഗ്രാമിൻ്റെ റിക്വയർമെൻറ്റ് നോക്കാം. 1 gram ഹൈഡ്രജൻ റിക്വയർസ് 32/4. 4 ഗ്രാമിന് ആവശ്യം 32 ആണെങ്കിൽ 1 ഗ്രാമിന് ആവശ്യം എത്രയായിരിക്കും? 32/4 അഥവാ 8 gram ഓക്സിജൻ. സുഹൃത്തുക്കളെ 1 gram ഹൈഡ്രജന് 8 gram ഓക്സിജൻ വേണമെങ്കിൽ 10 gram ഹൈഡ്രജൻ എത്ര ആവശ്യം ഉണ്ടാവും? 10 × 8 80 gram ഓക്സിജൻ അല്ലേ ഇവിടെ ആവശ്യം? 80 gram ഓക്സിജൻ ഇവിടെ ഉണ്ടോ? 80 gram ഓക്സിജൻ ആവശ്യമുണ്ട്. അത്ര അവിടെ ഉണ്ടോ? ഇല്ല. ആവശ്യത്തിൽ കുറവാണുള്ളതെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ആരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് ഓക്സിജൻ. ഒറ്റ നോട്ടത്തിൽ ഹൈഡ്രജൻ ആണെന്ന് തെറ്റിയിരിക്കും, ബട്ട് ഓക്സിജൻ. ടെക്നിക്കൽ ടൈം സോൺ ആൻഡ് സിറാജ് ആൻസർഡ് കറക്റ്റ്ലി. വെരി ഗുഡ്. അപ്പോൾ ഓക്സിജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ ടൈം സോൺ പറഞ്ഞതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്തതോടുകൂടി കുറച്ചും കൂടി ക്ലാരിറ്റി വരുമെങ്കിൽ ഞാൻ മുന്നോട്ട് നീങ്ങാൻ പോവാണ്. Is it okay? ആർക്കും ബുദ്ധിമുട്ടില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നേറുകയാണ് സുഹൃത്തുക്കളെ, മുന്നേറുകയാണ്. ഓക്കെ. മോൾ കോൺസെപ്റ്റ് ഹെൽപ്സ് ഇൻ ഹാൻഡ്ലിംഗ് എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഇൻ സ്റ്റോയിക്കോമെട്രിക് കാൽക്കുലേഷൻ. ഡിഫൈൻ 1 mole. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് 1 mole? 1 mole of a substance is the amount of substance. Substance is the amount of substance. Amount of substance present in amount of substance that contains as many number of particles as there are in 12 gram of carbon 12 isotope. 12 gram of carbon 12 isotope. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇവിടെ വേണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. മുന്നോട്ട് നീങ്ങാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 1 mole ഓഫ് മീത്തേൻ? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്തേ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 1 mole ഓഫ് മീത്തേൻ? 1 mole ഓഫ് മീത്തേൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആണ് നമുക്ക് കാണാൻ പറ്റുക? കമോൺ പ്ലീസ് ഒന്ന് ഉഷാറായിട്ട്, ഒന്ന് ഫാസ്റ്റായിട്ട്, ഒന്ന് ആൻസർ ചെയ്തേടാ. കമോൺ മാൻ പ്ലീസ്. ഇല്ല, എനക്കൊന്നും കാണുന്നില്ല. എന്നാൽ പോട്ടെ, ഞാൻ തന്നെ അങ്ങ് പറയാം. 1 മീത്തേൻ മോളിക്യൂൾ എടുത്താൽ 1 molecule മീത്തേൻ കണ്ടെയ്ൻസ് 1 molecule CH4 കണ്ടെയ്ൻസ് എത്ര ആറ്റംസാ? 4 atoms of hydrogen. 4 atoms of hydrogen. എന്നാ 1 mole എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് ആണ്? 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ്. അതിലെത്ര ഉണ്ടാവും? ഓരോന്നിലും 4 എണ്ണം ഉണ്ടെങ്കിൽ 6.022 × 10⁻23 4 × 6.022 × 10⁻23 അല്ലേ ഉണ്ടാവുക? എൻ്റെ അടുത്ത് ഒരു പെട്ടി ഉണ്ട്. ഒരു പെട്ടിയിൽ 2 ബോളാണുള്ളത്. അങ്ങനത്തെ 5 പെട്ടി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എത്ര ബോൾ ഉണ്ടാവും? 5 × 2. ഒരാറ്റത്തിൽ 4, ഒരു മോളിക്യൂളിൽ 4 ആറ്റമാണുള്ളത്. അപ്പോൾ 1 മോളിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? 1 mole × 4 അഥവാ 6.022 × 4. 4 × Avogadro number. James Bond, you are correct. 1 mole contains 4 × 6.022 × 10⁻23. അതാണ് ലിയോ പറഞ്ഞിരിക്കുന്ന അവഗാഡ്രോ നമ്പർ NA. 4 × 6.022 × 10⁻23. അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 2.4 ആയിട്ട് എഴുതാം. 12.4 × 10⁻24. 4 × 6 എന്ന് പറഞ്ഞാൽ 24 ആണ്. അതാണ് ഞാൻ 2.4 ആയിട്ട് എഴുതിയിരിക്കുന്നത്. ആറ്റംസ്
2.4088 ആണ്. അത്രയും അക്യുറസി ഒന്നും നമുക്ക് ആവശ്യമില്ല. ഏതായാലും നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 1 mole of methane നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. കാൽക്കുലേറ്റ് ദി amount of carbon dioxide formed by the complete combustion of 80 gram of methane as per the reaction CH4 plus 2O2 gives CO2 plus 2H2O. Atomic masses of carbon തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്, ഓക്സിജൻ തന്നിട്ടുണ്ട്. Okay. So calculate the amount of carbon dioxide formed by the complete combustion of 80 gram of methane. CH4 plus 2O2 gives CO2 plus 2H2. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവിടെ മീഥേൻ്റെ മാസ് എത്ര? 16 അല്ലേ? 12 plus 4 16. 32 into 2 64. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 12 plus 32 44. വാട്ടറിൻ്റെ മാസ് 18 എന്ന് നമുക്കറിയാം. 2 into 18 is 36. സുഹൃത്തുക്കളെ, ജസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഓക്കെ അല്ലേ നോക്കിക്കാം. കമോൺ 16 plus 64 80. 44 plus 36 80. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇവിടെ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇവിടെ അപ്ലിക്കബിൾ ആണ്, എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു എന്ന് മാത്രം. ക്വസ്റ്റിനിൽ ചോദിച്ചാൽ എന്താ? കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 80 gram ഓഫ് മീത്തേൻ. 80 gram ഓഫ് മീത്തേൻ കമ്പസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര amount ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മീഥേനിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടുന്നു എന്നുള്ള ചോദ്യം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറയാണ്, 16 gram CH4 produces 44 gram കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങളുടെ കയ്യിൽ 16 gram മീഥേൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നത് 44 gram കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അല്ലാന്ന് ആരെങ്കിലും പറയോ? ഈ ഒരു ബാലൻസ് റിയാക്ഷൻ വായിച്ചിട്ട് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? 16 gram CH4 produces 44 gram കാർബൺ ഡൈ ഓക്സൈഡ്. യെസ്, ആരും എതിർക്കൂല, ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. ഹലോ, എനി ആർമിയോ? ഇല്ലടാ, ഇവിടെ ആർമി ഒന്നുമില്ല. 16 gram CH4 produces 44 gram carbon dioxide. അപ്പോൾ 1 gram CH4 produces എത്രയായിരിക്കും? 44/18 gram കാർബൺ ഡൈ ഓക്സൈഡ്. 18 ഗ്രാമിൽ നിന്ന് 44 ഉണ്ടെങ്കിൽ 1 ഗ്രാമിൽ നിന്ന് 44/18. എന്നാൽ ചോദിച്ചത് 1 ഗ്രാമിൻ്റെ അല്ലല്ലോ, 80 gram മീഥേൻ ഉണ്ടെങ്കിൽ ഉള്ളതാണ് ചോദിച്ചതെങ്കിൽ 80 gram CH4 produces എത്രയായിരിക്കും? 44/16 ആണ്. സോറി, ചെറിയൊരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇവിടെ 18 അല്ല 16 ആണ്, എഴുതിയപ്പോൾ മാറിപ്പോയത്. ഓക്കെ, 16 ആയിരുന്നു ഇവിടെ മുകളിലുള്ളത്, അത് ഞാൻ എഴുതിയപ്പോൾ പെട്ടെന്ന് 18 ആയപ്പോഴാണ്. ഡിവൈഡ് ബൈ 16 ഇൻറ്റു 80. അപ്പോൾ 8 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2, ഇവിടെ 10, പിന്നെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5. 44 into 5 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 880 divided by 2, 20. 220. ആൻസർ എന്താ വരിക? 220 will be the answer. 80 gram CH4 produces 220 gram of carbon dioxide. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കും. വെരി ഗുഡ്. ഇർഫാൻ ആദ്യമേ അയച്ചിട്ടുണ്ട്, ടെക്നിക്കൽ ടൈം സോൺ വായിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ആദ്യം അയച്ചത് ടെക്നിക്കൽ ടൈം സോൺ. യു ആർ ആബ്സല്യൂട്ട്ലി അമേസിങ്. അപ്പോൾ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ചോദ്യം നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേ. കമോൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒന്നറിയിക്കണം, ഒന്ന് ഉഷാറാക്കടാ. കമോൺ മാൻ. If the mass percent of various elements of a compound is known, its empirical formula can be calculated. What is mass percent? Mass percent എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. Give its mathematical expression. Mass percent is the percentage mass of an element in a compound. എന്താണ് സംഭവം?
ഒരു കോമ്പൗണ്ടിൽ ഒരു കോമ്പൗണ്ടിൻ്റെ മാസ് എന്താണോ അതിൽ എത്ര മാസ്സാണ് ഒരു എലമെൻറ്റിൻ്റെത് അതിൻ്റെ പെർസെൻറ്റേജിനാണ് നമ്മൾ മാസ് പെർസെൻ്റ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്ലാസ് റൂമുണ്ട്. ഒരു ക്ലാസ് റൂമിൽ 100 കുട്ടികളുണ്ട്. അതിൽ 20 കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ പറയും അതിൻ്റെ 20% പഠിക്കുന്ന കുട്ടികളാണ്. എങ്ങനെ കിട്ടി? 20/100 × 100. പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ എണ്ണം × 100. അതേ സംഭവം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു എലമെൻറ്റിൻ്റെ മാസ് എന്താണോ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി എലമെൻറ്റ്സ്. ടോട്ടൽ മാസ് ഓഫ് ദി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ആണ്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻ്റ് എന്താണോ അതിനെ ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്താ? മാസ് ഓഫ് ദി കോമ്പൗണ്ട്. കോമ്പൗണ്ടിൻ്റെ മാസാണ് ടോട്ടൽ മാസ്, മാസ് ഓഫ് കോമ്പൗണ്ട്. എന്നാൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ × 100 ചെയ്യണ്ടേ. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് × 100. ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും ഇവിടെ ഉണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്. കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% കാർബൺ, 71.65% chlorine. Its molecular mass is 98.96. What are the empirical and molecular formula? അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? നമ്മുടെ കയ്യിലുള്ള ആളുകൾ ആരൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ ആൻഡ് ക്ലോറിൻ. ഹൈഡ്രജൻ, കാർബൺ, ക്ലോറിൻ. മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എത്രയായിരുന്നു? 4.07. ഞാൻ തൽക്കാലം 4 ആയിട്ട് എടുക്കുകയാണ്. കാർബണിൻ്റെ എത്ര ഉള്ളത്? 24.27 അഥവാ 24% ശരാശരിയായിട്ട് എടുക്കുകയാണ്. 71.65 അപ്പോഴേക്കും ഒരു 72% ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 71%. ശരാശരി വാല്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. അതിൽ വലിയ കാര്യമില്ല എന്നുള്ള കുറച്ചുകൂടി മനസ്സിലാവും. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ 0.07 പോയി സാറേ 0.07 കൊണ്ടുപോയി സാറേ കയറിയുടെ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ എഴുതാണ് 24.27, 71.65. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് എഴുതിയിട്ടുണ്ട്. മാസ് പെർസെൻറ്റേജ്. എന്നാൽ മാസ് ഇൻ 100 ഗ്രാം എത്രയായിരിക്കും? 100 ഗ്രാം ഓഫ് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം ഓഫ് കോമ്പൗണ്ടിലുള്ള മാസ് എന്തായിരിക്കും? ഇതന്നെ ഇരിക്കട്ടെ. 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ 4, 24% എന്ന് പറഞ്ഞാൽ 100ൽ 24 അല്ലേ? ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മാസ് ഇൻ 100 ഗ്രാം എന്തായിരിക്കും? 4.07 ഗ്രാം. ഇവിടെയോ 24.27 ഗ്രാം. ഇവിടെയോ 71.65 ഗ്രാം. യെസ് ഓർ നോ? ഓക്കെ, ഇതിനൊന്ന് മൂവ് ചെയ്യാൻ കഴിയുമോ? മാസ് ഇൻ 100 ഗ്രാം കണ്ടു. മാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. N = W/m. മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എത്താ? ഹൈഡ്രജൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 1 ആണ്, 1 ഗ്രാം. കാർബണിൻ്റെ മോളാർ മാസ് 12 ഗ്രാം. ക്ലോറിൻ്റെ മോളാർ മാസ് 35.5. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? ഇല്ല, തന്നിട്ടില്ല. ബട്ട് നിങ്ങളുടെ എക്സാമിന് തരും എന്ന് ഉറപ്പാണ്. 35.5 ആണ് മാസ് ഓഫ് ക്ലോറിൻ. ഓക്കെ, കമ്മിങ് ബാക്ക്. നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? ഗിവൺ മാസ് ബൈ മോളാർ മാസ് 4/1. ഇവിടെയോ 24/12. ഇവിടെയോ 71/31.5. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്താ വരുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇവിടെ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് 4 ആണ്, കാർബണിൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്, ക്ലോറിൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. എങ്കിൽ എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് ആറ്റംസ് തരുന്ന ഫോർമുലയാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുല എന്ന് വിളിക്കുക. എംപിരിക്കൽ ഫോർമുല ഇസ് ദി സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് ദി മാസ് ആൻഡ് ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട്. ആറ്റംസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ റേഷ്യോ സിംപ്ലസ്റ്റ് റേഷ്യോ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എംപിരിക്കൽ ഫോർമുല. സുഹൃത്തുക്കളെ, ഇവിടുത്തെ റേഷ്യോ എന്താ? 4:2:2. സിംപ്ലസ്റ്റ് റേഷ്യോ ആണോ? സിമ്പിൾ റേഷ്യോ ആണോ അത്? ക്യാൻസൽ ചെയ്തുകൂടെ? 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ റേഷ്യോ വരാൻ പോണത്? സിംപ്ലസ്റ്റ് റേഷ്യോ എന്തായിരിക്കണം?
പറയടാ വേഗം. ഈ ചാനൽ ഇന്നാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചാനലാണ് നല്ല ക്ലാസ് കിട്ടുന്നത്. താങ്ക് യു. നല്ല ക്ലാസ്സാണെന്ന് അംഗീകരിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ പറയടാ. നല്ല ക്ലാസ്സാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആൻസർ ചെയ്യടോ. നമ്പർ ഓഫ് മോൾസിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ. അയ്യോ 2:1 അല്ലേ? 4:2:2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2:1:1 അല്ലേ? 1:2 എന്ന് മാത്രം പറഞ്ഞാൽ പോരോ. 3 ആളുകളുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, ക്ലോറിൻ. അപ്പോൾ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് 4, കാർബൺ നമ്പർ ഓഫ് മോൾസ് 2, ക്ലോറിൻ്റെ നമ്പർ ഓഫ് മോൾസ് 2. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈഡ്രജൻ 2, കാർബൺ 1, ക്ലോറിൻ 1. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണോ നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യാറ്? ഹൈഡ്രജൻ ആണോ നമ്മൾ ആദ്യം പറയാറ്? കണ്ട് പരിചയമല്ലേ? നമ്മൾ എന്താണ് ഇങ്ങനെ എഴുതാറ്? ആദ്യം കാർബൺ അല്ലേ എഴുതി ശീലിച്ചത്? C1H2Cl1 അല്ലെങ്കിൽ CH2Cl എന്നുള്ളതാണ് കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല. എങ്ങനെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം? മോളിക്കുലാർ ഫോർമുല അറിയണമെങ്കിൽ നമുക്ക് ആവശ്യം മോളിക്കുലാർ മാസ്സാണ്. ഈ തന്നിരിക്കുന്ന മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് റേഷ്യോ ഉള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മാസ്സാണ് നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സിംപ്ലസ്റ്റ് റേഷ്യോ പ്രകാരമുള്ള മാസ് പോരാ. മോളിക്യൂളിൽ ഈ സിംപ്ലസ്റ്റ് റേഷ്യോ ആണുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സിംപ്ലസ്റ്റ് റേഷ്യോ 1:2:1 ആണ്. കാർബൺ ആദ്യം പറഞ്ഞാൽ 1, പിന്നെ ഹൈഡ്രജനെ പറഞ്ഞാൽ 2, പിന്നെ ക്ലോറിനെ പറഞ്ഞാൽ 1. അപ്പോൾ 1:2:1 റേഷ്യോ. അതേ റേഷ്യോയിലാണ് മാസ് ഉണ്ടാവാന്ന് ഉറപ്പാണ്. പക്ഷേ ഇതേ സെയിം നമ്പറാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അപ്പോൾ മോളിക്കുലാർ ഫോർമുല കിട്ടണമെങ്കിൽ മോളിക്കുലാർ മാസ് അറിഞ്ഞിരിക്കണം. മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ടോ? മോളിക്കുലാർ മാസ് 98.96 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. മോളിക്കുലാർ ഫോർമുല അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. N എന്ന് പറയുന്ന മോളിക്കുലാർ ഫോർമുല ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N എന്നുള്ളത് ഞാൻ സാധാരണ ഇൻറ്റു N എന്ന് എഴുതുന്നതിന് പകരം താഴെ ഒരു N കൊടുക്കാൻ ചെയ്യുന്നത്. N ടൈംസ് എന്നുള്ള മീനിങ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ N എവിടുന്ന് കിട്ടും? N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ മാസ്. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ മാസ്. മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് N എന്ന് പറയുന്ന ഒരു ഫാക്ടർ. അപ്പോൾ നമുക്ക് നോക്കാം. സോറി സർ, 1:2. നോ പ്രോബ്ലം. 12 + 2 + 35.5. വെരി ഗുഡ്. 12 + 2 + 35.5 എന്ന് പറയുന്നതാണ് എംപിരിക്കൽ മാസ്. എംപിരിക്കൽ മാസ് ഇസ് ഈക്വൽ ടു എംപിരിക്കൽ മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എംപിരിക്കൽ ഫോർമുലയിലുള്ള ആളുകളുടെ മാസ് ആഡ് ചെയ്യടോ. യെസ്, ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ കാർബൺ 12, ഹൈഡ്രജൻ 2, ക്ലോറിൻ 35.5. അപ്പോൾ 12 + 2 + 35.5. 12 + 2 + 35.5 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? 45.47, 49.5 ആണ് എംപിരിക്കൽ മാസ്. എങ്കിൽ എന്നിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ മാസ്. എംപിരിക്കൽ മാസ് മോളിക്കുലാർ മാസ് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 98.96. 98.96 ഡിവൈഡഡ് ബൈ 49.5. ഇത് ചെയ്താൽ എന്താ വരിക? 2. അപ്രോക്സിമേറ്റ് വാല്യൂ 99 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 99/49.5 is 2. N 2 ആണെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്തായിരിക്കും? എംപിരിക്കൽ ഫോർമുല N ടൈംസ് എന്ന് പറഞ്ഞാൽ ഈ Nൻ്റെ സ്ഥാനത്ത് എന്താ വരിക? 2. N ടൈംസ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ്. എംപിരിക്കൽ ഫോർമുല എന്തായിരുന്നു? CH2Cl. അതിൻ്റെ 2 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2H4Cl2. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട റേഷ്യോ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് കരുതി നമുക്ക് ചാടി കയറി അതാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയാൻ പറ്റൂല. നമ്മൾ കൃത്യമായിട്ട് മോളിക്കുലാർ മാസ് അറിഞ്ഞാലേ അത് തന്നെയാണ് അത്രയും മാസാണ് അവിടെ ഉള്ളതെന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ദെയർഫോർ എംപിരിക്കൽ ഫോർമുല ആദ്യം കണ്ടുപിടിക്കണം. അതിൽ N എന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ മാസ് റേഷ്യോ ചെയ്യുക. മോളിക്കുലർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എംപിരിക്കൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുലയിലുള്ള ആളുകളുടെ മാസ് ആഡ് ചെയ്യുക. അതിൽ നിന്നും ഈ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു എൻ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ആ എന്നിൻ്റെ വാല്യൂ എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മളിവിടെ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. 2 കൊടുത്തു കഴിഞ്ഞാൽ C2H4Cl2 മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ മാസ്. നിർമ്മൽ തോമസ്, വെരി ഗുഡ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചാറ്റിൽ അറിയിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ പോണ്. ഈ ക്വസ്റ്റ്യൻ കഴിയുന്നതോടുകൂടി നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും. The mole concept helps in handling a large number of atoms and molecules in stoichiometric calculation. Define one mole. സുഹൃത്തുക്കളെ, ഇത് നേരത്തെ ക്വസ്റ്റ്യൻ അറിയാതെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നേരത്തെ ക്വസ്റ്റ്യൻ അതേപോലെ റിപ്പീറ്റ് വന്നതാണ് എന്ന് അല്ലേ? ഇതല്ല നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ. യെസ്, ദിസ് ഈസ് ദ സെയിം ക്വസ്റ്റ്യൻ. അവ അറിയാതെ പറ്റിയതായിരിക്കും. ഒരേ ക്വസ്റ്റ്യൻ അറിയാതെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് പോയതാണ്. ഡോണ്ട് വറി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Shall I move to the next question? ആരെങ്കിലും ഒന്ന് ചാറ്റിൽ അറിയിച്ചേ. കമോൺ, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. ഇതോടുകൂടി സം ബേസിക് കോൺസെപ്റ്റ്സ് ഏകദേശം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ അത്ര ഉഷാറല്ല അല്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് തിയറി നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷേ എല്ലാ തിയറിയും വളരെ സിമ്പിളായിട്ടുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. Niels Bohr was the first to explain quantitatively the general features of hydrogen atom structures and its spectrum. Give the main postulates of Bohr's model. Bohr's model നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ പോസ്റ്റുലേറ്റ്സ് ഞാൻ എഴുതി തരണോ അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചാൽ മതിയോ? അല്ലേ, പറഞ്ഞു തന്നാൽ മതിയോ? എഴുതണോ അല്ലെങ്കിൽ നോട്ട്സ് വേണ്ടി വരും അല്ലേ? എഴുതി തരണോ? ഷോർട്ടാക്കിയിട്ട് പെട്ടെന്നാണ്ട് എഴുതട്ടെ ഞാൻ. ഓക്കെ, ഫസ്റ്റ് പാർട്ട് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർസ് മോഡൽ. Electrons in an atom revolve in circular manner called orbits. അതായത് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് സർക്കുലർ മാനറിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം റിവോൾവ് ഇൻ സർക്കുലർ മാനർ. ഒരു സർക്കുലർ ഷേപ്പിലാണ് ആറ്റംസിനുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ആ സർക്കുലർ ഷേപ്പിനെ നമ്മൾ ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. അത് സിമ്പിളായിട്ടുള്ളൊരു പോയിൻ്റാണ്, ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ഇവിടെ ഈ ഒരു ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഓർബിറ്റിലിരിക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ ഈ എനർജി ഫിക്സഡ് ആയിരിക്കും. ഒരു ഇലക്ട്രോൺ ഒരേ ഓർബിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം എനർജി വിൽ നോട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ്. എനർജി ഓഫ് ആൻ ആറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ in an orbit will not increase or decrease. അതായത് എനർജി ഓഫ് ആൻ ഓർബിറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അതും കൂടി ഇതിൻ്റെ കൂടെ എഴുതുന്നതിൽ തെറ്റില്ല. എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ്. അതായത് ഒരു ഓർബിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം എനർജി ഇൻക്രീസും ചെയ്യില്ല ഡിക്രീസും ചെയ്യില്ല. അതിൻ്റെ അർത്ഥം എന്താ? അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക, എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുക? എനർജി
of an electron increases or decreases when they shift between orbits. ഓർബിറ്റ്സുകളുടെ ഇടയിൽ അവർ ഷിഫ്റ്റിംഗ് നടക്കുമ്പോഴാണ് എനർജിയിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ ബിറ്റ്വീൻ ഓർബിറ്റ്സ്. പ്രശ്നമില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്താണ് അശ്വിൻ പി കെ കരയുന്നത്? എനി പ്രോബ്ലം? ഇല്ല, ഒന്നും പറയുന്നില്ല. only those orbits whose angular momentum is a multiple of h by 2 pi multiple of h by 2 pi are allowed. അതായത് 1h by 2 pi, 2h by 2 pi, 3h by 2 pi എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ വാല്യൂസ് ഉള്ള ഓർബിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. ഇത്രയും പോസ്റ്റ്ലേറ്റ്സ് ആണ് ബോർസ് മോഡലുള്ളത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ മൂവ് ചെയ്യാണ്. ഫൈൻഡ് ദി മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് വെൻ ദി എക്സൈറ്റഡ് ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ n=6 ഡ്രോപ്സ് ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് n=1. n=6ൽ നിന്നും n=1ലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് എമിഷൻ ലൈൻസ്, എത്ര നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ലെറ്റ്സ് സി. n=6 അല്ലേ? തുടങ്ങണത് എവിടുന്ന? 6ൽ നിന്നും. ഈ 6ൽ നിന്നും 5ലേക്ക് ചാടിക്കൂടെ? ഈ 6ൽ നിന്നും 4ലേക്ക് ചാടിക്കൂടെ? 6ൽ നിന്നും 3ലേക്ക് ചാടാം, 6ൽ നിന്നും 2ലേക്ക് ചാടാം, 6ൽ നിന്നും 1ലേക്ക് ചാടാം. അപ്പോൾ ഈ ലൈൻസാണ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആദ്യം 6, 5, 4, 3, 2, 1. 6, 5, 4, 3, 2, 1. 6ൽ നിന്നും 5ലേക്ക് ചാടാം, 4ലേക്ക് ചാടാം, 3ലേക്ക് ചാടാം, 2ലേക്ക് ചാടാം, 1ലേക്ക് ചാടാം. അത് തന്നെ എത്ര എണ്ണമായി? അത് തന്നെ 5 ലൈൻസായി. എന്നാൽ നെക്സ്റ്റ് 5ൽ നിന്നും 4ലേക്ക് ചാടാം, 5ൽ നിന്നും 3ലേക്ക് ചാടാം, 5ൽ നിന്നും 2ലേക്ക് ചാടാം, 5ൽ നിന്നും 1ലേക്ക് ചാടാം. അപ്പോൾ എത്രയായി? 5 to 1, 5 to 4, 5 to 3, 5 to 2, 5 to 1. എത്ര എണ്ണമായി? 4. 4ൽ നിന്നും 3ലേക്ക് ചാടാം, 4ൽ നിന്നും 2ലേക്ക് ചാടാം, 4ൽ നിന്നും 1ലേക്ക് ചാടാം. അതെത്ര എണ്ണമായി? 4 to 3, 4 to 2, 4 to 1. അതേപോലെ 3ൽ നിന്നും 2ലേക്ക് ഇവിടെ വരക്കാൻ വേണമെങ്കിൽ വരക്കാവുന്നതാണ്. പക്ഷേ ഇനി ഒന്നുകൂടി നീട്ടി മായ്ക്കേണ്ട അവസ്ഥ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതുന്നുള്ളൂ. 3 to 2, 3 to 1. അതെത്രയായി? 2 ലൈനായി. 2ൽ നിന്നും 1ലേക്ക് ചാടാം. അതെത്രയായി? 1. അപ്പോൾ ടോട്ടൽ എത്ര ലൈൻ സ്പെക്ട്രം കാണാം? 5 + 4 + 3 + 2 + 1. 5 + 4 9, 12, 14, 15. Therefore there are 15 line spectra. 15 എന്നുള്ളത് അറിയാതെ 16 ആയിട്ട് തോന്നുന്നുണ്ട്. 15 ലൈൻ സ്പെക്ട്രം എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോം സ്പെക്ട്ര. 15 ആണ് ആൻസർ വരുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. n=6ൽ നിന്നും n=1 വരെ 5, 4, 3, 2, 1 5 എണ്ണം. 5ൽ നിന്നും 4, 3, 2, 1 4 എണ്ണം. 4ൽ നിന്നും 3, 2, 1 3 എണ്ണം. 3ൽ നിന്നും 2, 1, 2ൽ നിന്നും 1. അപ്പോൾ 15 ലൈൻ സ്പെക്ട്ര നമുക്ക് കാണാം. ഏതാ ലെസൺ? ഈ ലെസൺ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. നമ്മൾ ഇന്ന് 7 ചാപ്റ്റേഴ്സ് കാണുന്നുണ്ട്. സം ബേസിക് കോൺസെപ്റ്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, പിന്നെ വരുന്നത് കെമിക്കൽ ബോണ്ടിങ്, തെർമോഡൈനമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻസ്. ഇതൊക്കെ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഫൈൻഡ് ദി മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് കണ്ടു. കാൽക്കുലേറ്റ് ദി വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ ഡ്യൂ ടു ട്രാൻസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം 4th ഓർബിറ്റ് ടു 2nd ഓർബിറ്റ്. വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സർ ഉറപ്പായി വരും എന്നുള്ള ക്വസ്റ്റ്യൻസ് പറയോ? കെമിക്കൽ ബോണ്ട് വരെയാണോ ഓർ തെർമോഡൈനാമിക്സും കഴിഞ്ഞ് ഇക്വിലിബ്രിയം കഴിഞ്ഞ് റിഡോക്സ് റിയാക്ഷനും പറയും. എടാ സുഹൃത്തെ, ഈ ഉറപ്പായും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മാത്രം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആണ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇന്നത്തെ ദിവസം പറയുള്ളൂ. അപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഓൾ ഓഫ് ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്ന് പറയുന്നത് 1/λ = 1/λ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. n1² - 1/n2². R എന്ന് പറഞ്ഞാൽ റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ്. റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് വാല്യൂ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. കമോൺ, ആറിൻ്റെ വാല്യൂ എന്താടാ? കമോൺ, ഇത് കാത്തുന്ന കാര്യം നടക്കില്ല. 109677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് വാല്യൂ. അപ്പോൾ 1/λ = ഇവിടെ ചോദിച്ചിരിക്കുന്ന n1ൻ്റെയും n2ൻ്റെയും വാല്യൂസ് എന്താ? ഡ്യൂറേഷൻ ട്രാൻസ്ലേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഫ്രം 4th ഓർബിറ്റ് ടു 2nd ഓർബിറ്റ്. അപ്പോൾ n1 എന്ന് പറയുന്നത് എന്താ? 2. n1 = 2. n2 എന്ന് പറയുന്നതോ 4. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളാണ്. 1/λ = 109677 × 1/2² - 1/4². 1/2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 109677, 1/2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4, 1/4² എന്ന് പറഞ്ഞാൽ 1/16. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യണം. തൽക്കാലം ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. 1/λ = 109677 × 1/4 - 1/16. ഇതിൻ്റെ വാല്യൂ വരുന്നത് 1 സെക്കൻഡ്. അതിലൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ലാംഡ കണ്ടുപിടിക്കാം. 1/λ കണ്ടുപിടിക്കുന്നതിന് പകരം ലാംഡ കണ്ടുപിടിക്കാനാണ് എളുപ്പം. λ = ഇതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 4 - 1/16 ആവും. 4 × 4 ആണ് 16. അപ്പോൾ കോമൺ മൾട്ടിപ്പിൾ വരാൻ വേണ്ടിയിട്ട് 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് 4 - 1 ഓർ 3/16. 3/16 ആണ് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്നത്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ λ = 16/3 × 109677. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 4.86 × 10⁻⁻5 ആണ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്ത റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്കിവിടെ ആൻസർ കിട്ടുമ്പോൾ സെൻറ്റിമീറ്ററിലാണ് കിട്ടുക. ദിസ് ഈസ് ഈക്വൽ ടു 4.86 × 10⁻⁷ മീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? 10⁻² മീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 4.86 × 10⁻⁷ മീറ്റർ. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇത്രയും മതി ആൻസർ ചെയ്യാൻ. ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞു. ബട്ട് സാധാരണ നമ്മൾ നാനോമീറ്ററിലാണ് യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യാറ്. അപ്പോൾ 486 × 10⁻⁹ ആക്കി എഴുതിയാൽ അതിന് നാനോമീറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യാം. നിർബന്ധമില്ല. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ അവസാനിപ്പിച്ചാലും നിങ്ങൾക്ക് പൂർണ്ണമായ മാർക്ക് തന്നിരിക്കും. യൂണിറ്റ് പ്രത്യേകം എഴുതി വെക്കാൻ മറക്കരുത്. മീറ്ററാണ് എഴുതുന്നതെങ്കിൽ തെറ്റിപ്പോവും. 4.86 × 10⁻⁷ മീറ്ററാണ് ആൻസർ വരുന്നത്. 486 × 10⁻⁹ അഥവാ 486 നാനോമീറ്റർ ഈസ് ദി ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഹായ്, എത്ര ചാപ്റ്റർ ഉണ്ട് ക്രിസ്മസ് എക്സാമിന്? ഹലോ, 7 ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അറിയാതെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് റൂത്തർഫോർഡ് ആൽഫ റേ എന്ന് പറഞ്ഞ
experiment ആണ്. It was observed that most of the alpha particles pass through the gold foil without any deflection. A small fraction deflected by small angles and a very few bounced back. What are the main conclusions made by Rutherford? Give the model of atom proposed by him. Okay. അപ്പോൾ റൂതർഫോർഡിൻ്റെ ആൽഫ റേ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കണ്ട. ഒരു ഗോൾഡിൻ്റെ ഒരു ഫോയിൽ, സ്വർണം വെച്ചൊരു ഫോയിൽ ഉണ്ടാക്കി, അലുമിനിയം ഫോയിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, ഗോൾഡിൻ്റെ ഫോയിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. അലുമിനിയം ഫോയിൽ പോലെ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു ഫോയിൽ, അതിലൂടെ ഒരു പാർട്ടിക്കിൾ, അതിൻ്റെ പേര് ആൽഫ എന്നായിക്കോട്ടെ, ആൽഫ പാർട്ടിക്കിൾ അതിലൂടെ അയച്ചു. അതിലൂടെ അയച്ചപ്പോൾ ഉണ്ടായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ പോയിട്ട് തിരിച്ചു വന്നത്. കുറച്ച് പോയിട്ട് അതേപോലെ 180 ഡിഗ്രി ആയിട്ട് തിരിച്ചു വന്ന ആളുകൾ വളരെ കുറവാണ്. എന്നാൽ ചില ആളുകൾ പോയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് സൈഡിലേക്കൊക്കെ ചെറിയ ആംഗിളിൽ സ്പ്ലിറ്റ് ചെയ്ത് പോയി. കുറേ ആളുകൾ ഫോയിലിൻ്റെ ഉള്ളിൽ കൂടെ നേരെ അങ്ങ് പാസ് ചെയ്ത് നേരെ അപ്പുറത്തെത്തി. അപ്പോൾ എന്താ സംഭവിച്ചത്? വളരെ കുറഞ്ഞ ആളുകൾ പോയിട്ട് യൂ ടേൺ അടിച്ച് വന്ന്, കുറച്ച് ആളുകൾ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞു പോയി, കുറേ ആളുകൾ പോയിട്ട് ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് നേരെ പോയി. ഇതാണ് ഗോൾഡൻ ഫോയിൽ ആൽഫ റേ ഗോൾഡൻ ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ റൂതർഫോർഡിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ പോയിട്ട് അതേപോലെ തിരിച്ചു വരണമെങ്കിൽ ആരായിരിക്കും കണ്ടുമുട്ടിയിട്ടുണ്ടാവുക? പോയിട്ട് അതേപോലെ തിരിച്ചു വരണമെങ്കിൽ റിപ്പൾഷൻ നടക്കണം. അട്രാക്ഷൻ നടക്കുകയാണെങ്കിൽ പോയിട്ട് അതേപോലെ തിരിച്ചു വരുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിലാണ് പോയിട്ട് അതേപോലെ തിരിച്ചു വരാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കുറഞ്ഞ ആളുകളാണ് പോയിട്ട് അതേപോലെ തിരിച്ചു വരണമെങ്കിൽ വളരെ കുറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസിനെ കാണാം. ചില ആളുകൾ ഇങ്ങനെ സൈഡിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അടുത്തുകൂടെ പോകുമ്പോൾ റിപ്പൾഷൻ ഉണ്ടായി. നേരെ പോയി കണ്ടുമുട്ടുന്ന ആളാണ് നേരെ തിരിച്ചു വരാം. അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു റിപ്പൾഷനേ ഉണ്ടാവുള്ളൂ. കുറേ ആളുകൾ ഉള്ളിൽ കൂടെ പോയി. എന്തുകൊണ്ടാണ്? അവിടെ ഒന്നും പോസിറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസ് ഇല്ല, ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആണ് എന്നൊക്കെയാണ് റൂതർഫോർഡ് മനസ്സിലാക്കിയത്. കാര്യമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാട്ട് ആർ ദി മെയിൻ കൺക്ലൂഷൻസ് മെയ്ഡ് ബൈ റൂതർഫോർഡ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ. പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ. Most of the space in an atom is vacant. അതാണായിരുന്നു കണ്ടെത്തിയ കാര്യം. ഒരുപാട് പേര് ഉള്ളിൽ കൂടെ അങ്ങ് പാസ് ചെയ്തങ്ങ് പോയി എങ്കിൽ ഒരുപാട് സ്ഥലം അവിടെ വേക്കൻ്റ് ആണ്, അവിടെ ഒന്നുമില്ല എന്നാണ് അയാൾ ആദ്യം കണ്ടെത്തിയ കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദി പാർട്ടിക്കിൾസ് deflected at an angle. Deflected at some angles. ചില ആംഗിൾസിലൂടെ അവർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ മൂന്നാമത്തെ കൺക്ലൂഷൻ എന്തായിരുന്നു? വെരി ഫ്യൂ പാർട്ടിക്കിൾസ് bounced back. Very few particles bounced back എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ deflected at an angle of 180 degree. Deflected at an angle of 180 degree. ഈ രണ്ട് പോയിന്റിനും ഒരേ ഒരു കൺക്ലൂഷൻ ആണുള്ളത്. എന്താ? ചില ആളുകൾ അവിടെ പോയിട്ട് 180 ഡിഗ്രിയിൽ വന്നു, ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫ്ലക്റ്റ് ചെയ്തു എങ്കിൽ അവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള എന്തോ അവിടെ ഉണ്ട്. അതിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും അയാൾ കണ്ടെത്തിയ കാര്യം ദി പോസിറ്റീവ് ചാർജ് in a nucleus, in an atom, അതിനെ എന്താണ് നമ്മൾ വിളിക്കാറ്? ന്യൂക്ലിയസ് എന്നാണ് വിളിക്കാറ്. is concentrated in a small area. In a small area. ഈ മൂന്ന് കൺക്ലൂഷൻസ് ആണ് റൂതർഫോർഡ് ഉണ്ടാക്കിയത്. ഇത് പാർട്ട് എ ആണ്. പോയിന്റ്സ് ആണ് ABC ആയിട്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദ മെയിൻ കൺക്ലൂഷൻസ് മെയ്ഡ് ബൈ റൂതർഫോർഡ്? ഗിവ് ദി ആറ്റം മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ ഹിം. അപ്പോൾ അയ്യോ ലൈവ് മാറിപ്പോയി. വെക്റ്റർ ആൾജിബ്ര കെമിസ്ട്രി എക്സാമിനുണ്ടോ? വെക്റ്റർ ആൾജിബ്ര ഉണ്ടോടാ?
ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് സഹായിച്ചേ. കമോൺ. ഹലോ ഹിബ, ഹായ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ. അപ്പോൾ അയാളുടെ മോഡൽ, റൂദർഫോർഡ് മോഡൽ, the positive charge in an atom is accumulated in a small space in the center. He called it as a nucleus. അപ്പോൾ അയാൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റാണ് പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം ഈസ് ഓക്യുപൈഡ്. സർ +2 ക്ലാസ്സില്ലേ? +2 ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ, പരിഹരിക്കാം പ്ലീസ്. +2 ക്ലാസ് എന്താ സ്റ്റാർട്ട് ആവാത്ത? ഞാൻ ചോദിക്കാം കേട്ടോ. +2 ക്ലാസ് നമുക്ക് എല്ലാവരും കൂടി ഒച്ചപ്പാടുണ്ടാക്കണ്ട, എല്ലാവരും ഒന്ന് അടങ്ങിക്കേ, നമുക്ക് പരിഹരിക്കാം. പ്രശ്നമൊന്നുമില്ല, നമുക്ക് പരിഹരിക്കാം. ക്ലാസ് എത്ര മണി വരെ ഉണ്ട്? 10:30 വരെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. വിൽ സി. ഇതെന്താടോ സർ? അതിൽ പോയിട്ട് ക്ലാസ് എടുത്തിക്കണേ. എന്തൊക്കെയാണോ പറയുന്നത്? ഞാനൊന്ന് മുന്നോട്ട് നീങ്ങട്ടെ. ഏതായാലും അയാൾ പറഞ്ഞ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്ഡ് electrons revolve around the nucleus. ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആര് പറഞ്ഞു? റൂദർഫോർഡ് പറഞ്ഞു. പോളിക്ലാസ് മാത്സ് ക്ലാസ് ഇല്ലേ ഷഹസ് സർ? എനിക്കറിയില്ല കേട്ടോ, അറിയില്ല. ഇലക്ട്രോൺസ് are held together by the positive charge of the nucleus. സുഹൃത്തുക്കളെ, ഇതെന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കയറ്, ആ കയറിൻ്റെ അറ്റത്ത് ഞാൻ ഒരു ബോൾ കണക്ട് ചെയ്തിട്ട് ആ ബോൾ കണക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ കറക്കുകയാണ്. അങ്ങനെ കറക്കുമ്പോൾ ഒരു സർക്കുലർ ഓർബിറ്റിലൂടെയാണ് അത് കറങ്ങുന്നതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ബയോളജി ക്ലാസ് ഇല്ല ബ്രോ. ഹലോ ഗൈസ് ഇവിടെ ശ്രദ്ധിക്കൂ. ഹലോ ഗൈസ്, ആരാണിത്? സഞ്ജിത. ഹലോ ഗൈസ് ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോൾ നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കയറിൻ്റെ അറ്റത്ത് ഒരു ബോൾ വെച്ചിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സർക്കുലർ ഓർബിറ്റിലാണ് കറങ്ങുന്നതെന്ന് പറയാം. പക്ഷേ ആ സർക്കുലർ ഓർബിറ്റിൽ കറങ്ങണമെങ്കിൽ ഞാനിങ്ങനെ ആ ബോളിനെ ഇങ്ങനെ വലിക്കുകയാണ്. ഞാനൊരു അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് വലിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സർക്കുലർ ഓർബിറ്റിൽ കറങ്ങാൻ അതിന് പറ്റുന്നത്. ഞാൻ ആ അട്രാക്റ്റീവ് ഫോഴ്സ് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ആ ബോൾ ഒറ്റ പോക്കാണ്. അതിന് തോന്നിയ പോലെ ടാൻജൻഷ്യലായിട്ട് ഒറ്റ പോക്കാണ് പോവും. കോമൺ സെൻസ്. നമ്മളൊരു ഫോഴ്സ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടാണ് ഇങ്ങനെ കറക്കുന്നതെങ്കിലേ ഇതിനൊരു സർക്കുലർ ഓർബിറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പിടിവിട്ട് കഴിഞ്ഞാൽ ഒറ്റ പോക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, ഇവിടെയും ഇലക്ട്രോൺസ് സർക്കുലർ ഓർബിറ്റിൽ കറങ്ങാൻ കാരണം എന്താ? ആ പോസിറ്റീവ് ചാർജിലുള്ള ന്യൂക്ലിയസ് അതിനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഒരു ബോഡിക്ക് സർക്കുലർ മോഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്സിൽ പഠിക്കുന്ന കാര്യമാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലാതെ ഒരു സർക്കുലർ മോഷൻ ഉണ്ടാവില്ല. ഏതൊരു സർക്കുലർ മോഷൻ ഉണ്ടെങ്കിലും അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് നിർബന്ധമാണ്. ഓക്കെ, ഷാൽ ഐ കണ്ടിന്യൂ? യെസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണുള്ളത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ്റെ അവിടെ 2010 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. സാർ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഇന്ന് 7 ചാപ്റ്റേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗിവ് ദി ആറ്റം മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ ഹിം, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Electron in an atom are designed by a set of quantum numbers labeled as N, L, M and S. Give the values of N, L and M and S for the valence electron of sodium atom. Atomic number 11. Atomic number 11 ഉള്ള സോഡിയത്തിൻ്റെ N, L, M, S വാല്യൂസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
എന്നിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? n is equal to 1 2 3 എക്സെട്ര ഇങ്ങനെ പോയിരിക്കുന്ന വാല്യൂസാണ്. n എന്ന് പറയുന്ന നമ്പർ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓർബിറ്റ്. n എന്ന നമ്പർ ഓർബിറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ n കഴിഞ്ഞാൽ എല്ലിന് പറ്റാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 0 1 2 എക്സെട്ര n-1 വരെയുള്ള വാല്യൂസ് പറ്റും. n 4 ആണെങ്കിൽ 3 വരെ വാല്യൂസ് പറ്റും. n 5 ആണെങ്കിൽ 4 വരെ വാല്യൂസ് പറ്റും. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 1 2 മുതൽ n-1 വരെ പറ്റും. n l m എമ്മിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ -L2 പ്ലസ് L. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. n 1 2 3 എമ്മിൻ്റെ വാല്യൂ ഹലോ എൻ കെ ഗെയിമർ ഹൗ ആർ യു? എല്ലിൻ്റെ വാല്യൂ 0 1 2 എന്ന് പറയുന്ന വാല്യൂസ് എന്നാണ്? 0 എന്ന് തുടങ്ങുന്നു, n-1 വരെ പറ്റും. എമ്മിൻ്റെ വാല്യൂ -L2 പ്ലസ് L. വാട്ട് അബൌട്ട് എസ് ഒന്നുകിൽ +1/2 ആയിരിക്കും, അല്ലെങ്കിൽ -1/2 ആയിരിക്കും. ഈ രണ്ട് വാല്യൂസ് അല്ലാതെ വേറെ പോസിബിലിറ്റി ഇല്ല. ഒന്നുകിൽ +1/2 ഓർ -1/2. ഈ കാര്യങ്ങളൊക്കെ എഴുതാണെങ്കിൽ ഒരു സൈഡിൽ എഴുതി വെക്കുക. n = 3 L = 3 m = -3 s = +1/2. അല്ലല്ല, ആദ്യം നമ്മൾ പാർട്ട് എ ആണ് സംസാരിക്കുന്നത്. പാർട്ട് എയിലുള്ള ആൻസറാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോഡിയം ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ഈസ് 11. അപ്പോൾ അവിടെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 1s2 2s2 2p6. ഇതോടുകൂടി എത്രണ്ണായി? 6 4 10 എങ്കിൽ ഈ 11ാമത്തെ ആൾ എവിടെയാണ് വരുന്നത്? 3s1. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഷെല്ല്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഏത് ഇലക്ട്രോണാണ്? ഈ 3s1 എന്ന് പറയുന്ന ഈ ഒരു 1 എന്ന് പറയുന്ന ഇലക്ട്രോണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ എന്താ വേണ്ടത് അവർക്ക്? വാല്യൂസ് ഓഫ് n l m and s. ഈ ഇലക്ട്രോണിൻ്റെ NLMS വാല്യൂസ് അല്ലെങ്കിൽ ക്വാണ്ടം നമ്പേഴ്സ് ആണ് അവർക്ക് വേണ്ടത്. ഏതാണ് ഓർബിറ്റൽ? ഓർബിറ്റൽ ഈസ് 3. അപ്പോൾ n = 3. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് L? S ഓർബിറ്റലാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0. വാട്ട് അബൌട്ട് m? എമ്മിൻ്റെ വാല്യൂ 0 തന്നെ വരുള്ളൂ, കാരണം എല്ലിൻ്റെ വാല്യൂ 0 ആണ്. എസ് ഓർബിറ്റിലാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0, പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നു. എല്ലിൻ്റെ വാല്യൂ 0, എമ്മിൻ്റെ വാല്യൂ 0. എസ്സിന് +1/2 ആണ് നമ്മൾ ആദ്യം കൊടുക്കുക, പിന്നെയാണ് -1/2 വരുന്നത്. അപ്പോൾ n = 3, l = 0, m = 0, s = +1/2. എക്സാമിന് എത്ര ചാപ്റ്റർ ഉണ്ട്? 8 ചാപ്റ്റർ അല്ലേ ഉള്ളത്? ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കണം? ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണോ? അതൊക്കെ 12th ക്ലാസ് ഉണ്ടോ? എടാ 12th ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിനാണ് അവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. വി ആർ ട്രൈങ് ടു റീസ്റ്റാർട്ട് +2 മാത്സ് ക്ലാസ്, പ്ലീസ് വെയിറ്റ്. 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. നസ്രീൻ, ഒന്ന് മുകളിലത്തെ ചാറ്റ് ഒന്ന് നോക്കിക്കേ. എടാ നിങ്ങൾ എത്ര ചാപ്റ്റർ ഉണ്ടെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹായിക്കടാ. എന്നോട് 7 ചാപ്റ്റർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശാലേ കണ്ടിന്യൂ. തെർമോഡൈനാമിക്സ് വരെ ഉള്ളൂ. നോക്കാം. ഞാൻ പറയാട്ടോ. ഞാൻ സാധാരണ എൻട്രൻസ് ആണ് പഠിപ്പിക്കാറ്. അതുകൊണ്ട് എനിക്ക് എക്സാമിൻ്റെ കാര്യങ്ങൾ അത്ര അങ്ങോട്ട് ഉറപ്പില്ല. എന്നോട് പറഞ്ഞ ചാപ്റ്റേഴ്സിലുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാണ് എന്നുള്ളൊരു നടപടിയാണ് എൻ്റെത്. എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണുള്ളതെന്ന് ഒന്ന് ജസ്റ്റ് ആരോട് ചോദിച്ചാൽ മതി. പറയാട്ടോ, ഒരു വ്യക്തമായൊരു ഉത്തരം ഞാൻ തരുന്നതായിരിക്കും. പ്ലീസ് വെയിറ്റ്. ഏതായാലും വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ നോട്ട് അലൗഡ്? എൻ്റെ ആൻസർ n = 3, l = 0, m = 0, s = +1/2. ഇനി ബിയിലേക്ക് വരാം. ബിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, 1. അതിൽ n = 3. ഓക്കെ ഫൈൻ, n = 3 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തേർഡ് ആണെങ്കിൽ 3 ആണ് നമ്പർ എങ്കിൽ n = 3. l = 3 പറ്റുമോ?
n-1 വരെയല്ലേ പറ്റുള്ളൂ. 3-1 പോസിബിലിറ്റി 2 വരെയാണ്. 0 1 2. തേർഡ് ഓർബിറ്റിൽ ഏതൊക്കെയാണുള്ളത്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ടോ? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ടോ? 3 ഇല്ല. 1 2 3 4 6 1 2 3 4 6 എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 6 ചാപ്റ്റർ ആണോ? എടാ കുറച്ചും കൂടി വ്യക്തത വരും കേട്ടോ. ഒന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ പറയാം. ഏതായാലും ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തോട്ടെ, നമുക്ക് സംസാരിക്കടാ. അപ്പൊ ഫസ്റ്റ് വൺ പറ്റുമോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഫസ്റ്റ് വൺ പോസിബിൾ ആണോ? L = 3 പോസിബിൾ ആണോ? 7 ആണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. 7 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ 1 2 3 4 6 7 8 ഈ ചാപ്റ്റേഴ്സ് ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം, സം ബേസിക് കോൺസെപ്റ്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ബോണ്ടിങ്, തെർമോഡൈനാമിക്സ്, ഈക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻ. ഈ 7 ചാപ്റ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഇതൊന്ന് നോക്കിക്കേണ്ട. ഇതിൻ്റെ ആൻസർ ഇത് എത്ര ചാപ്റ്റർ ഉണ്ട് എന്ന് ചോദിക്കല്ലാതെ ആർക്കെങ്കിലും ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ നോക്ക്. n = 3 ആണെങ്കിൽ എല്ലിന് 3 എന്ന് പറയുന്ന വാല്യൂ പറ്റുമോ? മാക്സിമം വാല്യൂ 2 അല്ലടാ. പറ്റുമോ? 1 പറ്റുമോ? ആരോടാ ഞാൻ ഈ ചോദിക്കുന്നത്? 1 നോട്ട് അലൗഡ്. എന്താ കാരണം? L can have maximum value 2. L can have maximum value equal to 2. Maximum value 2 ആണ് പോസിബിൾ. എന്താടാ റെസ്പോണ്ട് ചെയ്യാതാവുമ്പോൾ എൻ്റെ ആവേശം കുറയും കേട്ടോ. ചെറിയ റെസ്പോൺസ് നിങ്ങൾക്ക് തരാവുന്നതേ ഉള്ളൂ. n = 2 കുഴപ്പമില്ല, എന്നിൻ്റെ വാല്യൂ 2 ഒക്കെ വരുന്നതാണ്. L = 1 പോസിബിൾ അല്ലേ? യെസ്. 0 to n-1 വരുന്നതാണ് 1. 2 - 1 അതുള്ളത്. m = 0, s = -1/2 എല്ലാം പോസിബിൾ അല്ലേ? എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ n-1 1 വരെ പറ്റും. m = 0 എന്ന് പറയുന്ന -L2 + L ഉള്ളതാണ്. n = 2, L = മാക്സിമം വരുന്നത് എത്ര? 1. ഇപ്പോൾ ഇവിടെ 1 അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ എമ്മിൻ്റെ പോസിബിലിറ്റി എന്തായിരിക്കും? -1 0 1. അപ്പോൾ 0 പോസിബിൾ അല്ലേ? യെസ്. എസിൻ്റെ വാല്യൂ -1/2 പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. therefore 2 is okay. 2 ഓക്കെയാണ്, 1 പറ്റൂല. 3യോ? n = 1 ആണ്. n = 1 ആണെങ്കിൽ എല്ലിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നേരത്തെ 0യും 1ഉം ആയിരുന്നു. ഇവിടെ n = 1 ആകുമ്പോൾ 0 മാത്രമാണ് പോസിബിലിറ്റി. L 0 അല്ലേ? വെരി ഗുഡ്. L 0 അനുവദനീയമാണ്. എമ്മിൻ്റെ വാല്യൂ ആകെ പോസിബിൾ 0 മാത്രമാണ്. കാരണം എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ 0 മാത്രമേ പോസിബിൾ. -L എന്ന് പറഞ്ഞു, +L എന്ന് പറഞ്ഞു, രണ്ടും 0 ആണ്. ഹലോ ജീസ്, ഹൗ ആർ യു? എസിൻ്റെ വാല്യൂയോ? എസിൻ്റെ വാല്യൂ +1/2 ഈസ് ഓക്കെ. സുഹൃത്തുക്കളെ, ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അനുവദനീയമായ കാര്യങ്ങളല്ലേ ഇവിടെ ഉള്ളത്. റൂൾസ് അപ്ലൈ ചെയ്യുക. എന്നിൻ്റെ വാല്യൂ 1 2 3, എല്ലിൻ്റെ വാല്യൂ 0 1 2 അപ് ടു n-1, എമ്മിൻ്റെ വാല്യൂ -L2 + L, എസിൻ്റെ വാല്യൂ +1/2 ഓർ -1/2. അവസാനത്തെ കേസ് നോക്കുക. n = 0. n = 0 എന്ന് പറയുന്ന വല്ല സാധ്യതയുണ്ടോ? n = 0 വരുമോ? കാരണം എന്നിൻ്റെ ഹയസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്നിന് ഒരിക്കലും 0 എന്ന് പറയുന്ന വാല്യൂ വരൂല. എടോ ഈ കാര്യങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യ്. കം ഓൺ മാൻ. ഇഫ് യു ഹാവ് എനി പ്രോബ്ലംസ് പ്ലീസ് റെസ്പോണ്ട്. അല്ലെങ്കിൽ അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. സ്റ്റേറ്റ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇല്ല. ജീസിന് ഒരു പ്രശ്നമില്ല. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് no 2 electrons. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ റൂള് പ്രകാരം ഓരോ ഇലക്ട്രോണിനും ഓരോ ക്വാണ്ടം
നമ്പറിൻ്റെ സെറ്റ് ഉണ്ടാവും. അപ്പോൾ എസ് ഈക്വൽ ടു +1/2 എസ് ഈക്വൽ ടു -1/2 എന്ന് പറയുന്നത് ഒരു ഷെല്ലെടുത്തു കഴിഞ്ഞാൽ, ഒരു ഓർബിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുകയാണെങ്കിൽ മറ്റേ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സ്പിൻ ചെയ്യുന്നത്. അതാണ് +1/2 ഉള്ള ഒരാൾ അല്ലെങ്കിൽ -1/2 ഉള്ള ഒരാൾ. അതായത് രണ്ടുപേരും സ്പിൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയിരിക്കും. മാക്സിമം വാല്യൂ 2. അത് നേരത്തെ എന്തിൻ്റെ ആൻസറാണ് സബരി അയച്ചെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇവിടെ നമുക്കറിയാം 2 ഇലക്ട്രോൺസ് ഒരേ ഷെല്ലിലുണ്ടെങ്കിൽ അവരുടെ സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഉണ്ടാവാൻ പറ്റുക. ആ 2 പേരുടെയും സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസിൻ്റെ വാല്യൂ ഒന്നുകിൽ പ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ആവും. രണ്ടും വ്യത്യസ്തമായിരിക്കും എന്ന് പറയാം. n=3, l=0, m=0, s=+1/2 എന്ന് പറയുന്ന ഒറ്റ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. 2 ഇലക്ട്രോണിന് ഇതേ സെയിം നമ്പർ വരാനുള്ള ഒരു സാധ്യതയും ഇല്ല. n=3 അതിൽ s ഓർബിറ്റിൽ, അതിൽ m0, അതിൽ s1/2 എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ s വാല്യൂ -1/2 ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞ രണ്ടാൾക്ക് ഒരിക്കലും സെയിം ആവില്ല എന്നുള്ളതാണ് പോളി പറയുന്നത്. നോട്ട് 2 ഇലക്ട്രോൺസ് വിൽ ഹാവ് സെയിം സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. അതായത് ക്വാണ്ടം നമ്പേഴ്സ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കില്ല. സ്റ്റേറ്റ്സ് ദാറ്റ് നോ 2 ഇലക്ട്രോൺസ് വിൽ ഹാവ് സെയിം സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഓർ electrons in the same subshell will have opposite spin. അഥവാ ഒരേ സബ്ഷെല്ലിൽ 2 ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ സ്പിൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരാൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഓക്കെയാണ്. ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഏതാടാ 10th ആക്ഷൻ? ഏതാണ് ഒന്നും കൂടി പറയേണ്ടത്? ഏത് ഭാഗമാണ്? ഈ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ കോൺസെപ്റ്റ് ആണോ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണോ? ഏതാ ഒന്നും കൂടി പറയേണ്ടതെന്ന് പറഞ്ഞു തരുമോ? Come on. ടെൻത്ത് ആക്ഷൻ വളരെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു തരി, എന്താണ് ഒന്നും കൂടി പറയേണ്ടതെന്നുള്ളത്. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. സർ മാത്സ് ഒന്ന് വേഗം സെറ്റാക്കി തരുമോ? ട്രസ്റ്റ് ഇൻ ടാർഗറ്റ്. മാത്സ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഡോണ്ട് വറി. എടോ ഈ 10th ആക്ഷൻ ഏത് ഭാഗമാണ് ഒന്നും കൂടി പറയേണ്ടത്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണോ ക്വാണ്ടം നമ്പേഴ്സ് ആണോ? പ്ലീസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് വരെ ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. റിസൾട്ട്സ് ഓഫ് റൂതർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് വർ ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്. Write the observation of Rutherford's alpha ray scattering experiment which leads to the conclusion that most of the space in an atom is empty. റൂതർഫോർഡ്സ് ആൽഫ റേ എക്സ്പെരിമെൻറ്റ് മൊത്തം പറയാനല്ല അവർ പറഞ്ഞത്. അതിൽ എന്ത് കണ്ടപ്പോഴാണ് അയാൾ തീരുമാനിച്ചത് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി എന്ന് എന്ത് കണ്ടപ്പോഴാണ് അയാൾ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ടാണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ. അവർ നേരെ അങ്ങ് പാസ് ചെയ്ത് പോവാണ്. അതുകൊണ്ടാണ് അയാൾ തീരുമാനിച്ചത് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഈസ് എംപ്റ്റി ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. യാതൊരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെ അങ്ങ് പോയതുകൊണ്ടാണ് അയാൾ തീരുമാനിച്ചത് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. മെൻഷൻ എനി വൺ ഡ്രോബാക്ക് ഓഫ് റൂതർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. 2 ഡ്രോബാക്സ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം.
ഒരു ആറ്റം എങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നത്, എനർജിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഇയാൾക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് എൻ ആറ്റം എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രോബാക്ക്. സ്റ്റെബിലിറ്റിനെ പറ്റി യാതൊരു കാര്യവും അയാൾക്ക് പറയാൻ പറ്റില്ല. അയാൾ ജസ്റ്റ് ന്യൂക്ലിയസ് അവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, വളരെ സ്മോൾ സ്പേസ് ആണ് കമ്പയർ ടു ദി സ്പേസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ വളരെ വലിയ സ്പേസിൽ ചെറിയൊരു സ്പേസ് മാത്രമാണ് ന്യൂക്ലിയസ് ഉള്ളത്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി. അയാൾ പറഞ്ഞ കാര്യങ്ങളിലൊന്നും സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യങ്ങൾ അയാൾക്ക് പറയാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലൈൻ സ്പെക്ട്രത്തിനെ പറ്റി അയാൾക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ലൈൻ സ്പെക്ട്രം. ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. ലൈൻ സ്പെക്ട്രം ഏതായാലും 2 പോയിന്റ് ഉള്ള സ്ഥിതിക്ക് 2 പോയിന്റ് അങ്ങ് മെൻഷൻ ചെയ്തു. ദീസ് ആർ ദി ഡ്രോബാക്സ് ഓഫ് റൂത്തർഫോർഡ്സ് മോഡൽ ഓഫ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആൻ ആറ്റം. Heisenberg's uncertainty principle rules out the existence of definite paths for electrons and other similar particles. State Heisenberg's uncertainty principle. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫോളോ ദിസ് ലിങ്ക് ഫോർ +2 മാരത്തോൺ 6:30 PM +2 മാത്സ്. സുഹൃത്തുക്കളെ, മാത്സിന് വേണ്ടി ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അവിടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ ഓടിച്ചെന്ന് ജോയിൻ ചെയ്യൂ. കമോൺ. സർ, എൻ്റെ നെയിം ശബരി അല്ല, എൻ്റെ ബ്രദറിൻ്റെ ഐഡിയ ആണ്. മൈ നെയിം ഈസ് അമ്മു. ഓക്കെ അമ്മു, വെരി ഗുഡ്. ഗുഡ് ടു നോ. ഏതായാലും അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തന്നെ ആ ലിങ്ക് ജോയിൻ ചെയ്തിട്ട് ആവശ്യമുള്ള +2 സ്റ്റുഡൻസ് എല്ലാവരും ആ ലിങ്ക് ജോയിൻ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മാത്സ് ക്ലാസ് ആണ് നടക്കുന്നത്. ഏതായാലും ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഹൈസൻബർഗ്സ് അൺസർട്ടൈൻറ്റി പ്രിൻസിപ്പിൾ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള കാര്യമാണ്. ഇതിൽ പറയുന്നത് ഒരാളുടെ ഒരു മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിൾ, വളരെ ചെറിയൊരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ എന്തോ ആയിക്കോട്ടെ, വളരെ സ്മോൾ ആയിട്ടുള്ളൊരു പാർട്ടിക്കിളുടെ എക്സാക്റ്റ് പൊസിഷനും എക്സാക്റ്റ് മൊമെൻറ്റവും കാൽക്കുലേറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കാൽക്കുലേറ്റ് ബോത്ത് ദി പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ. അപ്പോൾ അത് അൺസർട്ടൈനിറ്റിയാണ്. നമ്മൾ പൊസിഷൻ കൃത്യമായിട്ട് അളന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ മൊമെൻറ്റം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. ലിങ്ക് ഓപ്പൺ ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാവില്ലല്ലേ? ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ വലിയ പ്രസക്തിയില്ല. കാരണം ലിങ്ക് ഓപ്പൺ ചെയ്ത ആൾക്കാർ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ആരോടെ ഞാൻ ചോദിക്കുന്നത്? ഏതായാലും ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് it is impossible to calculate both the position and momentum of a microscopic moving particle. Moving particle like an electron with complete accuracy. അപ്പോൾ ഹൈസൻബർഗ്സ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് നിങ്ങൾക്കൊരു ഇലക്ട്രോണോ ഒരു പ്രോട്ടോണോ എന്തെങ്കിലും മൂവിങ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളുടെ കൃത്യമായിട്ടുള്ള പൊസിഷനും കൃത്യമായിട്ടുള്ള വെലോസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തേ പറ്റുള്ളൂ? കൃത്യമായിട്ടുള്ള പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ അപ്രോക്സിമേറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. കൃത്യമായിട്ടുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ അപ്രോക്സിമേറ്റ് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ട് സാർ? ഓക്കെ. അങ്ങനെയെങ്കിൽ ദി എറർ ഇൻ പൊസിഷൻ, അതിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുന്നത്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നുള്ളതിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ഡെൽറ്റ എക്സ് ഈ റിയൽ വാല്യൂ ആയിട്ടുള്ള ചേഞ്ച് അഥവാ എററാണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ബി പി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/2π. h/2π അല്ല, h/4π, സോറി.
അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്ന് പറഞ്ഞാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. അതായത് എച്ചിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. എച്ചിൻ്റെ വാല്യൂ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നാരെങ്കിലും ടൈപ്പ് ചെയ്ത് അയച്ചേ. കമോൺ. എച്ച് ഇസ് ഈക്വൽ ടു സംബഡി, എനിബഡി? ഇത് കാത്തുന്ന ശരിയാവില്ല. 6.626 ഇൻറ്റു 10⁻⁻31 joules second. This is the value of H. ആരും ടൈപ്പ് ചെയ്ത് അയച്ചിട്ടില്ലല്ലോ. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഓക്കെ, ഏതായാലും ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈക്വൽ ടു ഈ ഒരു ചെറിയൊരു വാല്യൂ ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലുള്ള എറർ ആ ഒരു വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. രണ്ടും കൂടിയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും ഒന്നിലെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എറർ ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. കാൽക്കുലേറ്റ് ദി അൺസർട്ടൈനിറ്റി ഇൻ ദി വെലോസിറ്റി ഓഫ് എ ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് 130 gram ഇഫ് ദി അൺസർട്ടൈനിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ ഇസ് ഓഫ് ദി ഓർഡർ 1.2 ആങ്സ്ട്രോം. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ അറിയാലോ. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ? 1 ആങ്സ്ട്രോം, കമോൺ, 10⁻⁻10 ആണ് എന്നറിയാവോ? 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. എങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്താ? ഡെൽറ്റ എക്സ് ഓർ uncertainty in its position is 1.2 ആങ്സ്ട്രോം അഥവാ 1.2 ഇൻറ്റു 10⁻⁻10. ഈ മൊമെൻറ്റം എന്ന് പറയുന്നത് പി ആയിട്ട് എഴുതുമെങ്കിൽ മൊമെൻറ്റം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് ഇൻറ്റു വെലോസിറ്റി. ഫിസിക്സ് മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ മൊമെൻറ്റം. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പിക്ക് പകരം എനിക്ക് എന്താ എഴുതാം? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമ്മൾ ഗ്രേറ്റർ ദാനിന് പകരം ഈക്വൽ ആയിട്ടുള്ള കണ്ടീഷൻ എടുത്താലേ നമുക്ക് അൺസർട്ടൈനിറ്റി ഇൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി, ഡെൽറ്റ പി അല്ല ഡെൽറ്റ വി ആണ് അവിടെ വരിക. ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഇവിടെ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ഈക്വൽ ടു എച്ച് ബൈ 4π. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 1.2 ഇൻറ്റു 10⁻⁻10 1.2 ഇൻറ്റു 10⁻⁻10 ഇൻറ്റു മാസ് എത്ര തന്നിരിക്കുന്നത്? 130 gram ഇൻറ്റു വെലോസിറ്റി ഡെൽറ്റ വി, അൺസർട്ടൈനിറ്റി ഇൻ വെലോസിറ്റി. എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 divided by 4π, 4 into 3.14. അങ്ങനെ നമുക്ക് ഡെൽറ്റ വിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നിങ്ങളുടെ കയ്യിലൊക്കെ കാൽക്കുലേറ്റർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. കാൽക്കുലേറ്റർ ഉള്ള ആളുകളൊക്കെ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. 3.38 ഇൻറ്റു 10⁻⁻24 വാല്യൂ എന്തായിരിക്കും? യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതായിരിക്കും അൺസർട്ടൈനിറ്റി ഇൻ വെലോസിറ്റി. അൺസർട്ടൈനിറ്റി ഇൻ വെലോസിറ്റി ചോദിച്ചിട്ട് അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ തന്നിട്ട് അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ ചോദിക്കാം. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്തിലേക്കാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്? എച്ച് ബൈ 4π 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 3.14. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാണ്. റെപ്പിറ്റേഷൻ ആയി പോയിട്ടുണ്ട്, സോറി. അപ്പോൾ അതോടുകൂടി ഒരു ചെറിയ ക്വസ്റ്റിന് ഇതിൽ വരാതെ പോയിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇതിൽ മിസ്സിംഗ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതിന് പകരമായിട്ട് ഞാനിവിടെ എഴുതാൻ പോവാണ്.
in order to specify an electron which are the quantum numbers required. And what are their possible values? And what are their possible values? ഈ ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്, മിസ്സായി പോയിട്ടുണ്ട്. അർജന്റീന പൊട്ടുമോ? അമിൽ ഇന്ന് അർജന്റീന പൊട്ടുമോ? ഇതൊക്കെയാണോ ഇപ്പോൾ വിഷയം? ഒരു സബ് ക്വസ്റ്റനും കൂടി ഉണ്ട്. റെപ്രസെൻറ്റ് ദി ഓർബിറ്റൽ വിത്ത് ദി ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്. റെപ്രസെൻറ്റ് ദി ഓർബിറ്റൽ with the following quantum numbers. n equal to 4, l equal to 0. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു നമ്പറിനെ, ഒരു ഇലക്ട്രോണിനെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആദ്യത്തെ ക്വാണ്ടം നമ്പർ എല്ലിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ്. ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതാണ് നമ്മൾ ക്വാണ്ടം നമ്പർ, അതിനെയാണ് നമ്മൾ എൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതിനാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ എൻ എന്നാണ് വിളിക്കുക. അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ എൽ എന്ന് വിളിക്കും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ എം എന്ന് വിളിക്കും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അതാണ് എം. പിന്നെ അവസാനം സ്പിൻ ക്വാണ്ടം നമ്പർ, അതിനാണ് നമ്മൾ എസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 4 ക്വാണ്ടം നമ്പേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെപ്രസെൻറ്റ് ദി ഓർബിറ്റൽ വിത്ത് n equal to 4, l equal to 0. n equal to 4, l equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n equal to 4 അപ്പോൾ ഓർബിറ്റിൽ ഫോർത്ത് ഓർബിറ്റിലാണ്. l equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഓർബിറ്റിലാണ്. അപ്പോൾ n equal to 4, l equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർബിറ്റൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് 4s ഓർബിറ്റൽ. ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ചോട്ടെ. ഷാൽ ഐ കണ്ടിന്യൂ? മുന്നോട്ട് നീങ്ങട്ടെ. ഏതായാലും നിസ്കരിക്കാനൊക്കെ സമയം അതിക്രമിച്ചു പോയി. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് ബ്രേക്ക് എടുക്കും. നിസ്കരിക്കാനുള്ളവർ നിസ്കരിക്കാം, വിശ്രമിക്കാനുള്ളവർക്ക് വിശ്രമിക്കാം. ഇതേ ലിങ്കിൽ തന്നെ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ഒരു 10-15 മിനിറ്റിന് ശേഷം ക്ലാസ് തുടരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.
ഹലോ വൈഷ്ണവ്, യെസ്, സ്റ്റാർട്ടായി. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നതായിരിക്കും. കാണുന്നുണ്ടോ? ഹലോ ഹായ് വൈഷ്ണവ്. എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. വീഡിയോ ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? യെസ്. ഷാൽ വി ബിഗിൻ? ഹായ് നിവേദ്യ, ഹൗ ആർ യു? മഴക്കാറാണോ എന്താണ്? റെയിൻബോ ഒക്കെ ഉണ്ടല്ലോ, കൊള്ളാമല്ലോ പരിപാടി. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. Classification of elements and periodic properties. In the modern periodic table, elements in a given group have similar chemical properties. Give reason. എന്താണ് reason? Hydrogen, okay. Hydrogen, helium, lithium, beryllium, boron, carbon, nitrogen, oxygen, fluorine, neon, sodium, magnesium, aluminum, silicon, phosphorus, sulfur, chlorine, argon, potassium, അങ്ങനെ പോകുന്നു. എന്തായാലും ഈ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഉള്ള എലിമെൻസും വരാൻ പോകുന്ന എലിമെൻസിനും എല്ലാവരുടെയും പ്രത്യേകത എന്താ? എല്ലാവരുടെയും നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ ഷെൽ ഈക്വൽ ആയിരിക്കും. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ എന്താ? 1s1. ലിത്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s2 2s1. സോഡിയത്തിൻ്റെയോ 1s2 2s2 2p6 3s1. അപ്പോൾ ഓരോന്നിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 1s1 2s1 3s1, അടുത്തെന്താ വരാൻ പോണത്? 4s1. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഔട്ടർ ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. ആ കാരണം കൊണ്ടാണ് അവർക്ക് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നത്. സോ വാട്ട് ഈസ് ദ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിലും നമുക്ക് ഇതുപോലെ എഴുതി നോക്കുമ്പോൾ എല്ലാവർക്കും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും വാലൻസ് ഷെല്ലിൽ ഉണ്ടാവുക. സോ വാട്ട് ഈസ് ദ റീസൺ? all elements in the same group, all elements in each group have same number of valence electrons. ആ ഒരു കാരണം കൊണ്ടാണ് ഇവരെല്ലാവരും ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ഹാവ് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ ഫോർ എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നൊരു ചോദ്യമാണ്. ഇത് മോഡേൺ പീരിയോഡിക് ടേബിൾ in a given element given group have similar physical properties. Give reason. Reason is all elements in each group have same number of valence electrons. Among N3 minus O2 minus F minus Na plus and Al3 plus, which has the smallest size? ഇതൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് വളരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ N3 മൈനസ് എന്ന് പറയുമ്പോൾ നൈട്രോജനിൽ ആക്ച്വലി എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? നൈട്രോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോൺഫിഗറേഷനാണ് കാണിക്കുക? 1s2 2s2 2p3. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 7 ആണ്. പക്ഷേ N3 മൈനസ് എന്ന് പറയുമ്പോൾ 7 ഇലക്ട്രോൺസ് ആണ് നൈട്രോജൻ ഉള്ളതെങ്കിലും N3 മൈനസ് എന്ന് പറയുമ്പോൾ എന്തായി?
3 നെഗറ്റീവ് ചാർജ് കൂടി എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസ് കൂടി എന്നല്ല മീനിങ്, ഇലക്ട്രോൺസ് കുറയല്ലല്ലോ. ക്ലിയർ ആണ് സാർ? സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ ഫൈൻ. നേരത്തെ ചാറ്റാണല്ലേ സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, 3 നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസ് എക്സ്ട്രാ ആയിട്ട് വന്നു. 3 എക്സ്ട്രാ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആയി. വാട്ട് അബൌട്ട് ഓക്സിജൻ? ഓക്സിജന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്, ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആണ്. 8 ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. 1s2 2s2 2p4. അപ്പോൾ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ O2 മൈനസിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? O2 മൈനസിനും 10 ഇലക്ട്രോൺസ് തന്നെയാണ്. വാട്ട് അബൌട്ട് എഫ് മൈനസ്? എഫിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ എഫ് മൈനസ് എന്ന് പറയുമ്പോൾ അതും 10 ഇലക്ട്രോൺസ്. സുഹൃത്തുക്കളെ, പിന്നെ ഞാൻ Al3+ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? Al3+ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക? അതിലും 10 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. Al എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഇലക്ട്രോൺസ് ഉള്ള അലുമിനിയം, അതിൽ 3 ഇലക്ട്രോൺസ് പോയാലാണ് Al3+ ആവുന്നത്. അപ്പോൾ Al3+ലുള്ളതും 10 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ആളുകളെല്ലാം കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവരിലൊക്കെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ദീസ് ആർ കോൾഡ് ആസ്, വിളിക്കുന്ന പേരാരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന അയോൺസ് അല്ലെങ്കിൽ അയോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? These are called as, come on, please type and tell me the answer. Anybody? ആർക്കൊന്നും പറയാനില്ല? ആരൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാനങ്ങ് പറയാൻ പോവാണ്. ദീസ് ആർ കോൾഡ് ആസ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ട് ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എന്നുള്ള മീനിങ് ആണ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ എന്ന മീനിങ്. ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇത്തരം ആളുകളിൽ നമ്മൾ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ചാർജ് ഓഫ് ദി ന്യൂക്ലിയസ് വിത്ത് റെസ്പെക്ട് ടു കമ്പയർ ടു ദി ചാർജ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പം നമ്മുടെ ഈ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ആണ് ഈ ഇലക്ട്രോൺസിനെ കൂട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ആ ഓർബിറ്റലിൽ കറക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഈ ന്യൂക്ലിയസ് ഉണ്ടെങ്കിലേ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്തിട്ട് ആ ഒരു ഓർബിറ്റലിൽ കറക്കിക്കൊണ്ടിറക്കാൻ പറ്റുള്ളൂ. ആയതിനാൽ ഈ ന്യൂക്ലിയസിൻ്റെ ചാർജും ഇലക്ട്രോൺസിൻ്റെ ചാർജും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സൈസ് മനസ്സിലാക്കുന്നത്. ആ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് വിളിക്കുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ ആണെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് 0 എന്ന് പറയും. അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ്, അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ്. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇതിൽ നെഗറ്റീവാണ് കൂടുതലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിൽ ചേഞ്ച് ഇല്ല. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ എല്ലാവരെയും കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ഒരേ സ്പീഷി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ന്യൂക്ലിയസിൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടാവും, അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രോൺസിനെ കൂട്ടിപ്പിടിക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൂട്ടിപ്പിടിക്കാനുള്ള ശേഷി കുറയും. പോസിറ്റീവ് ചാർജ് കൂടിയാൽ കൂട്ടിപ്പിടിക്കാനുള്ള ശേഷി കൂടും. നെഗറ്റീവ് ചാർജ് കൂടിയാലോ കൂട്ടിപ്പിടിക്കാനുള്ള ശേഷി കുറയും. അപ്പോൾ സ്മോളസ്റ്റ് സൈസ് ചോദിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സ്മോളസ്റ്റ്, ഇത് മോർ പോസിറ്റീവ് ആയാൽ സ്മോളർ സൈസ്. എന്താ കാരണം? ഈ പ്രോട്ടോൺസിന് ഇലക്ട്രോൺസിനെ കൂട്ടിപ്പിടിക്കാനുള്ള ശേഷി കൂടി. കാരണം കൂടുതൽ പോസിറ്റീവ് ചാർജാണുള്ള നെഗറ്റീവിനേക്കാളും. ഇലക്ട്രോൺസ് പോയത് കൊണ്ട് കുറഞ്ഞത് കൊണ്ട് ഉള്ള ആളുകളെ കൂട്ടിപ്പിടിക്കാനുള്ള ശേഷി കൂടി. അപ്പോൾ മോർ പോസിറ്റീവ് ആകുമ്പോൾ സ്മോളർ സൈസ്, മോർ നെഗറ്റീവ് ആകുമ്പോഴോ മോർ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ
ലാർജർ സൈസ് ആണ്. എന്താണ് ലാർജർ സൈസ് ആവാൻ കാരണം? അവിടെ കുറച്ച് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്, പക്ഷേ ഇലക്ട്രോൺസ് കൂടുതലാണ്. ഇലക്ട്രോൺസ് കൂടുതലായതുകൊണ്ട് ലാർജർ സൈസ് ആയിരിക്കും. കാരണം അവരെ കൂട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, അവരൊക്കെ കുറച്ചും കൂടി വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്മോളർ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ മോസ്റ്റ് പോസിറ്റീവ് ചാർജ് ആരാ? Al3+. Therefore the answer is Al3+. Which has the smallest size? Al3+ has the smallest size. Select isoelectronic species from the following. Similar type question ആണ്. isoelectronic speciesനെ കണ്ടുപിടിക്കുക. ഓക്സിജൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 8 ഇലക്ട്രോൺസ് ആണ്. therefore O- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇലക്ട്രോൺസ് ആയിരിക്കും. ഫ്ലൂറിൻ്റെത് 9 ഇലക്ട്രോൺസ്. F- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസ്. Na+ Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 11 ഇലക്ട്രോൺസ്. Na+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 10 ഇലക്ട്രോൺസ്. വാട്ട് അബൌട്ട് Mg? Mg ഹാസ് 12 ഇലക്ട്രോൺസ്. ഒന്ന് പോയി കഴിഞ്ഞാൽ Mg+ ആവും, ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ 11 ഇലക്ട്രോൺസ്. ഇവിടെ 9, 10, 10, 11. അതിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസ് ഉള്ള Na+ഉം F- ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്സിജൻ O- അയോണിന് 9 ഇലക്ട്രോൺസും Mg+ അയോണിന് 11 ഇലക്ട്രോൺസും ആണ്. യെസ് എന്ന് IMA വേൾഡ് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഓക്കെ അല്ലേ? ആരൊക്കെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? F- ആൻഡ് Na+. ഈ രണ്ട് പേരുമാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആയിട്ട് നമ്മുടെ ഈ എക്സാമ്പിളിലുള്ളത്. ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ? ഐ ഹോപ്പ് നോട്ട്. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ ഈ വാക്കിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചിന് എൻതാൽപ്പിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇറ്റ് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് which occurs when one electron is added to a species. ഒരു സ്പീഷീസിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെട്ടാൽ ഉണ്ടാവുന്ന എൻതാൽപ്പിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുക. എൻതാൽപ്പി എന്താണെന്നൊക്കെ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഡോണ്ട് വറി. ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് വിച്ച് ഓക്കേഴ്സ് വെൻ വൺ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു എ സ്പീഷീസ്. ഒരു സ്പീഷീസിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ ഉണ്ടാവുന്ന ഗെയിൻ, അല്ലെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ ഗെയിൻ കാരണം ഉണ്ടാകുന്ന എൻതാൽപ്പിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഇൻ ദി പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ബ്ലോക്സ്. എക്സ്പ്ലെയിൻ എനി 2 ബ്ലോക്സ്. ഏതെങ്കിലും 2 ബ്ലോക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 2 ബ്ലോക്സ് എസ് ബ്ലോക്കും പി ബ്ലോക്കുമാണ്. എസ് ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താ? ആ ബ്ലോക്കിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും, ഹൈഡ്രജൻ എടുത്താൽ 1s1, ഹീലിയം കഴിഞ്ഞിട്ട് നമ്മൾ ലിത്യം ബെരീലിയം നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ 2s1ഉം 2s2 ആണുള്ളത്. പിന്നെ അടുത്ത സോഡിയം നോക്കുകയാണെങ്കിൽ 3s1, മഗ്നീഷ്യം നോക്കുകയാണെങ്കിൽ 3s2. അങ്ങനെ എല്ലാ എസ് ബ്ലോക്ക് എലിമെൻറ്റ്സ് എടുത്ത് നോക്കിയാലും അതിലുള്ള ഫൈനൽ ഇലക്ട്രോൺ ഒന്നുകിൽ 1s1 അല്ലെങ്കിൽ 2s1 അല്ലെങ്കിൽ 3s1 അല്ലെങ്കിൽ 1s2, 2s2, 3s2, 4s2 അങ്ങനെയായിരിക്കും. അതായത് ഫൈനൽ ഇലക്ട്രോൺ, വാലൻസ് ഇലക്ട്രോൺ വിൽ ബി ഇൻ ദി എസ് ബ്ലോക്ക്. അപ്പോൾ എസ് ബ്ലോക്ക് എലിമെൻസിൻ്റെ പ്രത്യേകത എന്താ? എസ് ഓർബിറ്റൽ. എസ് ബ്ലോക്ക് എലിമെൻസിൻ്റെ പ്രത്യേകത എന്താ? വാലൻസ് ഇലക്ട്രോൺ will occupy s orbital. ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ ഇവരെ കാണുന്നത്? These are found in groups 1 to 2. 1 to 2 ഗ്രൂപ്പ്സിലാണ് നമ്മൾ ഇവരെ കാണുന്നത്. പോരാത്തതിന് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി
NS1 to 2 NS1 അല്ലെങ്കിൽ NS2 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആയിരിക്കും കാണിക്കുക. NS1 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ NS1 അല്ലെങ്കിൽ NS2. ഇനി പി ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് പി ബ്ലോക്കിലുള്ള എലമെൻറ്റ്സ് ഏത് ഗ്രൂപ്പിലാടാ കാണുന്നത്? യെസ്, നോ. മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്, ഡൗട്ടില്ല എന്നുള്ളത് നോ എന്ന് പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ വേറൊന്നും വരാൻ സാധ്യത ഇല്ല. കം ഓൺ. അപ്പോൾ പി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ബ്ലോക്കിലുള്ള എലമെൻറ്റ്സ് ഏത് ഗ്രൂപ്പിലാണ് വരാൻ പോണത്? ഫസ്റ്റ് ഓഫ് ഓൾ വാലൻസ് ഇലക്ട്രോൺ എവിടെ ഉണ്ടാവുക? ചിന്തിച്ച് നോക്കിയാൽ മതി. വാലൻസ് ഇലക്ട്രോൺ വിൽ ഓക്യുപ്പൈ പി ഓർബിറ്റൽ. വാലൻസ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലാണ്? പി ഓർബിറ്റൽ. ഏത് ഗ്രൂപ്പുകളിലാണ് നമ്മൾ ഇതുവരെ കാണുന്നത്? ദീസ് എലമെൻറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ഗ്രൂപ്പ്സ് 13 to 18. 13 to 18 ആണ് നമ്മൾ കാണുന്നത്. ദീസ് ആർ ഫൗണ്ട്. പീരിയോഡിക് ടേബിൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ദീസ് ആർ ഫൗണ്ട് ഇൻ ഗ്രൂപ്പ്സ് 13 to 18. ഓക്കെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഒന്നുകിൽ 2p1 2p2 2p3 2p4 2p5 2p6 അല്ലെങ്കിൽ 3p1 3p2 3p4 3p5 3p6 അങ്ങനെ 4 5 ഏതൊക്കെ ആയിക്കോട്ടെ, അവസാനത്തെ ഇലക്ട്രോൺ എപ്പോഴും പിയിലായിരിക്കും ഉണ്ടാവുക. വാലൻസ് ഇലക്ട്രോൺ ഇസ് NP1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. അപ്പോൾ NP1 to 6, NP1 മുതൽ NP6 വരെയുള്ള കോൺഫിഗറേഷൻ കാണാം. ഇത് നമുക്കറിയാവുന്ന, ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 2 ബ്ലോക്സിനെ പറ്റി സംസാരിച്ചു. 4 പറയേണ്ടതില്ല. Account for the observation that cations are always smaller than the parent atom while anions are always larger than the parent atom. This is due to effective nuclear charge. Effective nuclear charge. നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടിയാൽ ആ പോസിറ്റീവ് ചാർജ് കൊണ്ട് അവരെ നമുക്ക് ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചറുണ്ട്, ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് ഉൾക്കൊള്ളിക്കാം, അവിടെ നിർത്താൻ പറ്റും. 2 ആയാൽ ആ 2 പേരും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 3 ആവുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ട്. 4 5 എന്ന് പറഞ്ഞിട്ട് എണ്ണം കൂടുന്നതിനനുസരിച്ച് 60 ആളുള്ള ക്ലാസ് റൂമിൽ ഓരോരുത്തരെ കൺട്രോൾ ചെയ്യാൻ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൽ ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ ഈ ചുറ്റുമുള്ള എല്ലാ ഇലക്ട്രോൺസിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ചാർജാണ് നമ്മുടെ കയ്യിലുള്ളത്. പോസിറ്റീവ് ചാർജ് ഒരു ഫിക്സഡ് എമൗണ്ടും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവരൊക്കെ തെറിച്ചു പോവുകയല്ല, ആക്ച്വലി അവരൊക്കെ കുറച്ചും കൂടിയും സൈസ് കൂടുകയാണ് ചെയ്യുക. കാരണം അവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ശേഷി കുറഞ്ഞു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു. ആയതിനാൽ ദിസ് ഈസ് ഡ്യൂ ടു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഈ കാറ്റയോൺസ്, ആനയോൺസിൻ്റെ കേസിൽ ആനയോൺസ് വിൽ ഹാവ് ലെസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. And electrons will be less attracted. Therefore size increases. Cation's കേസിലോ, cations will have പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞു. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുകയല്ല, അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് പോവുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് പോയത് കൊണ്ട് കമ്പാരിറ്റീവ്ലി പ്രോട്ടോൺസ് കൂടുതലായിരിക്കും. നിവേദ്യ അവിടെ പറഞ്ഞിരുന്നില്ലേ 13 to 18 NS2 NP1 to 6. NS2 എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയൂല. നമ്മൾ അവസാനത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആ അവസാനത്തെ ഇലക്ട്രോൺ എവിടെ എന്നുള്ളതാണ് കാണിക്കാറ്. NS2 ഈസ് കറക്റ്റ്, ബട്ട് നമ്മൾ അത് സാധാരണ പറയാറില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഏതായാലും സൈസ് ഇൻക്രീസസ് എന്നുള്ളത് ആനയോൺസിൻ്റെ കേസിലാണ്. കാറ്റയോൺസ് വിൽ ഹാവ് മോർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എന്തുകൊണ്ടാണ്? അവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞു, പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിൽ ചേഞ്ച് ഇല്ല. അപ്പം മോർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് വിൽ ബി മോർ അട്രാക്റ്റഡ്
Electrons will be more attracted. കൂടുതൽ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അടുത്ത് വരികയും സൈസ് കുറയുകയും ചെയ്യും. Therefore size decreases. Okay, so this is the reason why cations are smaller than parent atom while anions are larger than the parent atom. Okay, next we are moving on to chemical bonding and molecular structure. Periodic classification ഉള്ള പ്രത്യേകത എന്നാണ് ഓൾറെഡി വളരെ ചെറിയ ചാപ്റ്റർ ആയിരുന്നു. അത് വീണ്ടും വെട്ടിച്ചുരുക്കിയതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ആയതിനാൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ ഈത്തേൻ. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നിവേദ്യ പ്ലേസ് അവിടെ ഡ്യൂഡ് നിവേദ്യൻ്റെ പ്ലേസൊക്കെ എന്താടാ? എവിടെയോ കണ്ടുപരിചയമുള്ള മുഖം പോലെ തോന്നുന്നുണ്ടോ? ഡ്യൂഡ് പ്ലീസ് ഫോക്കസ് ഓൺ ഈത്തീൻ. ഈത്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈത്തീൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ, C2H4 എന്നാണ് അതിൻ്റെ ഫോർമുല. അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഓൾറെഡി ചെറിയൊരു ഐഡിയ ഉണ്ടാവും. C2H4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്ട്രക്ചറാ? ഡബിൾ ബോണ്ടുള്ള കാർബൺ എന്നിട്ട് ഈ 2 ഹൈഡ്രജൻ ഓരോ കാർബണിന് ചുറ്റും ഉണ്ടാവും. അതെ ഡ്യൂഡ് അംഗീകരിക്കുന്നു. ഓക്കെ സുഹൃത്തുക്കളെ, ഇത്തരം ഒരു സാഹചര്യത്തിൽ കാർബണിൻ്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p2 ആയിരുന്നു. എന്നാൽ ഇതിലെ സ്ട്രക്ചർ വരച്ച് നോക്കുമ്പോൾ ആദ്യം 1s അതിൽ 2 എണ്ണം, പിന്നെ 2s അതിൽ 2 എണ്ണം, പിന്നെ 2p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓർബിറ്റൽസ്, അതിൽ 2p1 2p2. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ കാർബണിൻ്റെ ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യപ്പെട്ടിട്ട് ഇത് നോർമൽ കൺഫിഗറേഷൻ. ഇതിൽ കാർബണിൻ്റെ 2s2ലുള്ള 2 ഇലക്ട്രോൺസിൽ നിന്നും ഒരു ഇലക്ട്രോൺ ചാടിയിട്ട് ഈ 2p ഓർബിറ്റലിലേക്ക് ചാടിപ്പോകും. എന്നിട്ട് എന്താ ഉണ്ടാവുക? 2p1 2p2 2p3 ആയിട്ട് മാറും. എന്നിട്ട് ഈ ഒരു s ഓർബിറ്റലും ഈ 3 p ഓർബിറ്റലും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടൊരു ഹൈബ്രിഡൈസേഷൻ നടക്കും. പക്ഷേ ഈ ഹൈബ്രിഡൈസേഷൻ sp3 ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ കാർബണിൽ 3 ബോണ്ടേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരു സിംഗിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട്, 3 പേരുമായിട്ടാണ് ഷെയറിങ് നടക്കുന്നത്. ആയതിനാൽ അവസാനത്തെ ഒരു ഓർബിറ്റിൽ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പി ഓർബിറ്റിൽ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഉണ്ട്, ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഉണ്ട്. ഇവിടെ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ. ഈ ഒരു ഹൈബ്രിഡൈസേഷനെ നമ്മൾ sp3 ഹൈബ്രിഡൈസേഷൻ, sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. കാരണം ഒരു s ഓർബിറ്റിലും 2 p ഓർബിറ്റിലും തമ്മിലാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. മൂന്നാമത്തെ ആൾ ഈ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നില്ല എന്ന് എങ്ങനെ മനസ്സിലാവുന്നത്? കാരണം 3 പേരുമായിട്ടാണ് ഓരോ കാർബൺ ആറ്റം ബോണ്ടിങ് ഉണ്ടാക്കുന്നത്. ഒരു കാർബണും 2 ഹൈഡ്രജനും. ഓരോ കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഒരു കാർബണും 2 ഹൈഡ്രജനും തമ്മിലാണ് കോമ്പിനേഷൻ. പിന്നെ ഈ ഡബിൾ ബോണ്ട് എവിടുന്ന് വന്നു? ഓരോ കാർബണിലും ഇതുപോലെ ഒരു പി ഓർബിറ്റിൽ ഹൈബ്രിഡൈസ് ചെയ്യപ്പെടാതെ കാണും. അത്തരം ഒരു പി ഓർബിറ്റിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവും, ഒരു പൈ ബോണ്ട് ഉണ്ടാവും. അങ്ങനെ ഒരു ഡബിൾ ബോണ്ടാണ് ഉണ്ടാവുന്നത്. Therefore ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ ഈത്തീൻ എന്ന് പറയുന്നത് എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ. CH4ൻ്റെ കേസിൽ ഇങ്ങനെയല്ല വരുന്നത്. സിംഗിൾ ബോണ്ട് ആകുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് വഴിയെ കാണാം. ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കാണാം. CH4 സർ ഇക്വിലിബ്രിയം എടുക്കുമോ? യെസ് ഇക്വിലിബ്രിയം എടുക്കാം. ഇക്വിലിബ്രിയം എടുക്കാട്ടോ, ഡോണ്ട് വറി. ഇക്വിലിബ്രിയം എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇക്വിലിബ്രിയം. സബ്ജക്റ്റ് അല്ല, ചാപ്റ്റർ. അപ്പോൾ ഇക്വിലിബ്രിയം എടുക്കാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഡോണ്ട് വറി. അഭിഷേക് ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. സെയിം ബ്രോ.
ഗീവ് ദി ഷേപ്പ് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ്. NH4+. നൈട്രജന് ചുറ്റും ആക്ച്വലി എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? നൈട്രജന് ചുറ്റും 7 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്താ? വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് നൈട്രജൻ ഈസ് 5 ഇലക്ട്രോൺസ്. പക്ഷേ NH4+ എന്ന് പറയുമ്പോഴേക്കും നൈട്രജൻ ഇൻ NH4+ എന്ന് പറയുമ്പോഴേക്കും ഒരു ഇലക്ട്രോൺ പോയത് കൊണ്ട് അവിടെ എഫക്റ്റീവ്ലി 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 4 ഇലക്ട്രോൺസ് ഉള്ളൊരു സ്പീഷീസ് ഉണ്ടെങ്കിൽ അവരെന്ത് ഷേപ്പാണ് കാണിക്കാമെന്ന് നിങ്ങൾക്കറിയാം. പറയൂ, ഈ ഷേപ്പിൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞേരി. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഷേപ്പ്? NH4+ൻ്റെ ഷേപ്പിൻ്റെ നെയിം എന്താടാ? കം ഓൺ. ഹായ് ഹരി, ഹൗ ആർ യു? ഈ ഷേപ്പ് പറഞ്ഞോണ്ടാ. ഏയ് come on man. ഇല്ല, നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഓഡിയൻസ് അല്ല. എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം വിളിച്ച് പറയുന്ന ഒരു ഓഡിയൻസ് അല്ല എൻ്റെ മുന്നിലിരിക്കുന്നത്. ഈ ഷേപ്പിനെ വിളിക്കുന്ന പേര് ടെട്രാഹെഡ്രൽ ഷേപ്പ് എന്നാണ്. 108 ഡിഗ്രീസ് ആയിരിക്കും ഇവർ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ. അപ്പോൾ ഇതൊരു ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. എങ്കിൽ വാട്ട് അബൌട്ട് HgCl2? HgCl2ൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? Hg എന്ന മെർക്കുറി, ഒരു ക്ലോറിൻ. അപ്പോൾ ഇത്തരം ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ലീനിയർ ഷേപ്പ്. HgCl2 ലീനിയർ ഷേപ്പ്. ഹായ്, ഹലോ. ഹരി വീണ്ടും ഹലോ പറയുന്നു. ഹായ് എന്ന് പറഞ്ഞാൽ ഹരി വീണ്ടും ഹലോ എന്ന് പറയുന്നു. വെരി ഗുഡ്. ഡോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. 1/2 ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഈസ് കോൾഡ്. ഇതിൻ്റെ ഉത്തരം ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ഇതിൻ്റെ ഷോർട്ട് ഫോം ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഇങ്ങനൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1/2 × NB - NA. ഇതിനെ വിളിക്കുന്ന പേര് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? 1/2 of the difference between number of electrons in bonding and anti-bonding molecular orbitals is called. What is it called? എന്താണ് അതിൻ്റെ പേര്? ഇല്ല, ആർക്കൊന്നും പറയാനില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുന്നിൽ ഞാൻ തോറ്റു പോവുകയാണ്. നിങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലല്ലേ? ബോണ്ട് ഓർഡർ എന്നാണ് ഇതിനെ വിളിക്കുക. ബോണ്ട് ഓർഡർ BO = 1/2 × NB - NA. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. എന്താണ് ഇതിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. NB എന്താണ്, NA എന്താണെന്നൊക്കെ. ബോണ്ട് ഓർഡർ. നിവേദ്യ, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. നിവേദ്യ പറഞ്ഞു, പക്ഷേ ഞാൻ കാണുമ്പോഴേക്കും നിവേദ്യയുടെ കുറച്ച് സമയം കഴിഞ്ഞു പോയി. നിവേദ്യ നേരത്തെ പറഞ്ഞിരുന്നു. താങ്ക് യു നിവേദ്യ. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/2 × NB - NA. NB എന്താണ്, NA എന്താണെന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഇപ്പം ഞാൻ വെറുതെ പറഞ്ഞ് വഷളാക്കുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. A molecule of the type AB4E has 4 bond pair of electrons and 1 lone pair of electrons. Predict the most stable structure of this compound. ഒരു AB5 സ്ട്രക്ചർ ആയിരുന്നെങ്കിൽ AB5 സ്ട്രക്ചർ കാണിക്കുന്ന ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് AB5. 5 എന്നല്ല എഴുതേണ്ടത്, B എന്നാണ് എഴുതേണ്ടത്. AB5. ഇതാണ് സ്ട്രക്ചർ ഓഫ് AB5. ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന ഈ 3 ബോണ്ടുകൾ ഒരേ പ്ലെയിനിലായിരിക്കും. ഒരു പ്ലെയിനിൽ AB എന്ന് പറയുന്ന 3 ബോണ്ട് ഉണ്ടാവും. താഴെ ഒരു AB, മുകളിലേക്ക് ഒരു AB. അങ്ങനെയാണ് ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ വരുന്നത്. ഇത് ഒരേ പ്ലെയിനിലാണ്, ഇത് മുകളിലേക്ക്, ഇത് താഴേക്ക്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇനി ട്രയഗണൽ എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പായിട്ട് കണ്ടാൽ മതി. ട്രയഗണൽ. പക്ഷേ
രണ്ട് പ്ലെയിനിലായതുകൊണ്ട് ബൈ പിരമിഡൽ എന്ന് വിളിക്കും. ഡയഗണൽ ബൈ പിരമിഡൽ ഷേപ്പാണ് AB5 കാണിക്കുന്നത്. പക്ഷേ AB5 അല്ല നമ്മുടെ കയ്യിലുള്ളത്. എന്താ ഉള്ളത്? AB4E. AB4E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിയും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ടെങ്കിലാണ് നമ്മളതിനെ AB4E എന്ന് വിളിക്കുക. അപ്പോൾ AB4E എന്ന് പറഞ്ഞാൽ ഇതേ സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ അതിന്ന് ഒരു ബീനെ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം ട്രയാഗണൽ ബൈ പിരമിഡൽ. വെരി ഗുഡ് നിവേദ്യ, താങ്ക് യു ഫോർ ദാറ്റ് ആൻസർ. അപ്പോൾ ഒരു ബീനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ ആഡ് ചെയ്യുന്ന സമയത്ത് VSEPR തിയറി അഥവാ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഈ റിപ്പൾഷൻ ഏറ്റവും കുറവാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രി ആംഗിളുള്ള പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളാണ്. പക്ഷേ ഈ പ്ലെയിൻ്റെ അകത്തുള്ള ആൾക്കാർ 360 ഡിഗ്രിയിൽ 3 ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾസ് എല്ലാം 120 ഡിഗ്രി ആയിരിക്കും. ഓരോ പ്ലെയിനിലുള്ള ഓരോ ആംഗിൾസും 120 ഡിഗ്രി ആയിരിക്കും. പക്ഷേ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മുകളിലേക്കും താഴേക്കുള്ളത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കൂടുതൽ ആംഗിളുള്ള ആളെ റിമൂവ് ചെയ്താലാണ് നമുക്ക് ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ കുറയ്ക്കാൻ പറ്റുക. ഏതാണ് എപ്പോഴും റിമൂവ് ചെയ്യുക? ഏറ്റവും കൂടുതൽ ആംഗിൾ കുറയ്ക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ 90 ഡിഗ്രി ഉള്ള ആളെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം 120 ഡിഗ്രി ഉള്ള ആളാണ് റീപ്ലേസ് ചെയ്യുക. അവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരും. ബാക്കിയെല്ലാം ബി തന്നെ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റിപ്പൾഷൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ആറ്റത്തിന് റിമൂവ് ചെയ്ത ഇലക്ട്രോൺസ് കൊടുക്കുന്ന സമയത്ത് 120 ഡിഗ്രി ഉള്ള പ്ലെയിനിലുള്ള ആളുകളെ റിമൂവ് ചെയ്യാൻ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രമിക്കണം. ഈ ഒരു ഷേപ്പ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സീസോ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരു സീസോ പോലത്തെ ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് സീസോ സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ AB4Eൻ്റെ സ്ട്രക്ചർ എന്താ? സീസോ സ്ട്രക്ചർ. മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചറാണിത്. AB5 ആയിരുന്നെങ്കിൽ ട്രൈഗണൽ ബൈ പിരമിഡൽ. ഹായ് ഹുദ, ഹൗ ആർ യു? AB4E എന്ന് പറയുമ്പോഴേക്കും സീസോ സ്ട്രക്ചർ. ഫൈൻഡ് ദി ബോണ്ട് ഓർഡർ ഓഫ് H2 മോളിക്യൂൾ. H2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡറാണ് കണ്ടുപിടിക്കേണ്ടത്. H2 മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഔട്ടർ ഷെല്ലിലുള്ളത്? അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര? ഹൈഡ്രജൻ ആറ്റത്തിൽ 1 ഇലക്ട്രോൺ, H2 മോളിക്യൂളിൽ 2 ഇലക്ട്രോൺസ്. അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റിൽ എഴുതുകയാണെങ്കിൽ അതിലാദ്യം സിഗ്മ 2s ആണ് ഉണ്ടാവുക, സിഗ്മ 1s, എന്നിട്ട് സിഗ്മ സ്റ്റാർ 1s ഉണ്ടാവും. പക്ഷേ സിഗ്മ 1s 2 പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതുകൊണ്ട് മോളിക്കുലാർ ഓർബിറ്റിൽ എന്ന് പറഞ്ഞ സിഗ്മ 1s2 ആയിരിക്കും. ആയതിനാൽ നോൺ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ഇല്ല. എന്താണ് നോൺ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള 1s1 ഒരു ഹൈഡ്രജൻ്റെ, ഇവിടെയുള്ള 1s1 മറ്റൊരു ഹൈഡ്രജൻ്റെ, ഇവർ 2 പേരും തമ്മിലാണ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അതിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നത് 2 ഓർബിറ്റൽസ് ആണ്. ഒന്ന് സിഗ്മ 1s, പിന്നെ സിഗ്മ സ്റ്റാർ 1s. അപ്പോൾ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, ഇതിൽ ഇലക്ട്രോൺസ് 2 പേരും സിഗ്മ 1s തന്നെ ഓക്യുപ്പൈ ചെയ്യുന്നു. സിഗ്മ സ്റ്റാർ 1s അവിടെ ആരും ഓക്യുപ്പൈ ചെയ്യാൻ ബാക്കിയില്ലാത്തത് കൊണ്ട് ബോണ്ടിങ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ 1s ആയിരിക്കും. നോൺ ബോണ്ടിങ് പെയർ അല്ലെങ്കിൽ ആൻറ്റി ബോണ്ടിങ് പെയർ എന്ന് പറയുന്ന സിഗ്മ സ്റ്റാറിലുള്ള പെയറായിരിക്കും. സിഗ്മ 1s 2 പേരുണ്ട്, സിഗ്മ സ്റ്റാർ 1s ആരും തന്നെ ഇല്ല. അപ്പോൾ NB എന്ന് പറഞ്ഞ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ് പെയർ ആയിട്ടുള്ളത്? 2. എത്ര ഇലക്ട്രോൺസ് ആണ് ആൻറ്റി ബോണ്ടിങ് പെയർ ആയിട്ടുള്ളത്? 0. Therefore bond order is equal to half into NB minus NA എന്ന ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2, നോൺ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 0. ഹാഫ് ഇൻറ്റു 2 ഈസ് 1. അതായത് ഒരു സിംഗിൾ ബോണ്ടാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബോണ്ട് ഓർഡർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സിംഗിൾ ബോണ്ടുള്ള സ്ട്രക്ചർ, ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന സിംഗിൾ ബോണ്ട്. സീസോ എന്നൊക്കെ ഹുദ പറഞ്ഞിരുന്നു. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്.
ഹോ എന്ന് പറഞ്ഞാൽ ഹലോ എന്നാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ റൈറ്റ് ദി മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ഓഫ് He2 ആൻഡ് O2 മോളിക്യൂൾ. Compare the stability and magnetic behavior of these molecules on the basis of molecular orbital theory. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഓക്സിജൻ്റെ കേസ് പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ചും കൂടി അപ്പുറത്തേക്കുള്ളൊരു ക്വസ്റ്റ്യൻ എടുക്കാൻ പോവാണ്. ഇല്ല, ആ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സെറ്റിൽ കാണുന്നില്ല, പോട്ടെ. ഞാൻ ആദ്യം ഹീലിയത്തിൻ്റെ കേസ് നോക്കാം. He2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഹീലിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? ആദ്യത്തെ ഹീലിയത്തിൽ 1s2, അപ്പോൾ 2 ഇലക്ട്രോൺസ്. ഇവിടെയോ? ഇവിടെയും അടുത്ത ഹീലിയത്തിലും 1s2. അപ്പോൾ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്താൽ ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുമ്പോൾ എത്ര മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുക? നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ. 2 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. അതായത് ഇവിടെ ഒരു സിഗ്മ 1s ഇവിടെ ഒരു സിഗ്മ സ്റ്റാർ 1s. ഇത്തരം സാഹചര്യത്തിൽ ആദ്യത്തെ 2 ഇലക്ട്രോൺസ് ഇവിടെ കമ്പൈൻ ചെയ്യും, രണ്ടാമത്തെ 2 ഇലക്ട്രോൺസ് ഇവിടെയാണ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ. ഇത്തരമൊരു സ്ട്രക്ചറിൽ സ്റ്റെബിലിറ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റെബിലിറ്റി. അപ്പോൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 1/2 × NB - NA. NBൻ്റെ വാല്യൂ എന്താ? നമ്പർ ഓഫ് ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്ര? 2. നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ്ങോ? അതും 2. ആയതിനാൽ ബോണ്ട് ഓർഡർ വിൽ ബി ഈക്വൽ ടു 1/2 × NB - NA 2 - 2 0. ഇവരെ തമ്മിൽ ഒരു ബോണ്ടും ഫോം ചെയ്യൂല. He2 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടോ? അങ്ങനെ ഒരു കോമ്പൗണ്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹീലിയം എന്ന ആറ്റമായിട്ടല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹീലിയം 2 എന്ന് പറയുന്നൊരു മോളിക്യൂളിനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യോ? യെസ്. ഇനിയും ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഹീലിയത്തിൻ്റെയും ഓക്സിജൻ്റെ കേസ് പറയുന്നതോടുകൂടി ഹുദയുടെ പ്രശ്നം സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നു. അതല്ലാതെ പിന്നെയും ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഹുദ ഇതിന് ശേഷം പറഞ്ഞാൽ മതി കേട്ടോ. ഇതേതായാലും ഞാൻ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പോവുകയാണ്. അതിന് ശേഷം വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഹുദ പറഞ്ഞാൽ ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ ഈക്വൽ ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ നോട്ട് എ സ്റ്റേബിൾ കോമ്പൗണ്ട്. എന്നാൽ വാട്ട് അബൌട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി? മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പാരാമാഗ്നറ്റിക്? അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള ആളുകളാണ് പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക്. നിങ്ങൾക്ക് ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് കാണാൻ പറ്റുന്നുണ്ടോ? പെയർഡ് അല്ലാത്ത ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇലക്ട്രോൺസിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല എങ്കിൽ പാരാമാഗ്നറ്റിക് അല്ല, എങ്കിൽ ഇറ്റ് ഈസ് എ ഡയാമാഗ്നറ്റിക്. It is diamagnetic compound. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ ബേസിസിലാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക്. ഇവിടെ സ്റ്റെബിലിറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ 0 ആയതുകൊണ്ട് നോട്ട് എ സ്റ്റേബിൾ കോമ്പൗണ്ട്. ഇനി O2യിലേക്കാണ് വരുന്നത്. O2 ഓക്സിജൻ ആറ്റത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് കോൺഫിഗറേഷൻ? 1s2 2s2 2p4. 1s2 2s2 2p4 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ ആറ്റം. അപ്പോൾ ആദ്യമുള്ളത് എന്താ? ആദ്യമുള്ളത് 1s ഓർബിറ്റൽ, മറ്റൊരു ഓക്സിജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റൽ. ഇവർ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ വിളിക്കുന്ന പേര് സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. ആദ്യത്തെ രണ്ടും ഫിൽഡ് ആയതുകൊണ്ട് ഇവിടെയും ഫില്ലിങ് അങ്ങനെ തന്നെ വരും. ഇനി 2s ഓർബിറ്റലായാലും അതേപോലെ നമ്മൾ കാണാൻ പോണത്
2s ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ്. അപ്പോൾ ഇവിടെയും സിഗ്മ സ്റ്റാർ 2s സിഗ്മ 2s ഓർബിറ്റൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഓർബിറ്റലും ഫില്ലായി. ഇനി മുകളിലേക്ക് പോകുമ്പോഴാണ് പി ഓർബിറ്റൽ വരുന്നത്. കുറച്ചുകൂടി മുകളിലേക്കാക്കി എഴുതാൻ പോവാണ്. O2ൻ്റെ കേസാണ്. O2ൻ്റെ കേസ് ഓക്സിജൻ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p4. അപ്പോൾ പി ഓർബിറ്റൽ എത്ര ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്? രണ്ട് പേരിലും 3 പി ഓർബിറ്റൽസ്. 2pൻ്റെ 3 എണ്ണം കാണാം. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി എത്ര എണ്ണം ഉണ്ടാവണം? 6 എണ്ണം ഉണ്ടാവണം. 6 എണ്ണം ഉണ്ടാവുമ്പോൾ ആദ്യം ഉണ്ടാവാൻ പോകുന്നത് 2pz, പിന്നുള്ളത് 2px 2py. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നത് സിഗ്മ 2pz പൈ 2px പൈ 2py. സിഗ്മ ബോണ്ട് പൈ ബോണ്ട് എന്നുള്ള വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py. പിന്നെ അവസാനം സിഗ്മ സ്റ്റാർ 2pz. അപ്പോൾ ഇതെല്ലാവർക്കും ഇതുപോലെ അങ്ങ് പഠിച്ചു വെക്കാം. നമുക്ക് O2ൻ്റെ മുകളിലേക്കുള്ള മോളിക്യൂൾസ് ചോദിക്കില്ല. O2 വരെയുള്ള എല്ലാ മോളിക്യൂൾസിനും നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല തന്നെ യൂസ് ചെയ്യാം. എന്താണ് ഫോർമുല? ആദ്യം സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s സിഗ്മ 2pz പൈ 2px പൈ 2py പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py പൈ സ്റ്റാർ 2pz. ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ 2p ഓർബിറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 3 എണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ ഒരാളുണ്ട്. അപ്പോൾ ഒരു പെയർഡ് ഇലക്ട്രോണും 2 അൺപെയർഡ് ഇലക്ട്രോണും ഇവിടെ കാണാം. ഇവിടെയും 2 എണ്ണം, ഇവിടെ ഓരോന്ന്. അത്തരം സാഹചര്യത്തിൽ ഇവരെ ഷെയർ ചെയ്യുന്ന സമയത്ത് സിഗ്മ 2pz കംപ്ലീറ്റ്ലി ഫിൽഡായി. 2 എണ്ണമായി. ടോട്ടൽ എത്ര ഉണ്ട്? 8 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. 2 എണ്ണം ഫില്ലായി. ഇപ്പം 4 എണ്ണമായി, 6 എണ്ണമായി. 6 ഇലക്ട്രോൺസിന് ഓൾറെഡി ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 13 രേവതി സന്തോഷ് 13 എന്ന് പറഞ്ഞത് എന്താണ്? 13 എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്ലീസ് എക്സ്പ്ലെയിൻ. ഏതായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ 8 ഇലക്ട്രോൺസിൽ 6 എണ്ണം ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര ബാക്കി? 2 എണ്ണം. 2 എണ്ണത്തിന് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റിപ്പീറ്റ് ചെയ്യുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള നമ്പർ ഓഫ് ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? സിഗ്മ എന്ന് പറയുന്നതാണ്. സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് സിഗ്മ 1s സിഗ്മ 2s സിഗ്മ 2pz പൈ 2px പൈ 2py. സ്റ്റാറുള്ള ആളുകളെ നമ്മൾ നോൺ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് വിളിക്കുക. ഇതെന്താ? ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഈ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എത്ര എണ്ണ? ഇവിടെ 2, ഇവിടെ 2, 2, 2, 2, 2, 4, 6, 8, 10. നമ്പർ ഓഫ് ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്ര? 10. നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിഗ്മ സ്റ്റാർ 1s. അപ്പോൾ സിഗ്മ സ്റ്റാർ 1s എന്ന് പറയുമ്പോൾ അവിടെ 2 എണ്ണം, ഇവിടെ സിഗ്മ സ്റ്റാർ 2s 4 പൈ 6. അപ്പോൾ ഈ സ്റ്റാറുള്ള ആളുകൾ നോൺ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കുമ്പോൾ സ്റ്റാറുള്ള ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ എത്ര എണ്ണം വരുന്നത്?
6. അതോടുകൂടി എൻ ബിയും കിട്ടി, എൻ എയും കിട്ടി. ഇനി ബോണ്ട് ഓർഡർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ. എൻ ബി 10, എൻ എ 6. 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 4. ഹാഫ് ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 2. ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ തമ്മിൽ ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുക. അത്തരം ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ സ്റ്റേബിൾ കോമ്പൗണ്ട്. നേരത്തെ പോലെ നോട്ട് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം ബോണ്ട് ഓർഡർ 0 അല്ല. കമ്പാരിറ്റീവ്ലി O2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ He2 എന്ന് പറയാം. ഇറ്റ് ഈസ് എ സ്റ്റേബിൾ കോമ്പൗണ്ട്. നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരണം, ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഇവിടെയുള്ള ആളുകളിൽ ആരെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ, ഇല്ലാതെ ഞാൻ മുന്നോട്ട് നീങ്ങൂല. ഇസ് ദിസ് ഡയാമാഗ്നറ്റിക് ഓർ പാരാമാഗ്നറ്റിക്? പ്ലീസ് ആൻസർ. Anybody? മാഗ്നറ്റിസം നോക്കുമ്പോൾ എന്താ നോക്കേണ്ടത്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇവിടെ നിങ്ങൾക്ക് അൺപെയർഡ് ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ ആൻസർ ചെയ്യില്ല എന്ന് ഉറപ്പല്ലേ? പോട്ടെ, ഞാൻ തന്നെ ആൻസർ ചെയ്യാം. ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ് ഒരു പെയർ അല്ലാതെ ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. 2 ആളുകൾ ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഡ്യൂ ടു പ്രസൻസ് ഓഫ് unpaired electrons. Due to presence of unpaired electrons. ഇവിടെ ഡയമാഗ്നറ്റിക് കോമ്പൗണ്ട് ആണ് കാരണം അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് ഡയമാഗ്നറ്റിക് ആയത്. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് പാരാമാഗ്നറ്റിക്. എക്സ്പ്ലെയിൻ sp3 ഹൈബ്രിഡൈസേഷൻ ടേക്കിംഗ് മീത്തേൻ ആസ് എൻ എക്സാമ്പിൾ. മീത്തേൻ എന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കാർബൺ 4 പേരുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടതാണ് കാർബണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്. ഫൈനൽ ഷെല്ല് സെക്കൻഡ് ഓർബിറ്റിൽ മാത്രമാണ് നോക്കുന്നത്. ഇത് 2s2 2p2 2s2 2p2 1s കൺസിഡർ ചെയ്യുന്നില്ല. 2 1 1 എന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇവിടെയുള്ള ഒരാളെ എക്സൈറ്റേഷൻ കൂട്ടിയിട്ട് ആ ചാടിപ്പോയിട്ട് അപ്പുറത്തെത്തിപ്പോയി വല്ലാണ്ട് എക്സൈറ്റഡ് ആയിട്ട് അതെന്തായി മാറി? 1s1 2p3 ആയിട്ട് മാറി. ഇപ്പം 4 ബോണ്ട് ഉണ്ടാവുന്നതുകൊണ്ട് ഈ 3 പി ഓർബിറ്റിലും ഒരു എസ് ഓർബിറ്റിലും കമ്പൈൻ ചെയ്തിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവുന്നത്. നേരത്തെ ഈത്തിൻ്റെ ഹീലിയം ഓക്സിജൻ പാരാമാഗ്നറ്റിക്, ഹീലിയം ഡയാമാഗ്നറ്റിക്. ഹംന താങ്ക് യു ഫോർ ദി ആൻസർ. ചെറിയൊരു ലാഗ് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഞാൻ ആൻസർ കാണുന്നത്. താങ്ക് യു, വെരി ഗുഡ്. അപ്പോൾ നേരത്തെ കണ്ടതുമായിട്ടുള്ള ഡിഫറൻസ് എന്താ? C2H4 എന്ന് പറയുമ്പോൾ കാർബൺ ഒരു കാർബൺ 2 ഹൈഡ്രജൻ 3 ബോണ്ടുകളായിരുന്നു ഉണ്ടായത്. 1 ഡബിൾ ബോണ്ടാണ്. എന്തായാലും ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്സ് 3 ആയിരുന്നു, അതിൽ 1 ഡബിൾ ബോണ്ടായിരുന്നു മാത്രം. ഇവിടെ പക്ഷേ 4 നമ്പർ ഓഫ് ബോണ്ട്സ് ഉള്ളത് കൊണ്ടാണ് sp3 ഹൈബ്രിഡൈസേഷൻ. നേരത്തേത് sp2 ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു. ഇവിടെ എന്താ ഹൈബ്രിഡൈസേഷൻ? sp3 ഹൈബ്രിഡൈസേഷൻ. എക്സ്പ്ലെയിൻ sp3 ഹൈബ്രിഡൈസേഷൻ ടേക്കിംഗ് മീത്തേൻ ആസ് an example. In the excited state of carbon, it shows the configuration.
ഫസ്റ്റ് ഓർബിറ്റലും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1s2 2s1 2p3 അഥവാ 2px1 2py1 2pz1 എന്നും എഴുതാം. 1s2 2s1 2p3 the 2s orbital and 3 എന്ന് പറഞ്ഞാൽ 3 എണ്ണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 3 2p orbitals hybridize to form sp3 hybridization. ഷേപ്പ് എന്തായിരിക്കണം? sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എസും പിയും ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവാൻ പോകുന്ന ഓർബിറ്റൽസ് 4 എണ്ണം ആയിരിക്കും. 4 പേര് കമ്പൈൻ ചെയ്താൽ 4 ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ 4 പേരും ഒരുപോലെ ആയിരിക്കും. ഒരുപോലെയുള്ള 4 പേര് ഉണ്ടെങ്കിൽ എന്ത് സ്ട്രക്ചറാ കാണാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ദ ഷേപ്പ് ഈസ് ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോറി, ചെറിയൊരു ചുമയുണ്ട്. ഏതായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? sp3 ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിളിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് CH4. മുന്നോട്ട് നീങ്ങട്ടെ. VSEPR തിയറി, ഇതിപ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസേഴ്സ് വെറുതെ അങ്ങ് എഴുതുന്നതിന് പകരം ആൻസേഴ്സ് അതേപോലെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്താണ്. VSEPR തിയറി ഈസ് യൂസ് ടു predict the shape and bond angle of molecules. Write the postulates of VSEPR theory. The important postulates of this theory. അപ്പോൾ ഈ തിയറിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പോസ്റ്റുലേറ്റ്സ് ആണ്. ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെയർസ് അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. അപ്പോൾ സെൻട്രൽ ആറ്റത്തിൽ എന്തായിരിക്കും ഷേപ്പ് എന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് കാണണം. നമ്മൾ കണ്ടു 4 ഇലക്ട്രോൺസ് ഉള്ളപ്പോൾ കേസല്ല, 5 ഇലക്ട്രോൺസ് ഉള്ളപ്പോൾ ഉണ്ടാവുക. 2 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ BeCl2ൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? BeCl BeCl ഇങ്ങനെ ഒരു ലീനിയർ ഷേപ്പാണ് കാണിക്കുക. പക്ഷേ BF3യിലേക്ക് വരുന്ന സമയത്ത് 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ് സെൻട്രൽ ആറ്റത്തിലുള്ളത്. അപ്പോൾ അറൗണ്ട് ദി സെൻട്രൽ ആറ്റം ഇപ്പോൾ ഇലക്ട്രോൺസ് എത്ര? 3. അതാവുമ്പോൾ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? BF3 ട്രയാങ്കുലാർ അല്ലെങ്കിൽ ട്രയഗണൽ ഷേപ്പ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഇതിൽ BF3 എന്ന് പറയുന്ന ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഷേപ്പ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെയർസ് അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാലേ നമുക്ക് ഷേപ്പ് പറയാൻ പറ്റുള്ളൂ. വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ. ഇലക്ട്രോൺസ് തമ്മിൽ എപ്പോഴും റിപ്പൽഷൻ ഉണ്ടാവും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. യാസീൻ സാറില്ലേ, എനിക്കറിയില്ല കേട്ടോ. യാസീൻ സാറിനെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് അങ്ങനെ സാർമാരെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിപ്പൽഷൻ ഇലക്ട്രോൺ പെയർസ് സ്റ്റേ അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. ഏറ്റവും കുറഞ്ഞ റിപ്പൽഷൻ ഉണ്ടാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ റിപ്പൽഷൻ മിനിമം ആയിരിക്കണം. അതിനുവേണ്ടി പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിക്കുകയാണ്. പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇവരെ തമ്മിൽ 180 ഡിഗ്രി ഉണ്ടാവുന്നത്. ഇവരെ തമ്മിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ് ഫോം ചെയ്യാത്തത്? കാരണം ഇവർ തമ്മിൽ ഏറ്റവും കുറഞ്ഞ റിപ്പൾഷൻ ഉണ്ടാവണമെങ്കിൽ ഇവരെ ഏറ്റവും വിട്ട് നിൽക്കണം. BeCl2 BeCl എന്ന് പറഞ്ഞ 2 ബോൺസുകൾ തമ്മിൽ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് 180 ഡിഗ്രിയിൽ ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിപ്പൾഷൻ ഇലക്ട്രോൺ പെയർ സ്റ്റേ അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കോസസ് ഡിസ്റ്റോർഷൻ ഇൻ ദി എക്സ്പെക്റ്റഡ് ജിയോമെട്രി ഓഫ് ദി മോളിക്യൂൾ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കേസ് ഇപ്പോൾ NH3 നോക്കുകയാണെങ്കിൽ NH3 വേണ്ട, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് SF6ൻ്റെ സ്ട്രക്ചർ നോക്കാം. SF6ൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഷേപ്പാണ് കാണുന്നത്. ഈ 4 ഫ്ലൂറിൻ ഒരേ പ്ലെയിനിലും മുകളിലേക്കൊരു ഫ്ലൂറിൻ താഴേക്കൊരു ഫ്ലൂറിനാണ് ഉണ്ടാവുക. പക്ഷേ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായാൽ SF4ൻ്റെ സ്ട്രക്ചർ വരാൻ പോണത് ഇങ്ങനെയാണ്.
അപ്പോൾ ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ മാറും. കുറച്ചുകൂടി നല്ലൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വാട്ടർ H2O ആണ്. ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ടെട്രാഹെഡ്രൽ ഷേപ്പ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ടെട്രാഹെഡ്രൽ ഷേപ്പിൻ്റെ കേസിൽ ഇവിടെ 108 ഡിഗ്രി ആയിരുന്നു ആംഗിൾ വരേണ്ടത്. ടെട്രാഹെഡ്രൽ ഷേപ്പ് ആകുമ്പോൾ ആംഗിൾ എന്താ വരിക? ടെട്രാഹെഡ്രൽ ഷേപ്പ് ആകുമ്പോൾ ആംഗിൾ ഈസ് 108 ഡിഗ്രി. പക്ഷേ ഇവിടെ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇവർ തമ്മിലുള്ള ആംഗിൾ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോൺ പെയർ റിപ്പൾഷനാണ് ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഈ പെയറുകൾ തമ്മിലാണ് ഉണ്ടാവുക. ഈ 2 ഇലക്ട്രോൺസും മുകളിൽ ഉണ്ടാവുന്നതുകൊണ്ട് ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ വിട്ടു നിൽക്കും. അതോടുകൂടി ഇവരുടെ സ്ട്രക്ചർ ഒന്ന് അടുത്തേക്ക് വരും. ഇവിടെ ഉണ്ടാവാൻ പോകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 106 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 106 ഡിഗ്രി വരാൻ കാരണം 108ൽ നിന്നും കുറയാൻ കാരണം ഇവർ കുറച്ചും കൂടി ബെൻഡ് ആവാൻ കാരണം എന്താ? ഇൻ ഓർഡർ ടു റെഡ്യൂസ് പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കോസസ് ഡിസ്റ്റോർഷൻ ഇൻ ദി എക്സ്പെക്റ്റഡ് ജോമെട്രി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആംഗിൾ 108 കിട്ടിയത് 106ഉം. എന്താ കാരണം? പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. റിപ്പൾഷൻ ബിറ്റ്വീൻ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ബിറ്റ്വീൻ 2 ബോണ്ട് പെയർ ഓർ ബിറ്റ്വീൻ ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ. ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ എന്ന് പറയുന്നത് ലോൺ പെയർ തമ്മിലുള്ള റിപ്പൾഷനാണ്. അത് കഴിഞ്ഞിട്ട് ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷനാണ്. പിന്നെ അവസാനം ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൾഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലോൺ പെയർ റിപ്പൾഷൻ സ്ട്രോങ്ങർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ, സ്ട്രോങ്ങർ ദാൻ ബോണ്ട് പെയർ. ഇതൊക്കെ അങ്ങോട്ട് ബൈ ഹാർട്ട് ആക്കുക. ഫുട്ബോൾ കട്ട്സ് വാട്ട്സ് റോങ് മാൻ? ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രോൺ പെയർ ഇൻക്രീസസ് റിപ്പൾഷൻ ഡിക്രീസസ്. ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രോൺ പെയർ കൂടുമ്പോൾ റിപ്പൾഷൻ കുറയും. ഇവർ തമ്മിലുള്ള ആംഗിൾ കൂടുതലാണെങ്കിൽ റിപ്പൾഷൻ കുറവായിരിക്കും. അത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ VSEPR തിയറിയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പ് വെച്ചിട്ടും ഇതിൻ്റെ തിയറി വെച്ചിട്ടുമായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ചാപ്റ്റർ വി ആർ മൂവിങ് ഓൺ ടു thermodynamics. തുടങ്ങിയാലോ? തെർമോഡൈനാമിക്സ് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിലിബ്രിയത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? പ്ലീസ് റെസ്പോണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എനർജി can neither be created nor be destroyed. Energy can neither be created nor be destroyed. ഇതിനെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കാറുണ്ട്. എനർജി can neither be created nor be destroyed. ഇതേ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മറ്റൊരു രീതിയിലും പറയും. എനർജി of an isolated system is always a constant. Energy of an isolated system is always a constant. Isolated system എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഏതൊക്കെ സിസ്റ്റംസ് ഉള്ളത്? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ? there is എനർജി ട്രാൻസ്ഫർ നടക്കും, മാറ്റർ ട്രാൻസ്ഫർ നടക്കും. എനർജിയും ട്രാൻസ്ഫർ നടക്കും, മാറ്ററും ട്രാൻസ്ഫർ നടക്കും. ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സാധാ വാട്ടർ ബോട്ടിൽ പോലെയാണ്. സാധാ വാട്ടർ ബോട്ടിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകില്ല. പക്ഷേ ഒരു സാധാരണ വാട്ടർ ബോട്ടിൽ ചൂട് വെള്ളം നിങ്ങൾ നിറച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയാൽ ആ ചൂട് ആറിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എനർജി പുറത്തേക്ക് പോയി അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് പോയി എന്ന് എനിക്ക് പറയാം. എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുമോ? യെസ്. പക്ഷേ മാറ്റർ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. അത്തരമൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുക. ഇറ്റ് ഡസ് നോട്ട് അലൗ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ, it allows transfer of energy. Jishnu, Black Ninja is calling Jishnu.
ക്ലോസ്ഡ് സിസ്റ്റം പോലെ തന്നെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം, പക്ഷേ അവിടെ എനർജി ട്രാൻസ്ഫർ നടക്കില്ല. ഒരു തെർമസ് ഫ്ലാസ്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലൊരു ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള തെർമസ് ഫ്ലാസ്ക് ആണെങ്കിൽ കാലാകാലം ചൂട് മാറൂല, ചൂടാറൂല എന്നാണ് നമ്മൾ പറയുക. ബട്ട് അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒരു എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എനർജി ട്രാൻസ്ഫറും നടക്കില്ല, മാറ്റർ ട്രാൻസ്ഫറും നടക്കില്ല. അത്തരം ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ എനർജി കിട്ടുകയുമില്ല, പോവുകയുമില്ല. എന്നാലോ ഉള്ള എനർജിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. വേറെ ആരുടെടുത്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം, പുറത്തുനിന്ന് ഒരാളിൽ നിന്ന് എനർജി വാങ്ങാം, ഉള്ള എനർജി പുറത്തുള്ള ആൾക്ക് കൊടുക്കാം. പക്ഷേ ഐസൊലേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ കൊടുക്കാനും കൊണ്ടുവരാനും കിട്ടാനും സാധ്യതയില്ല. അത്തരം സാഹചര്യത്തിൽ എനർജിയിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി ഉണ്ടാക്കാനും പറ്റില്ല, ഈ ഉള്ള എനർജിനെ നശിപ്പിക്കാനും പറ്റില്ല. പക്ഷേ പുറത്തുനിന്ന് ട്രാൻസ്ഫർ നടക്കുമോ, കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കിട്ടാൻ പറ്റുമോ? ഇല്ല. പിന്നെ എനർജിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? നോ. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഇതൊക്കെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ സ്റ്റേറ്റ്മെന്റ് എങ്കിലും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഈസ് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഈ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ യു ഈസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയിലുള്ള ചേഞ്ച് നമുക്ക് രണ്ട് രീതിയിൽ കൊണ്ടുവരാം. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ. സെക്കൻഡ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ഇസ് ദി വർക്ക് ഡൺ. രണ്ട് രീതിയിൽ നിങ്ങൾക്കൊരു ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാക്കാം. ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, ഹീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഹീറ്റ് വാങ്ങുക. അതിലൂടെ ക്യൂ എന്ന് പറയുന്ന എനർജി കൂടുകയോ കുറയുകയോ ചെയ്യും. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ, അത് വർക്ക് ഡൺ ചെയ്യാം, വർക്ക് ഡൺ വാങ്ങാം. അതിലൂടെ ഡബ്ല്യു കൂടുകയോ കുറയുകയോ ചെയ്യും. ഡെൽറ്റ യുയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഏതിലൂടെ മാത്രമാണ്? ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പോൾ ഡെൽറ്റ യു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താ? ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതാണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആദ്യത്തെ 2 പോയിന്റ് ആവശ്യമില്ലായിരുന്നു, ബട്ട് ഫസ്റ്റ് ലോനെ പറ്റി സംസാരിക്കുമ്പോൾ അതങ്ങ് പറഞ്ഞു പോകാമെന്ന് കരുതിയതാ. ഹൗ ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് റിലേറ്റഡ് ടു ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ ദി കേസ് ഓഫ് പ്രോസസ് ഇൻവോൾവിംഗ് ഗേഷ്യസ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനുള്ള ഡെൽറ്റ ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ enthalpy change related to internal energy change in the case of process involving gaseous reactants and gaseous products. ഡെൽറ്റ എച്ചിനാണ് നമ്മൾ എൻതാൽപ്പി ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഡെൽറ്റ യുവിനാണ് നമ്മൾ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ആരടാ ജിഷ്ണു കീ ചെയ്യുന്നൊക്കെ വിളിച്ചു പറയുന്ന ആരാ? എൻതാൽപ്പിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യു പ്ലസ് പി വി എന്നാണ്. Enthalpy is defined as sum of internal energy and product of pressure and volume. Pressure, volume, work done എന്ന് പറയും. H is equal to U plus PV. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്താ വരാൻ പോകുന്നത്? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുക. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. പി വി ഇസിക്കൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലാണ് പഠിക്കുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്ക് പഠിക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് ഈ റിലേഷൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. പി വി ഇസിക്കൽ ടു എൻ ആർ ടി. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ആസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്താൽ ആദ്യത്തെ കേസിൽ പ്രഷർ പി, വോളിയം V1, നമ്പർ ഓഫ് മോൾസ് N1 RT. അപ്പോൾ പി V2 ആണെങ്കിൽ N2 RT ആയിരിക്കും.
ഈ പി ഡെൽറ്റ വി എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1 PV2 മൈനസ് PV1 മൈനസ് PV1. എങ്ങനെയാണ് ഈ PV2 മൈനസ് PV1 കണ്ടുപിടിക്കുക? N2R2 മൈനസ് N2R1 ഈക്വൽ ടു N2R2 RT മൈനസ് N1RT. ഈ N2 മൈനസ് N1നെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ N2 മൈനസ് N1 ഇൻറ്റു RT. എടോ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു എന്ന് കരുതി ഇതിലൊന്നും മനസ്സിലാവാത്തുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണേ. PV ഈക്വൽ ടു NRT, PV1 ഈക്വൽ ടു N1RT, PV2 ഈക്വൽ ടു N2RT. P ഡെൽറ്റ വി എന്ന് പറയുന്നത് P ഇൻറ്റു V2 മൈനസ് V1, PV2 മൈനസ് PV1, PV2 എന്ന് പറഞ്ഞാൽ N2RT, PV1 എന്ന് പറഞ്ഞാൽ N1RT. അപ്പോൾ N2 മൈനസ് N1 ഇൻറ്റു RT. ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ N എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മൾ ഗ്യാസസിന് ഉപയോഗിക്കുന്ന ഫോർമുലയാണിത്. തോന്നിയ പോലെ സോളിഡിനും ലിക്വിഡിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആർക്കേ പറ്റുള്ളൂ? പ്രോസസ് ഇൻവോൾവിങ് ഗ്യാസസ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഗ്യാസസ് ആയിരിക്കണം നല്ലല്ലേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു റിലേഷൻ P ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ N ഇൻറ്റു RT എന്ന് പറയുന്ന ഇക്വേഷൻ ആർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഗ്യാസസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. P ഡെൽറ്റ വിക്ക് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ NRT. അപ്പോൾ ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NRT ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് റിലേഷൻ ടു ഇന്റേണൽ എനർജി. എന്തെങ്കിലും മനസ്സിലാവത്തുണ്ടെങ്കിൽ പറയടാ. ഇത് എൻതാൽപ്പിൻ്റെ ഇക്വേഷനാണ്. എൻതാൽപ്പി H ഈസ് ഈക്വൽ ടു U പ്ലസ് PV. ഇത് ചോദിച്ച കാര്യം എൻതാൽപ്പി ചേഞ്ചിന് ഇൻറ്റേർണൽ എനർജി ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഇൻ ദ കേസ് ഓഫ് പ്രോസസ് ഇൻവോൾവിങ് ഗ്യാസസ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. H ഈക്വൽ ടു U പ്ലസ് PV എന്ന് പറയുന്ന ഫോർമുലയിൽ ഡെൽറ്റ H ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ വി ആണ്. അപ്പോൾ P ഡെൽറ്റ വി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡെൽറ്റ NRT എന്നാണ് വന്നത്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എന്താ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്താ പ്രശ്നം പറയൂ. എന്താ സംശയം ഉണ്ടെങ്കിൽ പറയടാ. നിസക്ക് മനസ്സിലായിട്ടുണ്ട്. A property whose value depend on quantity or size of matter present in the system is known as extensive property. രണ്ട് തരം പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ amount of substance taken. അപ്പോൾ രണ്ടാമത്തെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി which is independent of amount of substance. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇങ്ങനെ പിടിക്കുകയാണ്. എൻ്റെ ഒരു കൈ ഇങ്ങനെയാണ്, ഒരു കൈ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം, എൻ്റെ കൈ വെള്ളയിൽ കുറച്ച് വെള്ളം, ഒരു ബക്കറ്റ് നിറയെ വെള്ളം. കൈ വെള്ളയിൽ കുറച്ച് വെള്ളം, ഒരു ബക്കറ്റ് നിറയെ വെള്ളം. അപ്പോൾ എമൗണ്ട് ഓഫ് വെള്ളം രണ്ടിലും വ്യത്യസ്തമാണ്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ഇതിൽ കുറേ വെള്ളമുണ്ട്. കുറച്ച് വെള്ളം, കുറേ വെള്ളം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്ത് നോക്കിയാൽ രണ്ടിനും സെയിം ആണെങ്കിൽ എനിക്ക് പറയാം എത്ര എടുത്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കുറച്ചെടുത്താലും കുറേ എടുത്താലും ഒരേ വാല്യൂ ആണ്. ഇൻഡിപെൻഡൻ്റ് ഓഫ് എമൗണ്ട് ആണെങ്കിൽ അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. കുറച്ച് വെള്ളം എടുത്താലും കുറേ വെള്ളം എടുത്താലും കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് വാല്യൂ വരികയാണെങ്കിൽ എടുത്ത അമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ പ്രോപ്പർട്ടി. അത്തരം ഒരു പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കുറച്ച് വെള്ളം കുറേ വെള്ളം എടുത്താൽ ഒരേ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഇൻറ്റൻസീവ് ആണ്. കാരണം എത്ര എടുത്തു എന്നുള്ളതിന് ഒരു പ്രസക്തിയുമില്ല. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താ? കുറച്ചെടുത്താലും കുറേ എടുത്താലും ഡിഫറൻ്റ് ആയിരിക്കും. അത്തരം ഒരു ആളുകളെ, അത്തരം പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുക. സുഹൃത്തുക്കളെ,
കുറച്ച് വെള്ളം കുറേ വെള്ളം എടുത്താൽ രണ്ട് പേരുടെയും മാസ് സെയിം ആയിരിക്കുമോ? മാസ് ഡിഫറെൻ്റ് ആയിരിക്കൂലേ? എങ്കിൽ ഈ മാസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണോ ഇൻറ്റൻസീവ് ആണോ എന്നൊന്ന് പറഞ്ഞേ. മാസ് കുറച്ചെടുത്താലും കുറേ എടുത്താലും മാസ് സെയിം ആണോ? അല്ല, ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആണെങ്കിൽ എടുത്ത അമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഈ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പറടാ. മാസ് എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും സുഹൃത്തുക്കളെ? സംബടി എനിബടി? എക്സ്റ്റെൻസീവ്. വെരി ഗുഡ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾ മാസ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിളാണ് അടുത്ത പറയാൻ പോകുന്നത്. അല്ല, അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ കിട്ടുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാസ് കഴിഞ്ഞിട്ട് അടുത്ത ആളെ പറയും, പിന്നെ അടുത്ത ആളെ പറയും. നിങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച് ജസ്റ്റ് നെക്സ്റ്റ് വോളിയം ആണെങ്കിൽ വോളിയം ഇൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റ്, പിന്നെ ടെമ്പറേച്ചർ ഇൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് അയക്കുക. അപ്പോൾ ഈ മാസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഒരു ഡിഫറെൻ്റ് എമൗണ്ട് എടുത്തപ്പോൾ മാസ് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇനി വോളിയത്തിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്താലും കുറേ വെള്ളം എടുത്താലും വോളിയം സെയിം ആണോ? വോളിയം സെയിം അല്ല, ഡിഫറെൻ്റ് ആണെങ്കിൽ അതെന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? വോളിയം ഈസ് എക്സ്റ്റെൻസീവ് ഓർ ഇൻറ്റൻസീവ്? ഏതാന്ന് പറ. അത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ടെമ്പറേച്ചറിനെ പറ്റിയാണ്. ടെമ്പറേച്ചർ, ഒരേ സോഴ്സിൽ നിന്നും ഞാൻ വെള്ളം എടുത്തു. ആ ഒരേ സോഴ്സിൽ നിന്നും വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം കുറച്ചെടുത്താലും കുറേ എടുത്താലും ടെമ്പറേച്ചറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? കുറച്ചെടുത്ത വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറവ്, കുറേ എടുത്ത വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുതൽ, അങ്ങനെ വ്യത്യാസം ഉണ്ടാവുമോ? രണ്ട് പേരുടെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കൂലേ? ഡിഫറെൻ്റ് എമൗണ്ട് എടുത്താലും ടെമ്പറേച്ചർ സെയിം. അപ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കണം? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസ് മാസ് പറഞ്ഞു, വോളിയം പറഞ്ഞു. ഇനി ഡെൻസിറ്റി എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 kg/m³ ആണെന്ന് നമുക്കറിയാം. അത് എവിടെ നിന്ന് വെള്ളം എടുത്താലും, എത്ര കുറച്ചെടുത്താലും, കുറച്ച് വെള്ളം എടുത്താലും, ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുത്താലും ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1000 തന്നെ അല്ലേ? ഈ ഡെൻസിറ്റി കുറച്ചെടുത്താലും കുറേ എടുത്താലും മാറാൻ പോണ വാല്യൂ ആണോ? ആയതിനാൽ രണ്ടും സെയിം ആയതുകൊണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഏതാണ്? ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. മാസ് എക്സ്റ്റെൻസീവ് ആണെന്ന് നമ്മൾ തീരുമാനിച്ചു. പിന്നെ പറഞ്ഞത് വോളിയം. വാട്ട് അബൌട്ട് വോളിയം? സാർ, ഞാനാണ് ജിഷ്ണു. ഞാൻ എൻ്റെ ഫ്രണ്ടിന് നാളത്തെ എക്സാമിന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി ലൈവ് ഇട്ട് കൊടുത്തതാണ്. അവനാണ് എൻ്റെ പേര് മെൻഷൻ അടിക്കുന്നത്. സോറി സാർ. എടാ നീ ഒരു ഉപകാരം ചെയ്തതിന് അതിനുള്ള സോറി ഒന്നും പറയണ്ട. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, നിസ ആലം, ഈ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞത് ഏതിൻ്റെ ആണെന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. ഏതായാലും മാസിൻ്റെ കേസിൽ എക്സ്റ്റെൻസീവ് ആണ്. വോളിയം ആയാലും ഡിഫറെൻ്റ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ വോളിയം എക്സ്റ്റെൻസീവ് ആണ്. ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ കുറച്ചെടുത്താലും കുറേ എടുത്താലും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. സെയിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എത്ര എടുത്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വാട്ട് അബൌട്ട് ഡെൻസിറ്റി? ഡെൻസിറ്റിയും ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. കാരണം കുറച്ചെടുത്താലും കുറേ എടുത്താലും ഡെൻസിറ്റി ഓഫ് വാട്ടർ സെയിം ആണ്. ആയതിനാൽ ഇറ്റ് ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾസ്: എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി മാസ്, വോളിയം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ടെമ്പറേച്ചർ ആൻഡ് density. Intensive. Very good, Nisa Alam. Thank you. Enthalpy change for the reaction N2 plus 3H2 gives 2NH3 is minus 91.8 kilojoule per mole at 298 Kelvin. Calculate the internal energy change of the reaction. R-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ഡെൽറ്റ യു ആണ് ചോദിച്ചിരിക്കുന്നത്. ആ കാര്യം നമുക്ക് കണ്ടുപിടിക്കാം. അതിനു മുന്നേ ഈ ഡെൽറ്റ എൻ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. N2 plus 3H2 gives 2NH3. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് എത്രയായിരിക്കും? 1 plus 3. എത്രയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ്? 4.
നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് ഇൻ ദി പ്രോഡക്റ്റ് സൈഡ് എത്ര 2. റിയാക്റ്റൻറ്റ് സൈഡിൽ 4 മോൾസ് ഓഫ് ഗ്യാസസ്, പ്രോഡക്റ്റ് സൈഡിൽ 2 മോൾസ് ഓഫ് ഗ്യാസസ്. അപ്പോൾ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് എന്താ 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് 4. 2 മൈനസ് 4 ഇസ് ഈക്വൽ ടു -2. അതോടുകൂടി ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -91.8 കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ ജൂളിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10⁻³ -91.8 × 10⁻³ ഈക്വൽ ടു ഡെൽറ്റ യുവിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ -2, ആറിൻ്റെ വാല്യൂ 8.314 ഇൻറ്റു ടെമ്പറേച്ചർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 298 Kelvin. Therefore, delta U equal to -91800. 91.8 into 10⁻³ എന്ന് പറഞ്ഞാൽ 91800. -2 എന്നുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോഴേക്കും +2 ആവും. +2 into 8.314 into 298 Kelvin. Hi YT channel, how are you? നല്ല പേര് YT channel. -91800 +2 into 8.314 into 298. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ -86,844.856 ജൂൾ പെർ മോൾ. ഇതിനെ കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ -86.845 കിലോ ജൂൾ പെർ മോൾ ആയിട്ട് ആൻസർ ചെയ്യാം. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മുടെ കയ്യിലൊരു ഫോർമുല ഉണ്ട്, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അത് എവിടുന്ന് കിട്ടി എന്നുള്ളത് നേരത്തെ കാണിച്ചു. ഡെൽറ്റ എന്നെ കണ്ടുപിടിക്കാൻ N2 + 3s2 = 2nh3 എന്ന് പറഞ്ഞ ഫോർമുലയിൽ റിയാക്റ്റൻ സൈഡിൽ 1 + 3 4 മോളിക്യൂൾസ് ആണ്, പ്രോഡക്റ്റ് സൈഡിൽ 2 മോളിക്യൂൾസ്. അപ്പോൾ NP - NR ചെയ്ത് കഴിഞ്ഞാൽ 2 - 4 -2 വരും. അങ്ങനെ നമ്മൾ ഈ ഫോർമുലയിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്ന സ്ഥിതിക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ അറിയാം, 8.314 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 298 തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ യു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -86.845 കിലോ ജൂൾ പെർ മോൾ. എനി ബുദ്ധിമുട്ട്? എന്തെങ്കിലും മനസ്സിലാവാത്തണ്ടേ വേം പറയടാ. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. Classify the following properties into extensive and intensive properties. Extensive properties എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. നിസ, താങ്ക് യു. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾ കൂട്ടിയിട്ട് ഒരു 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള എനർജീനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ എടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചറിന് 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ഉണ്ടാവാൻ നിങ്ങൾ എത്ര എനർജി പ്രൊവൈഡ് ചെയ്യണോ അതിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കട്ടൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ തിളപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിയിട്ട് 100ലേക്ക് എത്തിക്കാൻ കുറച്ച് സമയം മതി, അല്ലെങ്കിൽ കുറച്ച് എനർജി മതി. നേരെ മറിച്ച് നിങ്ങൾ കുറേ വെള്ളം എടുക്കുകയാണെങ്കിൽ കുറേ വെള്ളത്തെ എടുത്തിട്ട് നിങ്ങൾ അതിനെ ചൂടാക്കിയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ ശ്രമിച്ചാൽ അതിന് കൂടുതൽ എനർജി വേണ്ടി വരില്ലേ? ചിന്തിച്ച് നോക്കിക്കേ. കുറച്ച് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ കുറച്ച് എനർജി മതി, പക്ഷെ കുറേ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ കുറേ എനർജി വേണ്ടേ? ആയതിനാൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കണം. വാട്ട് അബൌട്ട് എൻതാൽപ്പി? എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. ഈ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. കുറേ മോളിക്യൂൾസിനെ എടുത്തു കഴിഞ്ഞാൽ കുറേ എനർജി ഉണ്ടാവും. ആയതിനാൽ ഈ എൻതാൽപ്പി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്?
ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എൻതാൽപ്പി ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നേരത്തെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, തൊട്ട് മുന്നേ നമ്മൾ കണ്ടതാണ്. എൻതാൽപ്പി എന്ന് പറയുന്നത് യൂണിറ്റ് എന്തിലാണ് തന്നിരിക്കുന്ന? കിലോ ജൂൾ പെർ മോൾ. ഒരു മോളിൻ്റെ എനർജിയാണ് -91.8 കിലോ ജൂൾ. അപ്പോൾ 2 മോളിൻ്റെ എനർജി എന്തായിരിക്കും? ഇൻറ്റു 2 ചെയ്യണ്ടേ? ഒരു മോളിനാണ് -91.8 കിലോ ജൂൾ എങ്കിൽ 2 മോളിന് -91.8 ഇൻറ്റു 2 ചെയ്യേണ്ടി വരില്ലേ? ഒന്ന് ബുദ്ധിപരമായി ചിന്തിച്ചാൽ മതി. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എത്ര മോൾ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കൂടുതൽ മോൾ ഉണ്ടെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് കൂടുതലായിരിക്കും. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി വരികയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അളവാണ്. എത്രത്തോളം റിഫ്ലക്ഷൻ നടക്കും എന്നുള്ളതിൻ്റെ ഒരു ഫാക്ടറാണ്. അത് ഇൻസിഡൻ്റ് ആംഗിളും ആ എക്സിറ്റിംഗ് ആംഗിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെ എത്രത്തോളം ഗ്ലാസ് ഉണ്ട്, എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു സംഗതിയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സർഫസ് ടെൻഷനും ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല അതിൻ്റെ സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്താണെന്നുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും എന്താണോ എനർജി അതിനെ നമ്മൾ സർഫസിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ ലെങ്ത് ഉള്ള ആൾക്ക് കൂടുതൽ ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോഴ്സിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 മീറ്റർ ലെങ്ത്തിൽ 20 ജൂളാണ് ഫോഴ്സ് എങ്കിൽ 20 ജൂളല്ല 20 ന്യൂട്ടൺ ആണ് ഫോഴ്സ് എങ്കിൽ 1 മീറ്ററിൻ്റെ ഫോഴ്സ് 10 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 20/2ഉം 10/1ഉം സെയിം വാല്യൂ ആണ് വരിക. അപ്പോൾ ഈ സർഫസ് ടെൻഷൻ്റെ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അവിടെ ലെങ്ത്ത് മാറി എമൗണ്ട് മാറി എന്ന് കരുതി റേഷ്യോയിലൊരു മാറ്റവും വരില്ല. 10 തന്നെയാണ് അവിടെ വരിക. അത് ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ ഒരു അപ്രോക്സിമേഷൻ, വെറുതെ ഒരു വാല്യൂ ആണ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം വെള്ളം എടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ലിക്വിഡ് എടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ആയതിനാൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. Find the temperature above which the reaction becomes spontaneous. Given delta H equal to 490 kilojoule per mole and delta S equal to 198 joule per Kelvin per mole. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട അടുത്ത ആൻസർ. ബ്രിസ്റ്റോ ബാബു സ്വന്തം പേര് ടൈപ്പ് ചെയ്ത് അയച്ചേക്കാണല്ലോ. ബ്രിസ്റ്റോ വാട്സ്ആപ്പ് മാൻ. Find the temperature above which the reaction becomes spontaneous. സ്പോണ്ടേനിറ്റി എന്ത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക? സ്പോണ്ടേനിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്. ഈ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ ജി എന്ന് വിളിക്കുന്നു. ഡെൽറ്റ ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച്, ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എൻട്രോപ്പി ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിറ്റി? ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ, ഡെൽറ്റ ജി ലെസ് ദാൻ 0 അല്ല അഥവാ നെഗറ്റീവ് ആണെങ്കിൽ അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറലായിട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വയം നടക്കുന്ന ഒരു റിയാക്ഷനാണ് നമ്മൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കുക. എന്താണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ? നാച്ചുറൽ റിയാക്ഷൻ വിച്ച് ഒക്കേഴ്സ് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി. പുറമേ നിന്ന് ഒരാൾ സഹായിക്കാതെ തന്നെ സ്വയം ഒരു സിസ്റ്റത്തിൽ ഒരു റിയാക്ഷൻ നാച്ചുറലായിട്ട് നടക്കുകയാണെങ്കിൽ അത്തരം ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഡെൽറ്റ ജി ഷുഡ് ബി ലെസ് ദാൻ 0 അഥവാ നെഗറ്റീവ് വാല്യൂ ആണ് ഡെൽറ്റ ജി കാണിക്കേണ്ടത്. അഥവാ ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലോ അതൊരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനിൽ ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 അഥവാ പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. ഇനി ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ആൻസറിനെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി ടെമ്പറേച്ചർ അബവ് വിച്ച് ദ റിയാക്ഷൻ ബിക്കംസ് സ്പോണ്ടേനിയസ്. അപ്പോൾ ഏതോ ഒരു ടെമ്പറേച്ചറിൽ അതിന് താഴെ ഡെൽറ്റ ജി നെഗറ്റീവ്, അതിൻ്റെ മുകളിൽ ഡെൽറ്റ ജി പോസിറ്റീവ്. ഈ കേസാണ് നമ്മൾ നോക്കുന്നത്. ഏതോ ഒരു ടെമ്പറേച്ചറിൻ്റെ അതിൻ്റെ താഴെ അത്
സ്പോണ്ടേനിയസ് ആണ്. അതിൻ്റെ മുകളിൽ അത് നോൺ സ്പോണ്ടേനിയസ്, സോറി അതിൻ്റെ താഴെ അത് നോൺ സ്പോണ്ടേനിയസ്, മുകളിൽ സ്പോണ്ടേനിയസ്. അപ്പോൾ ഈ ഒരു കേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെൽറ്റ ജി ഈക്വൽ ടു 0ൻ്റെ താഴെയും മുകളിലുമായിട്ടാണ് ഈ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കി. ഡെൽറ്റ ജി ലെസ് ദാൻ 0. അപ്പോൾ 3 കേസസ് ആയിട്ട് എനിക്ക് പറയാം. ആദ്യൊരു കേസ് ഡെൽറ്റ ജി ഈക്വൽ ടു 0 ആണ്, അതിൻ്റെ താഴെയാണ് ഈ ഡെൽറ്റ ജി ലെസ് ദാൻ 0 വരുന്നത്, അല്ല അതിൻ്റെ താഴെ ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നത്, അതിൻ്റെ മുകളിൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0. അപ്പോൾ അബവ് ദിസ് സ്പോണ്ടേനിയസ് ആണ്, സ്പോണ്ടേനിയസ്. ബിലോ ദിസ് നോൺ സ്പോണ്ടേനിയസ്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിൻ്റെ മുകളിലാണ് സ്പോണ്ടേനിയസ് എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ഈ കണ്ടീഷൻ അനുസരിച്ചുള്ള ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യും. ആ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ സ്പോണ്ടേനിയസ്, ആ ടെമ്പറേച്ചറിൻ്റെ താഴെ നോൺ സ്പോണ്ടേനിയസ്, അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. ഏതോ ഒരു ടെമ്പറേച്ചറിൽ ഡെൽറ്റ ജി 0 ആണ്, അതിൻ്റെ മുകളിൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0, അതിൻ്റെ താഴെ ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0. ആ കണ്ടീഷനാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ എന്താ? ഡെൽറ്റ ജി ഈക്വൽ ടു 0, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0. എപ്പോഴാണ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഈക്വൽ ആവുക, സോറി 0 ആവുക? ഈ ഡെൽറ്റ എച്ചും ടി ഡെൽറ്റ എസും ഈക്വൽ ആവുമ്പോൾ ടി ഡെൽറ്റ എസിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയി. അപ്പോൾ ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. അവ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒന്ന് ബൈ ഹാർട്ട് ആക്കി വെച്ചാൽ നന്നാവും. ടെമ്പറേച്ചർ അബവ് വിച്ച് റിയാക്ഷൻ സ്പോണ്ടേനിയസ് കണ്ടുപിടിക്കാൻ എന്ത് ഇക്വേഷൻ കൊടുത്താൽ മതി? ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്താ? 490 ഇൻറ്റു 10⁻³ 490 കിലോ ജൂൾ. അപ്പോൾ 490 ഇൻറ്റു 10⁻³. ഡെൽറ്റ എസിൻ്റെ വാല്യൂ 198. ഈ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ കിട്ടാൻ പോകുന്ന വാല്യൂ 490,000 ഡിവൈഡഡ് ബൈ 198. This is equal to 2474.75 കെൽവിൻ. ഈ ഒരു ടെമ്പറേച്ചറിൽ ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ ജി 0 ആയിരിക്കും. ഈ ടെമ്പറേച്ചറിൻ്റെ മുകളിലാണ് സ്പോണ്ടേനിയസ്, താഴെയാണ് നോൺ സ്പോണ്ടേനിയസ്. സോ ഫൈൻഡ് ദ ടെമ്പറേച്ചർ അബൌട്ട് ദ റിയാക്ഷൻ ഈസ് ബിക്കം സ്പോണ്ടേനിയസ്. ആൻസർ എന്താ? ദ ടെമ്പറേച്ചർ ഈസ് 2474.75 കെൽവിൻ. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ഇത് ഏതാ ചാപ്റ്റർ? എടോ ഈ ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ് കേട്ടോ. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷംലി പി എച്ച് അറിയോ? വർഷംലിക്ക് പി എച്ചിൻ്റെ ഫുൾ ഫോം അറിയോ? അല്ലെങ്കിൽ പി എച്ചിൻ്റെ ഇക്വേഷൻ അറിയോ? നിസ, ഓ കത്തിക്കുന്നുണ്ട് നിസ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിസക്കെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. എന്താണ് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ടെമ്പറേച്ചറിൽ റിയാക്ഷൻ്റെ ഡെൽറ്റ ജി വാല്യൂ 0 ആയിരിക്കും. ആ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ അത് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0, അതിൻ്റെ താഴെ നോൺ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഡെൽറ്റ ജി ഈക്വൽ ടു 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്, ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2474.75. മാച്ച് ദി ഫോളോയിങ്. ഇതിൽ നമ്മൾ മാച്ചിങ് നടത്തുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഗുഡ് ക്ലാസ്, താങ്ക് യു ഗൗതം കൃഷ്ണ. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുന്ന റിയാക്ഷനാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്തായിരിക്കും? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ
എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അതിൽ ഹീറ്റ് ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഹീറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരും. കാരണം എന്തോ ഒരു പ്രോപ്പർട്ടീൻ്റെ വാല്യൂ കുറഞ്ഞാൽ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലിനേക്കാളും കുറവായിരിക്കും, ഫൈനൽ മൈനസ് ഇനീഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു എക്സോതെർമിക് റിയാക്ഷനിൽ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആയിരിക്കും. ഹീറ്റ് റിലീസ് ചെയ്തു, അതിൻ്റെ ഹീറ്റ് കുറഞ്ഞു. അത്തരം ഒരു റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അതിൻ്റെ ഡെൽറ്റ എച്ച് വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഫൈനൽ മൈനസ് ഇനീഷ്യൽ പോസിറ്റീവ് ആയിരിക്കും. കാരണം ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥേനേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഉള്ള എനർജി. കാരണം എനർജി എവിടുന്നോ കിട്ടി. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഹീറ്റ് അബ്സോർബ്ഡ്. എക്സോതെർമിക് റിയാക്ഷൻ്റെ പ്രത്യേകതയോ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആയിരിക്കും, ഹീറ്റ് റിലീസ്ഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0. ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണുള്ളത്? സി. ഐസോതെർമൽ പ്രോസസ്. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, തെർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരേ ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്. എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലടാ, നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സെയിം ടെമ്പറേച്ചർ. therefore 2 എന്ന് പറയുന്നത് എന്താണ്? ഡി. Isothermal process delta T equal to 0. Process is carried out at constant volume. അത്തരം ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്. 3 is the B. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വോളത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. അവിടെ ഐസോ തെർമൽ കണ്ടു, ഐസോകോറിക് കണ്ടു, ഐസോബാറിക്കും കൂടിയും വെറുതെ അങ്ങ് പറഞ്ഞു പോവാം. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ ഐസോബാറിക്, കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ഐസോകോറിക്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഐസോ തെർമൽ ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ 3B. വാട്ട് അബൌട്ട് 4? പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻഫിനിറ്റ്സ്മെലി സ്ലോ സ്റ്റെപ്സ്. വളരെ സ്ലോ ആയിട്ട് ഓരോ സ്റ്റെപ്പും മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് വളരെ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്തരം ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് റിവേഴ്സിബിൾ പ്രോസസ് എന്നാണ്. സോ ദിസ് ഈസ് ദി ആൻസർ. 1C, 2D, 3B, 4A. ഇതിലെല്ലാം ജസ്റ്റ് കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി. For the reaction 4Fe plus 3O2 gives 2Fe2O3. Entropy change is minus 549 joule per Kelvin per mole at 298 Kelvin. In spite of negative entropy change, why is the reaction spontaneous? Entropy change negative ആണ്. Why is the reaction spontaneous? അപ്പോൾ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാനുള്ള വെൽ ഡിഫൈൻഡ്. സാർ ഈ ചാപ്റ്ററിൽ കാണാപ്പാഠം പഠിക്കേണ്ടത് വെൽ ഡിഫൈൻഡ്. താങ്ക് യു. കാണാപ്പാഠം പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? അപ്പോൾ കാണാപ്പാഠം പഠിക്കേണ്ട യു ആർ വെൽക്കം നിസ. കാണാപ്പാഠം പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാഠം പഠിക്കാൻ അധികം ഒന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് ഈ ഇക്വേഷൻസും അതിനെ വെച്ചിട്ടുള്ള പ്രോബ്ലംസുമാണ് ചോദിക്കാൻ വരുന്നത്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കാട്ടെ. കൃത്യമായിട്ടുള്ള ഫോക്കസ് ഏരിയ എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വേഗം പറഞ്ഞുതരാം. 1 second. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഫോക്കസ് ഏരിയ മാത്രമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. തെർമോ പ്രോബ്ലം ആവും മൊത്തം. യെസ് തെർമോ മൊത്തം പ്രോബ്ലമാണ് വരാൻ സാധ്യത. എൻ്റെ ഫോണിലൊരു ഫയൽ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് തപ്പിയിട്ട് കാണുന്നില്ല.
ഞാൻ ഏതായാലും അത് ഷെയർ ചെയ്യാൻ സർ ഹൈഡ്രജൻ സ്പെക്ട്രം സീരീസ് എവിടെയൊക്കെയാണ് ചോദിക്കുമോ? ഹൈഡ്രജൻ സ്പെക്ട്രൽ സീരീസ് എന്ന് പറഞ്ഞത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലാണ്. സ്പെക്ട്രൽ സീരീസ് എവിടെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായില്ല. ഏതൊക്കെയാണെന്നുള്ളതാണോ? ലൈമൻ സീരീസ്, ബാർമൽ സീരീസ് അതൊക്കെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ അത് പഠിക്കേണ്ടതാണ്. അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല അല്ലേ? ആ സീരീസിൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അത് നിങ്ങൾക്ക് തന്നെ റെഫർ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ IR റീജിയൻ, UV റീജിയൻ എന്നൊക്കെ ഉണ്ടല്ലോ. ആ ഇൻഫ്രാറെഡ് റീജിയൻ, UV റീജിയൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആ സീരീസിൻ്റെ പേരുകളെ ചോദിക്കാൻ സാധ്യതയുള്ളൂ, അതിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയില്ല കേട്ടോ. ലൈമൻ സീരീസ്, ബാമർ സീരീസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. സിമ്പിളാണ്. ഹേയ് മമ്മി കോളിംഗ്, എന്തൊക്കെ പേരുകളാണ്? വിജയ് പ്രകാശം വീണ്ടും അർജൻറ്റീനയുടെ കൂടെയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ സർ, താങ്ക് യു. സൂര്യ, യു ആർ വെൽക്കം. For the reaction 4Fe plus 3O2 gives 2Fe2O3. The entropy change is minus 549. In spite of the negative entropy change, why is the reaction spontaneous? Negative entropy change എന്ന് പറയുന്നത് പൊതുവെ നടക്കാത്തൊരു കാര്യമാണ്. എന്നിട്ടും ഈ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ് ഡെൽറ്റ ജി ഉണ്ടെങ്കിലേ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുള്ളൂ. പോസിറ്റീവ് ഡെൽറ്റ ജി ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്തുകൊണ്ടാണ് ഇന്ന് അർജൻറ്റീന ജയിക്കും? ബോർ മോഡൽ മസ്റ്റ്, പക്ഷേ ഇന്ന് അർജൻറ്റീന ജയിക്കും. ഒരു ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഏതായാലും ബോർ മോഡൽ മസ്റ്റാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇന്ന് അർജൻറ്റീന ജയിക്കും എന്ന് പറഞ്ഞാൽ അതും തൽക്കാലം അംഗീകരിക്കേണ്ടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ബ്രസീൽ ഫാൻ ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, വിധിയുടെ വിളയാട്ടം അങ്ങനെയാണ്. ഏതായാലും ഇപ്പോൾ തൽക്കാലം അർജൻറ്റീന വിജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നേറുകയാണ്. സുഹൃത്തുക്കളെ, ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുമോ? ഡേ മമ്മി കോളിംഗ്, ഇനിച്ച് പോടേ. ഇവിടെ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. ഇവിടെ നമുക്ക് ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡെൽറ്റ ജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ -1648 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10⁻³ മൈനസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ ഇൻറ്റു എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് -549. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ -1648,000 മൈനസ് ഇൻറ്റു മൈനസ് എന്താടാ? പ്ലസ് അല്ലേ വരെ. 298 ഇൻറ്റു 549 മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ്. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് എന്താ? പ്ലസ്. അപ്പോൾ പ്ലസ് 298 ഇൻറ്റു 549. ഇതിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ വരുന്നത് 298 ഇൻറ്റു 549 മൈനസ് 164800 വരുന്നത് -1198 ജൂൾ പെർ മോൾ. വാല്യൂ എന്താണെന്ന് എനിക്കറിയണ്ട. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എൻതാൽപ്പി ചേഞ്ച് വന്നത്? പിന്നല്ല. ഞങ്ങളിപ്പോഴും അവിടെ അർജൻറ്റീനൻ്റെ കേസും പറഞ്ഞ് നിൽക്കുകയാണ്. എവിടെ സുഹൃത്തുക്കളെ, ഡെൽറ്റ ജി നെഗറ്റീവ് അല്ലേ വന്നത്? ഡെൽറ്റ ജി നെഗറ്റീവ് വന്ന റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കൂലേ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വരിയിൽ എഴുതാം, സിൻസ് ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. അപ്പോൾ എന്തുകൊണ്ടാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയെന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉത്തരം നൽകിയിരിക്കുന്നത്. ഡെൽറ്റ ജി നെഗറ്റീവ് ആയതുകൊണ്ട് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. ടാർഗറ്റ് ലേണിംഗ്. പൊളി. ഈ ഒരു കാര്യം എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, അത് പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായും അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ. എൻട്രോപ്പി ചേഞ്ച് എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും?
spontaneous. What is the difference between system and surroundings? What are the different types of system? Empirical ഒക്കെ മസ്റ്റായി പഠിക്കണം. യെസ്, എംപിരിക്കൽ ഈസ് എ മസ്റ്റ്. എംപിരിക്കൽ ഫോർമുലയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. ഫസ്റ്റ് പാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്? സിസ്റ്റം സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കോൺസെപ്റ്റ് ഒന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണ്, എന്തെങ്കിലും ഒരു സാധനത്തിനെ നിങ്ങൾ മെഷർ ചെയ്യാൻ, പ്രഷറോ വോളിയമോ ടെമ്പറേച്ചറോ ആരുടെയോ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ആളുടെ ആവാം, ഒരു റിയാക്ഷൻ്റെ ആവാം, ഒരു റിയേജൻ്റോ എന്തിനെ പറ്റിയാണോ നിങ്ങൾ പഠനം നടത്തുന്നത്, ആ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. അപ്പോൾ ഞാൻ ഒരു ബോട്ടിലെടുത്തു, ഈ ബോട്ടിലുള്ള ടെമ്പറേച്ചറാണ് ഞാൻ അളക്കുന്നതെങ്കിൽ ഈ ബോട്ടിലാണ് എൻ്റെ സിസ്റ്റം. ഈ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോട്ടിലും ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വെള്ളം മാത്രമല്ല, ഇവിടെ കുറച്ച് എയറുമുണ്ട്. ഈ എയറും വാട്ടറും ഒക്കെ ഉള്ളൊരു കോമ്പിനേഷൻ ഈ വെള്ളത്തിനകത്ത് ഞാൻ എടുത്തു. ഇതിൻ്റെ ടെമ്പറേച്ചറോ പ്രഷറോ വോളിയമോ എന്തോ ഞാൻ അളക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എൻ്റെ ഒരു സിസ്റ്റം. ആരാണ് സിസ്റ്റം? ദി പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ്. മൊത്തം ഈ യൂണിവേഴ്സിന് ഇപ്പം എന്താ പറയുക, പ്രപഞ്ചം. ഈ പ്രപഞ്ചം മൊത്തം അംഗീകരിക്കുകയാണെങ്കിൽ അതിലുള്ള ഈ ഒരു ചെറിയ ഭാഗം, ഈ ബോട്ടിലും ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകളും മാത്രമാണ് എൻ്റെ സിസ്റ്റം. അപ്പോൾ എന്താണ് സിസ്റ്റം? ദി പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വേർ ദി സ്റ്റഡീസ് ആർ ഡൺ ഓർ വേർ ദി മെഷർമെൻറ്റ്സ് ആർ ഡൺ. എവിടെയാണോ നിങ്ങൾ പഠനം നടത്തുന്നത് അല്ലെങ്കിൽ മെഷർമെൻറ്റ് നടത്തുന്നത്, ആ ഒരു ഏരിയനെ മാത്രം വിളിക്കുന്ന പേരാണ്, പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഭാഗത്തിനെ മാത്രം വിളിക്കുന്ന പേരാണ് സിസ്റ്റം. അപ്പോൾ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മാത്രമാണ് സിസ്റ്റം എങ്കിൽ ഇതല്ലാതെ ബാക്കിയുള്ളതെല്ലാം സറൗണ്ടിങ്സ് ആണ്. ഈ ചുറ്റുമുള്ള ഈ റൂം മാത്രമല്ല, ഈ മൂണെന്ന് പറയുന്നത് ഈ ബോട്ടിലിൻ്റെ സറൗണ്ടിങ്ങിൽ പെടുന്നതാണ്. കാരണം ഈ മൂണെന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ എന്ത് തന്നെയാണോ അതൊരു സറൗണ്ടിങ്സ് ആയിട്ടാണ് നമ്മൾ വിളിക്കുക. സോ വാട്ട് ഈസ് സിസ്റ്റം? The part of the universe where measurements are done is called the system. അപ്പോൾ സറൗണ്ടിങ്സിൻ്റെ പ്രത്യേകത എന്താ? ഈ പാട്ട് ഒഴിച്ചാലുള്ള ബാക്കി ഭാഗത്തിനാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് വിളിക്കുക. ദ റെസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സ്, ദ റെസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സ് ഇസ് കോൾഡ് സറൗണ്ടിങ്സ്. അപ്പോൾ എന്താ വ്യത്യാസം? ആദ്യത്തേൽ മെഷർമെൻറ്റ്സ് നടത്തിയിരിക്കുന്നു, ബാക്കിയുള്ളതിൽ മെഷർമെൻറ്റ് നടത്തിയിട്ടില്ല. വേർ നോ മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ. അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്താണോ നിങ്ങൾ മെഷർമെൻറ്റ്സ് എടുക്കുന്ന, പഠനം നടത്തുന്ന ആ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. ആ ഒരു ഭാഗം ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ ഭാഗത്തിനെയും നമ്മൾ സറൗണ്ടിങ്സ് എന്നാണ് വിളിക്കുക. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം? ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പൺ സിസ്റ്റം, എ സിസ്റ്റം വിച്ച് അലൗസ് രണ്ടും സമ്മതിക്കും. എനർജീൻ്റെ ട്രാൻസ്ഫറും സമ്മതിക്കും, മാറ്ററിൻ്റെ ട്രാൻസ്ഫറും സമ്മതിക്കും. എ സിസ്റ്റം വിച്ച് അലൗസ് ട്രാൻസ്ഫർ ഓഫ് എനർജി ആസ് വെൽ ആസ് മാറ്റർ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും എനർജിയും ട്രാൻസ്ഫർ നടക്കും, മാറ്ററും ട്രാൻസ്ഫർ നടക്കും. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വെള്ളം ആവിയായിട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സിസ്റ്റം ആയിരിക്കും. ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ?
ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോട്ടിൽ ഓഫ് വാട്ടറാണ്. ഈ ബോട്ടിൽ ഓഫ് വാട്ടർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ചൂടുവെള്ളം വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയാൽ സാധാ വെള്ളമായിട്ടുണ്ടാവും. തണുത്ത വെള്ളം തന്നെ വെച്ചാലും കുറച്ച് നേരം കഴിഞ്ഞ് അതിൻ്റെ തണുപ്പ് കുറയും. ആയതിനാൽ ഇവിടെ ഹീറ്റ് എന്ന് പറയുന്ന എനർജി ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പക്ഷേ മാറ്റർ ട്രാൻസ്ഫർ ആവോ? അതില്ല. സിസ്റ്റം which allows transfer of energy but not matter. Transfer of energy but not matter. എനർജി സമ്മതിക്കും, പക്ഷെ മാറ്റർ പോകാൻ സമ്മതിക്കില്ല. എക്സാമ്പിൾ ക്ലോസ്ഡ് വാട്ടർ ബോട്ടിൽ. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് സിസ്റ്റം. തേർഡ് ടൈപ്പ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൗസ് അല്ലെങ്കിൽ ഡസ് നോട്ട് അലൗ, ഒന്നും സമ്മതിക്കില്ല. എനർജിയും ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കില്ല, മാറ്ററും ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കില്ല. സിസ്റ്റം വിച്ച് ഡസ് നോട്ട് അലൗ, which does not allow transfer of energy or matter. എനർജി ഓർ മാറ്റർ, മാറ്ററിൻ്റെ ട്രാൻസ്ഫർ നടക്കില്ല, എനർജിൻ്റെയും ട്രാൻസ്ഫർ നടക്കില്ല. അത്തരം ഒരു സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. എക്സാമ്പിൾ തെർമസ് ഫ്ലാസ്ക്. ഓക്കെ, എക്സാമ്പിൾ പറയുമോ? ഇതിൻ്റെ എക്സാമ്പിൾ അല്ലേ ചോദിച്ചത്, ഇതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. തെർമസ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനർജിയും ട്രാൻസ്ഫർ നടക്കില്ല, മാറ്ററും ട്രാൻസ്ഫർ നടക്കില്ല. അത്തരം ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുക. ഇതിൻ്റെ എക്സാമ്പിൾ തന്നെയല്ലേ ഗൗതം ചോദിച്ചത്? ഈ എക്സാമ്പിൾ ഓക്കെ ആണെങ്കിൽ പറഞ്ഞോളൂ. ഗൗതം, പോസ്റ്റുലേറ്റ്സ് പറഞ്ഞാൽ എന്താ? പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെയാണ് മീനിങ്. പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർസ് മോഡലിൽ പറഞ്ഞ പോയിന്റുകൾ, തിയറി. ഓരോ പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഫാക്ട്സ് എന്നൊക്കെ മീനിങ് വരാം. മെറിറ്റ്സ് അല്ലടാ, ഫാക്ട്സ് അല്ലെങ്കിൽ പോയിന്റ്സ്. എന്താണോ അതിൽ പറഞ്ഞത് അതാണ് പോസ്റ്റുലേറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരു എന്താണ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ബോർസ് മോഡൽ ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്, അല്ല ബോർസ് മോഡൽ റൂദർഫോർഡ് മോഡൽ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് നടുവിലായിരിക്കും, ചെറിയ സ്പേസ് ആയിരിക്കും എന്ന് പറഞ്ഞത് ഒരു ഫസ്റ്റ് പോയിൻ്റാണ്. അതിനെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് വിളിക്കും. പിന്നെ പറഞ്ഞത് ചുറ്റുമുള്ള നെഗറ്റീവ് ഇലക്ട്രോൺസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ പോയിൻ്റായിട്ട് പറയുമ്പോൾ ഓരോ പോയിൻറ്റിനെയും നമ്മളൊരു പോസ്റ്റുലേറ്റ് ആയിട്ട് പറയും. സോ ദീസ് ആർ ദി പോസ്റ്റുലേറ്റ്സ് ഓഫ് എ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയറിയിലുള്ള ഓരോ പോയിൻറ്റ്സും എന്നാണ് മീനിങ്. സുഹൃത്തെ, കാര്യം പിടികിട്ടിയോ? ബുദ്ധിമുട്ടുണ്ടോ? വിജയ് പ്രകാശൻ, ഇസ് ഇറ്റ് ഓക്കെ? Okay, very good. Okay, next question. Hess's law. Hess's law in a statement എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it states that enthalpy change of a reaction, enthalpy change of any reaction is the same whether the reaction occurs in one step or multiple steps. The reaction occurs in one step or multiple steps. ഇതിന് തന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയുണ്ട്.
അത് ഞാൻ പറയാം. ആദ്യം അതിൻ്റെ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിക്കുക, എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഗിവ് ദി ഇല്ലസ്ട്രേഷൻ ഓഫ് ഹെസ്സസ് ലോ എന്ന് പറയുന്നത്. ഇഫ് എ റിയാക്ഷൻ can occur in two ways. By one step or three steps. രണ്ട് രീതിയിൽ ഒരു റിയാക്ഷൻ നടക്കും, ഒന്നെങ്കിൽ ഒരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ 3 സ്റ്റെപ്പിൽ. അതായത് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, അതാദ്യം ബി ആവുന്നു, പിന്നെ ബി സി ആവുന്നു, പിന്നെ സി ഡി ആവുന്നു. ആ ഒരു പ്രോസസ്സിൽ 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യം എന്ന് പറയുന്ന ഒരു എലമെൻറ്റോ കോമ്പൗണ്ടോ ബി ആയി മാറുന്നു. സൂപ്പർബ് ക്ലാസ്, താങ്ക് യു വിജി പ്രകാശൻ. എന്ന് പറയുന്ന ആൾ ബി ആവുന്നു, ബി എന്ന് പറയുന്ന ആൾ സി ആവുന്നു, സി ഡി ആവുന്നു. ഇതൊരു കേസ്. മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ എ ഒറ്റടിക്ക് തന്നെ ഡി ആവാം. രണ്ട് രീതിയിൽ റിയാക്ഷൻ നടക്കാം. ഒന്നുകിൽ എ ബി ആവുന്നു, ബി സി ആവുന്നു, അല്ലെങ്കിൽ എന്നിട്ട് സി ഡി ആവുന്നു, അല്ലെങ്കിൽ എ ഒറ്റടിക്ക് തന്നെ ഡി ആവുന്നു. ഈ രണ്ട് രീതിയിലൂടെ ഒരു പ്രോസസ്സ് നടക്കുമെങ്കിൽ ആദ്യത്തെ കേസിലുള്ള എൻതാൽപ്പി ചേഞ്ച് വാല്യൂസ് നമ്മൾ x1, x2, x3 എന്ന് വിളിച്ചു എങ്കിൽ ഈ ഒരു സെക്കൻഡ് രീതിനെ ഞാൻ വൈ എന്ന് വിളിച്ചു. ഒറ്റടിക്ക് പോകുന്ന പ്രോസസ്സിലുള്ള എൻതാൽപ്പി ചേഞ്ചിനെ വൈ എന്ന് വിളിച്ചു. ഫസ്റ്റ് പ്രോസസ്സിലുള്ള ഓരോ സ്റ്റെപ്പിലുമുള്ള എൻതാൽപ്പി ചേഞ്ചിനെ x1, x2, x3 എന്ന് വിളിച്ചു. ഹിയർ y is equal to x1 plus x2 plus x3. എന്താണ് സംഭവിച്ചത്? ഒരു പ്രോസസ്സ് ഒറ്റയടിക്ക് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് വൈ എങ്കിൽ ഓരോ സ്റ്റെപ്പിലും വേറൊരു റിയാക്ഷൻ, അല്ല ഇതേ റിയാക്ഷൻ വേറൊരു രീതിയിൽ 3 സ്റ്റെപ്പായിട്ട് നടക്കുന്നു. ഓരോ സ്റ്റെപ്പിലുള്ള വാല്യൂസ് x1, x2, x3 എങ്കിൽ വൈൻ്റെ വാല്യൂം x1 plus x2 plus x3, x3ൻ്റെ വാല്യൂം ഈക്വൽ ആയിരിക്കും എന്നാണ് ഹെസ്സസ് ലോ പറഞ്ഞത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എനി റിയാക്ഷൻ ഇസ് ദ സെയിം whether the reaction occurs in one step or multiple step. ഒരു സ്റ്റെപ്പിലായാലും മൾട്ടിപ്പിൾ സ്റ്റെപ്പിലായാലും ഒരേ എൻതാൽപ്പി ചേഞ്ച് ആണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ എനിക്ക് പറയാം ഒറ്റ സ്റ്റെപ്പിലൂടെ നടക്കുന്ന റിയാക്ഷൻ അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലൂടെയും നടക്കുന്ന റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ചസിൻ്റെ സം ആയിരിക്കും. ഇഫ് എ റിയാക്ഷൻ ഈസ് ദി സം ഓഫ് different reactions, then its enthalpy change will be the sum of each enthalpy change of the will be sum of enthalpy change of each reaction. അതായത് ഈ ഫസ്റ്റ് പ്രോസസ്സിനെ ഞാനിങ്ങനെ എഴുതാണ്. എ ഗിവ്സ് ബി, ബി ഗിവ്സ് സി, സി ഗിവ്സ് ഡി. ഈ 3 പ്രോസസ്സിനെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന നെറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഗിവ്സ് ബി പ്ലസ് സി പ്ലസ് ഡി. അപ്പോൾ ഈ 3 റിയാക്ഷൻസിനെ ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന റിയാക്ഷൻ എന്താ? കോമൺ ടേംസിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ ഗിവ്സ് ഡി എന്ന് പറയുന്ന റിയാക്ഷൻ തന്നെ കിട്ടി. അപ്പോൾ ഈ 3 റിയാക്ഷൻസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഫൈനൽ 1 സ്റ്റെപ്പ് റിയാക്ഷൻ കിട്ടുമെങ്കിൽ ഈ 3 റിയാക്ഷൻസിൻ്റെ എൻതാൽപ്പി ചേഞ്ചസ് x1, x2, x3 എങ്കിൽ ഇതിൻ്റെ y എങ്കിൽ y ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ബട്ട് മറ്റൊരു രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എനി റിയാക്ഷൻ ഇസ് ദി സെയിം വെദർ ദ റിയാക്ഷൻ occurs in one step or multiple steps. If a reaction is the sum of different reactions, then its enthalpy change will be the sum of enthalpy change of each reaction. If a reaction can occur in 2 ways, by 1 step or 3 steps, that represent ചെയ്തു. അവിടെ y എന്ന് പറയുന്നത് x1 plus x2 plus x3. Any doubt? ആർക്കും സംശയമില്ല എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നേറുകയാണ്. ഒരു മിനിറ്റ്, ഇതിൽ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. 1 second.
ഡോണ്ട് ഗോ എനിവെയർ. ആരും പോരുത്. ഒരു 2 മിനിറ്റ്. ക്ലിയർ സാർ ഗൗതം, വെരി ഗുഡ് വെരി ഗുഡ്. ആ ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി തരാം. കുറച്ചും കൂടി PDF ആഡ് ചെയ്യാനുണ്ടായിരുന്നു. 1 സെക്കൻഡ്.
അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. അതിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരീനിയസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിനെ വെള്ളത്തിലിടുമ്പോൾ ഒരു H+ അയോൺ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കും. എന്താണ് ആസിഡ്? സബ്സ്റ്റൻസസ് വിച്ച് പ്രൊഡ്യൂസ് H+ ions when added to water. വെള്ളത്തിലേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് ഇട്ട് കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിൽ ഇട്ടത് കൊണ്ട് ഒരു H+ അയോൺ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാം. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് പ്രൊഡ്യൂസ് H+ അയോൺസ് വെൻ ആഡഡ് ടു വാട്ടർ. എക്സാമ്പിൾ എന്ന് പറയുന്നത് HCl ആയിട്ട് പറയാം. HCl വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും H+ അയോൺസ് ഉണ്ടാവും. വാട്ട് അബൌട്ട് ബേസസ്? Bases are substances which produce OH- ion. Substances which produce OH- ion. OH- ion when added to water. Example: KOH എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിനെ നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും OH- അയോൺസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി കോൾഡ് ആസ് എ ബേസ്. ആസിഡ് ബേസ്. ഗിവ് വൺ എക്സാമ്പിൾ ഫോർ അരീനിയസ് ആസിഡ് ആൻഡ് ബേസ്. അരീനിയസ് ആസിഡിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് കണ്ടു നോക്കാം. അരീനിയസ് ആസിഡിൻ്റെ എക്സാമ്പിൾ H2SO4 വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ H+ അയോൺസ് ഉണ്ടാവും. അരീനിയസ് ബേസിൻ്റെ എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ കണ്ടത് KOH. ബട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി കാണാം. AlOH ത്രൈസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 3 OH- ഉണ്ടാവുന്നു. Therefore it is also Arrhenius base. Write the expression for equilibrium Kp for the following equilibrium. Following equilibrium എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ഇക്വിലിബ്രിയത്തിൻ്റെത് ഇതിൽ കാണുന്നില്ല. ജസ്റ്റ് ഞാൻ റിയാക്ഷൻ ഒന്ന് നോക്കട്ടെ. 1 second. ഓക്കെ, റിയാക്ഷൻ നമ്മുടെ കയ്യിലുള്ളത് 2NOCl gas gives 2NO plus Cl2. എല്ലാം ഗ്യാസസ് ആണ്. ഈ ഒരു റിയാക്ഷൻ എടുത്താൽ ഇതിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kp ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Kp എഴുതുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഓരോരുത്തരുടെയും പ്രഷറാണ്. അപ്പോൾ പ്രഷർ നോക്കുന്ന സമയത്ത് NO ഉണ്ട്, Cl2 ഉണ്ട്, NOCl ഉണ്ട്. ആദ്യം നമ്മൾ എഴുതേണ്ടത് എപ്പോഴും പ്രോഡക്ട്സ് ആയിരിക്കണം. പ്രോഡക്ട്സ് ആദ്യം എഴുതണം, പിന്നെ റിയാക്റ്റൻസ് എഴുതണം. അപ്പോൾ ഇവിടെയുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NO, പാർഷ്യൽ പ്രഷർ ഓഫ് NO എന്ന് മാത്രം എഴുതിയാൽ പോരാ. എന്താണോ പാർഷ്യൽ പ്രഷർ ഓഫ് NO അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ പവറായിട്ട് വരണം. പാർഷ്യൽ പ്രഷർ ഓഫ് NO റേസ് ടു 2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് Cl2 റേസ് ടു 1, കാരണം അവിടെ കോഎഫിഷ്യൻ്റ് 1 ആണ്, ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് NOCl റേസ് ടു 2. അപ്പോൾ എന്താണോ കോഎഫിഷ്യൻ്റ് അത് പവറായിട്ട് വരണം. AA പ്ലസ് BB ഗിവ്സ് CC പ്ലസ് DD എന്ന് പറയുന്ന ഒരു ഫോർമുല ആയിരുന്നെങ്കിൽ അവിടെ Kpയുടെ ഇക്വേഷൻ വരാൻ പോകുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് C. എന്താണോ അവിടെ ഉള്ളത് അയാളുടെ കോഎഫിഷ്യൻ്റ് അവിടെ പവറായിട്ട് കൊടുക്കുക. പാർഷ്യൽ പ്രഷർ ഓഫ് C റേസ് ടു C ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് A റേസ് ടു A ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B റേസ് ടു B. അപ്പോൾ ഈ രീതിയിലാണ് Kpയുടെ ഇക്വേഷൻ വരിക. ഇവിടെ NOൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആയതുകൊണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് NOൻ്റെ പവർ സ്ക്വയർ, Cl2ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയതുകൊണ്ട് ഇവിടെ 1, NOClൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആയതുകൊണ്ട് അവിടെ 2. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു റൈറ്റ് ദി ഇക്വേഷൻ ഫോർ Kp. വാട്ട് ഈസ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ? എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് which differ by 1 H+ ion.
എന്താണ് കാര്യം എന്നുള്ളത് എക്സാമ്പിൾ കാണുമ്പോഴാണ് കുറച്ചും കൂടി ഒരു വ്യക്തത വരാം. എന്താണെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ ലെറ്റ്സ് കൺസിഡർ HCl റിയാക്ടിങ് വിത്ത് NH3 ബേസ് ആണ്, HCl ആസിഡാണ്. ഇവരെ തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? ആസിഡ് ആയിട്ടുള്ള വ്യക്തി H+ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. HCl അക്കോർഡിംഗ് ടു Bronsted-Lowry concept, HCl is an acid. എന്താണ് ആസിഡ്? H+ ഡൊണേറ്റ് ചെയ്യുന്ന ആള്. Bronsted-Lowry കോൺസെപ്റ്റ് പ്രകാരം ഐറീനിയസ് കോൺസെപ്റ്റ് പോലെയല്ല, ബേസ് എന്ന് പറയുന്നത് OH- പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളല്ല, H+ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. Bronsted-Lowry കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ ഡൊണേറ്റ് ചെയ്യുന്ന ആള്, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ. ഇവിടുന്ന് HCl H+നെ ഡൊണേറ്റ് ചെയ്താൽ ഈ HCl എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. NH3 ഒരു H+ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബേസ് ആണ്. ഇതൊരു ആസിഡാണ്, അതൊരു ബേസ് ആണ്. H+ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ ആസിഡ്, H+ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ബേസ്. അത്തരമൊരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് Cl- NH4+ ആണ്. എന്നാൽ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. രണ്ട് ഡയറക്ഷനിലും റിയാക്ഷൻ നടക്കും. അപ്പോൾ റിവേഴ്സ് റിയാക്ഷൻ നോക്കിക്കേ, Cl- NH4+. ഈ Cl- NH4+ൽ ആരാണ് H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആള്? H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആള് NH4+ ആണ്. ഡൊണേറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കും, അക്സെപ്റ്റ് ചെയ്യുന്ന ആളെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. പക്ഷെ പ്രോഡക്റ്റ് സൈഡിലുള്ള ആസിഡിനെയും ബേസിനെയും നമ്മൾ കോൺജുഗേറ്റ് ബേസ് എന്നും കോൺജുഗേറ്റ് ആസിഡ് എന്നും വിളിക്കും. അപ്പോൾ ഒരു ആസിഡിന് ബദലായിട്ട് ഒരു കോൺജുഗേറ്റ് ബേസ്, ഒരു ബേസിന് ബദലായിട്ട് ഒരു കോൺജുഗേറ്റ് ആസിഡ്. ഒരു ആസിഡ് ഒരു കോൺജുഗേറ്റ് ബേസായി മാറുന്നു, ഒരു ബേസ് ഒരു കോൺജുഗേറ്റ് ആസിഡായി മാറുന്നു. ഹിയർ HCl and Cl- form a conjugate acid base pair. Form a conjugate acid base pair. HCl-ഉം Cl- തമ്മിൽ ആകെ ഒരു H+ അയോണിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. HCl ഒരു ആസിഡ്, അതിൻ്റെ ഒരു കോൺജുഗേറ്റ് ബേസ്. HCl-ഉം കോൺജുഗേറ്റ് ബേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു H+ അയോണിൻ്റെ ഡിഫറൻസ് ആണ്. HCl-ൽ നിന്നും ഒരു H+. സാറിൻ്റെ ക്ലാസ്സസ് യൂട്യൂബിലുണ്ടോ? മാരത്തോൺ അല്ലാത്തത് ചാപ്റ്റർ വൈസ്? ഇല്ലടാ, ഞാൻ അങ്ങനെ ചാപ്റ്റർ വൈസ് ആയിട്ട് യൂട്യൂബിൽ ചെയ്തിട്ടില്ല. ഏതായാലും അതിന് നമുക്ക് അവസരമുണ്ട്. ഇപ്പോൾ തൽക്കാലം എക്സാം നാളെ ആയതുകൊണ്ടാണ് ഇങ്ങനെ തിരക്കൂട്ടി എടുക്കുന്നത്. ഇനിയുള്ളത് നമുക്ക് സംസാരിക്കാം, നമുക്ക് എന്തെങ്കിലും പരിഹരിക്കാം. ഏതായാലും ഇപ്പോൾ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാരത്തോൺ അല്ലാതെ ഒന്നും നടക്കില്ല. വളരെ ഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സസ് ഇനിയുള്ള എക്സാംസിന്, ഇനിയുള്ള ചാപ്റ്റേഴ്സിന് നമുക്ക് സൗകര്യം പോലെ എടുക്കാം. ആസിഡ് ബേസ് തമ്മിലുള്ള റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഹിയർ HCl and Cl- ആർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഒരു ആസിഡ് HCl, അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് Cl-. അപ്പോൾ അവരൊരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് ഫോം ചെയ്യുന്നു. ഓൾസോ NH3 and NH4+. ഇവരെ തമ്മിലും എന്ത് വ്യത്യാസമേ ഉള്ളൂ? NH3 ഒറ്റയ്ക്ക് ഇരിക്കുന്നു, NH4+ എന്ന് പറഞ്ഞാൽ ഒരു H+ ജോയിൻ ചെയ്തു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു H+ ആയതുകൊണ്ട് ഡിഫറൻസ് ആണ്. ഇവരെ തമ്മിലും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇവരെ നമ്മൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഇവരും ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഫോം ചെയ്യുന്നു. അപ്പോൾ എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് ഒരു റിയാക്ഷൻ്റെ എക്സാമ്പിളോട് കൂടി നമ്മൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിച്ച് ഡിഫർ ബൈ 1 H+ അയോൺ. ഡിഫൈൻ pH. pH എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. pH is defined as the negative logarithm of നെഗറ്റീവ് എന്നുള്ളത് ഇങ്ങനെ എഴുതുന്നതിന് പകരം കുറച്ചും കൂടി വൃത്തിയാക്കിയിട്ട് നെഗറ്റീവ് എന്ന് എഴുതുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നെഗറ്റീവ് ലോഗരിതം to the base 10. To the base 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ലോഗിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ടു ദ ബേസ് ഇയും ടു ദ ബേസ് 10ഉം. അത് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന, നമ്മൾ ഇത്രയും കാലം ലോഗ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ ലോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്തമാറ്റിക്സ്
അത്ര ഡെപ്തിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ലോഗ് ടു ദ ബേസ് ഇയും ലോഗ് ടു ദ ബേസ് 10ഉം തമ്മിലുള്ള വ്യത്യാസം വലിയ രീതിയിൽ അറിയില്ല. പക്ഷേ ആൻസർ ചെയ്യുന്ന സമയത്ത് ടു ദ ബേസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചർക്കാണ് കത്തും, യെസ് ഇവൻ എന്തൊക്കെയോ അറിയാം. അപ്പോൾ ലോഗ് എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്, ലോഗ് ടു ദ ബേസ് ഇ ഉണ്ട്, ലോഗ് ടു ദ ബേസ് 10 ഉണ്ട്. ഈ ലോഗ് ടു ദ ബേസ് ഇനെയാണ് നമ്മൾ നാച്ചുറൽ ലോഗ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറ്. ലോഗ് ടു ദ ബേസ് ഇ ഓഫ് എക്സിനെ നാച്ചുറൽ ലോ ഓഫ് എക്സ് എന്ന് വിളിക്കും. എന്നാൽ ഈ ലോഗ് ടു ദ ബേസ് 10നെയാണ് നമ്മൾ സാധാരണ വെറുതെ ലോഗ് എന്ന് വിളിക്കാറ്. ലോഗ് ഓഫ് 5 എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് 10 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ടാക്കി നമ്മൾ വെറും ലോഗ് എന്ന് വിളിക്കും. ഏതായാലും പി എച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദി നെഗറ്റീവ് ലോഗരിതം ഓഫ് the concentration of H plus ions. The concentration of H plus ions. ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് ലോഗ് എടുക്കുക. ദെൻ യു വിൽ ഗെറ്റ് പി എച്ച്. അപ്പോൾ പി എച്ചിൻ്റെ ഇക്വേഷൻ എന്താ വരിക? പി എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. നെഗറ്റീവ് ലോഗ് ഓഫ് H plus ion concentration. pH is equal to negative log of H plus ion concentration. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ ഇത് മതി. എങ്കിലും നമുക്കൊന്നുകൂടി മുന്നോട്ട് നീങ്ങി നോക്കാം, എങ്ങനെയാണ് ഒരു പി എച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് കണ്ടു നോക്കാം. ഇഫ് H plus ion concentration is equal to 10 raised to minus 5, then pH is equal to. അറിയുന്ന ആളുകൾ ടൈപ്പ് ചെയ്ത് അയച്ചോ, ഞാൻ ഏതായാലും സോൾവ് ചെയ്യുന്നുണ്ട്. ഈ എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ഈക്വൽ ടു 10 raised to minus 5 എങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു, പി എച്ചിൻ്റെ വാല്യൂ എന്താ? നെഗറ്റീവ് ലോഗ് ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. ബട്ട് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10 raised to minus 5 ആണ്. 10 raised to minus 5ൻ്റെ ലോഗ് എടുത്താൽ എന്ത് ആൻസർ ആണ് കിട്ടാൻ പോണത്? ലോഗ് ടു ദ ബേസ് 10 ഓഫ് 10 raised to a എന്ന് പറയുന്നത് 10 raised to aൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എ ആണ്. അപ്പോൾ എന്താണ് ലോഗിൻ്റെ ഫംഗ്ഷൻ? 10 ആണ് ബേസ് എങ്കിൽ 10 ബേസ് വെച്ചുകൊണ്ട് എന്താണോ പവർ അതിനെ തലേന്ന് ഇറക്കി വെക്കുക. ഞാൻ സാധാരണ ലോഗ് പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, എന്താണോ തലയിലുള്ളത് 10ൻ്റെ തലയിൽ എന്താണോ ഉള്ളത് അതിനെടുത്തിട്ട് താഴെ ഇറക്കി വെക്കൂ. മുകളിലുള്ള തലയിലുള്ള ആളെ എടുത്ത് ഇറക്കി വെക്കൂ. എടാ 10 raised to aയിൽ നിന്നും എനെ ഇറക്കി വെച്ചാൽ എ ആണ് ആൻസർ വരിക. ഇവിടെ എന്താണ് തലയിലുള്ളത്? -5 ആണ് തലയിലുള്ളത്. അപ്പോൾ -5നെ താഴെ ഇറക്കി വെച്ചോ, -5. പക്ഷേ ഇതാ ഒരു നെഗറ്റീവ് സൈൻ അതിൻ്റെ മുന്നേ അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പം -5 ഇതെപ്പോഴും എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു +5 അഥവാ 5 എന്ന് പറയുന്നതാണ് ശരി. +5 എന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. പി എച്ചിൻ്റെ വാല്യൂ എന്താ വരിക? 5. സുഹൃത്തുക്കളെ, നിങ്ങൾ ഉടനെ തന്നെ ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചാൽ 10 raised to minus 3 ആണെങ്കിൽ പി എച്ച് കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും വരിക? 3. പി എച്ച് ഇസ് ഈക്വൽ ടു 3. എങ്ങനെയാണ് വരുന്നത്? മൈനസ് ലോഗ് ഓഫ് 10 raised to minus 3. അപ്പോൾ 10 raised to minus 3ൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ -3 വരും. ഓൾറെഡി നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് പി എച്ച് ഈക്വൽ ടു സി, പി എച്ച് ഈക്വൽ ടു 3. പി എച്ച് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് ഓഫ് 10 raised to minus 3 വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ നിങ്ങൾക്ക് പി എച്ച് കണ്ടുപിടിക്കാൻ പറ്റണം. പക്ഷേ ഇതൊന്നും എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ പ്രത്യേകം ചോദിക്കാത്ത സ്ഥിതിക്ക് ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആയി. പി എച്ച് ഇസ് ഡിഫൈൻഡ് ആസ് നെഗറ്റീവ് ലോഗരിതം ടു ദ ബേസ് 10 ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് H plus ions. പി എച്ച് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് H plus ion concentration. Select the Lewis acid from the following. Lewis acid, Lewis base, അരീനിയസ് കോൺസെപ്റ്റ് നമ്മൾ എഴുതി പറഞ്ഞിരുന്നു. H പ്ലസ് ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ ആസിഡ് എന്ന് വിളിച്ചു. OH- അയോൺസ് ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ ബേസസ് എന്ന് വിളിച്ചു. ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു പോയി, പക്ഷേ എഴുതിയിരുന്നില്ല. ബ്രോൺസ്റ്റഡ് ലോറി ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഡൊണേറ്റ് H plus ions. H plus ionsന് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾ ആസിഡ്സ്. ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആക്സെപ്റ്റ് H plus ions. അപ്പോൾ ആസിഡ് ബേസ് കോൺസെപ്റ്റിൽ ബ്രോൺസ്റ്റഡ് ലോറി പ്രകാരം ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഡൊണേറ്റ് H plus ions, ബേസസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ആക്സെപ്റ്റ് H plus ions. ഇനി ലൂയിസ് ആസിഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആക്സെപ്റ്റിന് പകരം ഡൊണേറ്റ്, ഡൊണേറ്റിന് പകരം ആക്സെപ്റ്റ്, H പ്ലസിന് പകരം ഇലക്ട്രോൺ. അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആസിഡ് നേരത്തെ ഡൊണേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ്. അപ്പോൾ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Acids are substances that accept electrons.
വാട്ട് അബൌട്ട് ബേസസ്? ഒരാൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ആൾ എന്ത് ചെയ്യായിരിക്കും? ഡൊണേറ്റ് ചെയ്യുന്ന ആളായിരിക്കും. സോ വാട്ട് ഈസ് എ ബേസ്? സബ്സ്റ്റൻസ് ദാറ്റ് ഡൊണേറ്റ്സ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ആളുകളാണ് ബേസസ് എന്ന് വിളിക്കുക. ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള ആളുകളാണ് ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുക. അപ്പോൾ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ഇലക്ട്രോൺസ്, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണേറ്റ്സ് ഇലക്ട്രോൺസ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ലൂയിസ് ആസിഡ് ആണ്. ഇവിടെ NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH3ൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? 3 ഹൈഡ്രജൻ ആറ്റംസ്, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ടോട്ടൽ 5 ഇലക്ട്രോൺസ് ഉള്ള നൈട്രജൻ, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും 3 ഹൈഡ്രജൻ ആറ്റംസും. ഇങ്ങനെയാണ് NH3ൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇയാൾക്ക് ആവശ്യമില്ല. ഇയാൾ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാതെ തന്നെ വളരെ സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ലൂയിസ് ഒക്ടറ്റ് സ്റ്റേബിൾ ആണ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ പഠിച്ച പ്രകാരം ലൂയിസ് ഒക്ടറ്റ് റൂൾ ഫോളോ ചെയ്യുന്ന ആളാണ്. പെർഫെക്റ്റ്ലി സ്റ്റേബിൾ ആണ്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഒരു മെച്ചവും ഇല്ല. നമ്മളെപ്പോലെ അത്യാർത്ഥിയുള്ള ആളുകളല്ല ഈ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ആവശ്യത്തിലേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കാൻ അവർ തയ്യാറാണ്. നമ്മളെപ്പോലെയല്ല. നമ്മളങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ പോവർട്ടി എന്ന് പറയുന്ന പാപ്പരാവുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല. കാരണം ഉള്ളവനില്ലാത്തവന് കൊടുത്താൽ മതി. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല, ഇവരത് ചെയ്യും. ഇവരെന്താ ചെയ്യുക? യെസ്, BF3 പോലത്തെ ആളുകൾ. BF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ 3 ഇലക്ട്രോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ഇലക്ട്രോൺ ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 3 ബോണ്ട് ഉണ്ടാവുന്നു. എന്നാൽ ഈ ബോറോണ് ചുറ്റും നിങ്ങൾ എണ്ണു നോക്കിയാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഓൾറെഡി ബോറോണ്ടത്. ഈ ഷെയറിങ്ങിലൂടെ ഫ്ലൂറിൻ്റെ ഓരോ ഇലക്ട്രോൺ ഓരോ ബോണ്ടിൽ കിട്ടി. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. നിങ്ങൾക്ക് അറിയാലോ, ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. ടോട്ടൽ എത്രയായി? 6. 8 എണ്ണം ആയോ? ഒക്ടറ്റ് സ്റ്റേബിൾ ആയോ? 8 എണ്ണം ഉണ്ടോ? ഇല്ല. 8 എണ്ണം ഉണ്ടാവേണ്ട സ്ഥാനത്ത് എത്രയേ ഉള്ളൂ? 6 എണ്ണം ഉള്ളൂ. അത്തരം സ്പീഷീസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് എന്നാണ്. ഈ ഇലക്ട്രോൺസ് ആവശ്യത്തിലേറെ ഉള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസ് ആവശ്യമില്ലാത്ത അമോണിയ ഇലക്ട്രോൺസ് ആവശ്യമുള്ള BF3ക്ക് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന അമോണിയ വിൽ ബിക്കം ദി ബേസ്. അക്സെപ്റ്റ് ചെയ്യുന്ന BF3 വിൽ ബിക്കം ദി ആസിഡ്. അപ്പോൾ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ. ഇവിടെ NH3 ഇസ് ദ ബേസ്, BF3 ഇസ് ദി ആസിഡ്. അപ്പോൾ NH3 സാധാരണ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. OH- ആണ് അടുത്തതായിട്ട് കാണുന്നത്. OH- മുകളിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. ആരും അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കില്ല, കാരണം ഓൾറെഡി നെഗറ്റീവ് ചാർജാണ്. ഇനിയും ഇങ്ങനെ തലയിൽ കുറച്ചും കൂടി നെഗറ്റീവ് ചാർജിനെ കയറ്റി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉള്ള നെഗറ്റീവ് ചാർജിനെ ഇറക്കി വെക്കാൻ നോക്കുകയാണ്, ഇലക്ട്രോൺസിനെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള OH- Cl- എന്തായിട്ട് ആക്ട് ചെയ്യില്ല? ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യില്ല. ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യില്ല. എന്താ ചെയ്യുക? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. പിന്നെ ഈ കൂട്ടത്തിൽ ആരാ ഉള്ളത്? BCl3. BF3നെ പോലെ തന്നെ ഉള്ളൊരു വ്യക്തിയാണ് BCl3. BCl3ൻ്റെ ചുറ്റും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണുള്ളത്? 3 ഇലക്ട്രോൺസ്. Cl നിന്ന് 3 ഇലക്ട്രോൺസ്, ടോട്ടൽ 6 ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്പീഷീസാണ് BCl3 എന്ന് പറയുന്നത്. അപ്പോൾ ലൂയിസ് ആസിഡായിട്ട് ആരാ ആക്ട് ചെയ്യുക? BCl3 ബിക്കോസ് ഓഫ് ഹാവിങ് only BCl3 because of having only 6 electrons in outer shell. It is electron deficient species. Electron deficient species. NH3, OH-, Cl- ഇവരൊക്കെ ലൂയിസ് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം ഇവരൊക്കെ ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇലക്ട്രോൺ റിച്ച് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതിനാൽ ദിസ് ആൻസർ ഈസ് BCl3. Define buffer solutions and write one example for an acidic buffer. ബഫർ സൊല്യൂഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബഫർ സൊല്യൂഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ which resists change in pH value upon
upon addition of small amounts of acid or base. കുറച്ച് ആസിഡോ ബേസോ ആഡ് ചെയ്തത് കൊണ്ട് പി എച്ചിൽ യാതൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സൊല്യൂഷനാണ് ബഫർ സൊല്യൂഷൻ. എന്താണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില റിയാക്ഷൻസ് നടക്കണമെങ്കിൽ ഒരു പ്രത്യേക പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. pH 5, pH 3 ഇത്തരം ഒരു പി എച്ചിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. നമ്മുടെ ബ്ലഡിലുള്ള പി എച്ച് എന്ന് പറഞ്ഞാൽ 6.8-ൻ്റെയും 7.6-ൻ്റെയും ഇടയിലായിരിക്കണം. 6.8-ന് താഴെ പോയ പ്രശ്നമാണ് കൂടുതൽ അസിഡിക് ആവും. 7.6-ൻ്റെ മുകളിലേക്ക് പോയ പ്രശ്നമാണ് കൂടുതൽ ബേസിക് ആവും. നമ്മുടെ ബ്ലഡിൻ്റെ ഫങ്ഷനിങ് തന്നെ നടക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഈ പി എച്ച്. പോയിൻ്റ് അല്ല, നമുക്ക് പഠിക്കാനില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ഫാക്ടറാണ് എന്താണ് പി എച്ച് 6.8-ൻ്റെയും 7.6-ൻ്റെയും ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സർവൈവലിന് വളരെ ഇമ്പോർട്ടൻ്റ്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അത് ബയോളജിയിൽ പഠിക്കുന്ന സാധനമാണ് 6.8 to 7.6. എന്നിരുന്നാലും നമ്മുടെ ലൈഫിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. കുറച്ച് ആസിഡ് നമ്മൾ കഴിച്ചു, കുറച്ച് അസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്പിൾസോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ അത് കഴിച്ചു, നമ്മുടെ ശരീരത്തിലേക്ക് ആസിഡ് കയറി, എന്നാലും പി എച്ചിൽ വലിയ മാറ്റം ഉണ്ടാവാൻ പാടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം? ഒരു ബഫർ സൊല്യൂഷൻ ഉണ്ടാവണം. അത് നാച്ചുറലി നമ്മുടെ ബ്ലഡിലുണ്ട് ഒരു ബഫർ സൊല്യൂഷൻ. ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അവിടെ ഉള്ളത് ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ തൽക്കാലം നമുക്ക് പഠിക്കാനില്ല. ബട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. NaHCO3 HCO3- ആണ് അവിടെ ഉള്ളത്. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഒരു ബഫർ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പി എച്ചിൽ ചേഞ്ച് ഉണ്ടാവാതിരിക്കാൻ. അവിടെ നിങ്ങൾ കുറച്ച് ആസിഡോ കുറച്ച് ബേസോ ആഡ് ചെയ്താൽ അവിടെ പി എച്ചിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട വ്യക്തിയാണ് ബഫർ സൊല്യൂഷൻ. അപ്പോൾ അതാണ് സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച് വാല്യൂ. ചേഞ്ച് ഇൻ പി എച്ച് വാല്യൂ ഉണ്ടാവില്ല എന്ന് പറയില്ല, ചേഞ്ച് ഇൻ പി എച്ച് വാല്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും, റെസിസ്റ്റ് ചെയ്യും. അത്തരം ഒരു സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. എക്സാമ്പിൾ ഫോർ ആൻ അസിഡിക് ബഫർ. അസിഡിക് ബഫറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസിഡിക് ബഫറിൽ 2 വ്യക്തികളായിരിക്കും ഉണ്ടാവുക. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം ഇവിടെ എഴുതുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് മുകളിൽ കൊണ്ട് എഴുതാം. ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമില്ല. അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോമ്പണൻസ് ഉണ്ടാവുക. ഒന്നൊരു ആസിഡ് ആയിരിക്കും, ഒന്നൊരു സാൾട്ട് ആയിരിക്കും. എപ്പോഴും ഒരു ആസിഡും ഒരു സാൾട്ടും ഉണ്ടാവും. എന്നാൽ ആ ആസിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആസിഡ് ആയിരിക്കും ആ ആസിഡ്. എപ്പോഴും ഒരു ബഫർ സൊല്യൂഷൻ നിങ്ങൾക്ക് ഫോം ചെയ്യണമെങ്കിൽ അതൊരു അസിഡിക് ബഫർ ആവണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടിയിരുന്നത് എന്തായിരിക്കും? വീക്ക് ആസിഡ് ആയിരിക്കും പ്ലസ് സാൾട്ട്. ഏത് സാൾട്ടാണ്? ഇതേ വീക്ക് ആസിഡ് ഒരു ഏതെങ്കിലും സ്ട്രോങ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന സാൾട്ട്. സാൾട്ട് ഓഫ് സെയിം വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. എന്താ സംഭവം? ഒരു എക്സാമ്പിൾ കണ്ടാലോ കുറച്ചുകൂടി വ്യക്തത വരൂ. അസിഡിക് ബഫറിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ പറയാൻ പോവാണ്. കാര്യം മനസ്സിലാക്കുക. ഒരു വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COOH. ഇറ്റ് ഈസ് കോൾഡ് ആസ് അസറ്റിക് ആസിഡ്. CH3COH എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. ആൻഡ് ഈ ഒരു അസറ്റിക് ആസിഡ് NaOH കമ്പൈൻ ചെയ്താൽ എന്ത് സാൾട്ടാണ് ഉണ്ടാവാൻ പോണത്? CH3COHും NaOHും കമ്പൈൻ ചെയ്താൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞേ. ടൈപ്പ് ചെയ്ത് അയക്കേണ്ട ആവശ്യമില്ല, നിങ്ങളതിനൊന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. എന്താ ഉണ്ടാവുക? CH3COOHും NaOHും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ CH3COONA എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടാവും. CH3COONA CH3COONA പ്ലസ് H2O എന്നുള്ളതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഒരു സാൾട്ടും ഉണ്ടാവും, ഒരു വാട്ടറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സാൾട്ട് എന്ന് പറയുന്ന CH3COONA ആരൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടായത്? സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. CH3COH എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആണ്, NaOH എന്ന് പറയുന്നത് സ്ട്രോങ് ബേസ് ആണ്. സോ ദിസ് സാൾട്ട് ഇസ് ദി സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. എന്താണ്? സാൾട്ട് ഓഫ് സെയിം വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. CH3COH എന്ന് പറഞ്ഞ വീക്ക് ആസിഡ്, അതിൻ്റെ കൂടെ NaOH റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്ന സാൾട്ടാണ് CH3COONA എന്ന് പറയുന്നത്. CH3COOH പ്ലസ് അസറ്റിക്, അതാണ് അസറ്റിക് ആസിഡ്. എന്നാൽ അതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് എന്താ? CH3COONA.
സോഡിയം അസറ്റേറ്റ്. ഇവരെ തമ്മിൽ ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു അസിഡിക് ബഫർ ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. എന്നാലും നമുക്ക് ബേസിക് ബഫറും കൂടി ഒന്ന് കണ്ടു നോക്കാം. അസിഡിക് ബഫർ അറിയാവുന്ന ആൾക്കാർക്ക് ബേസിക് ബഫർ വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. വീക്ക് ആസിഡിന് പകരം എന്താ ഉണ്ടാവേണ്ടത്? വീക്ക് ബേസ് പ്ലസ് സാൾട്ട് തന്നെയാണ് വേണ്ടത്. പക്ഷേ നേരത്തെ വീക്ക് ആസിഡ് അല്ല ഉണ്ടാവേണ്ടത്, ഇപ്പോഴത്തെ വീക്ക് ബേസ് ആണ് ഉണ്ടാവേണ്ടത്. സെയിം വീക്ക് ബേസ്. നേരത്തെ സ്ട്രോങ് ബേസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വേണ്ടത് സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബേസിക് ബഫർ ഏതാ? വീക്ക് ബേസും സാൾട്ട് ഓഫ് സെയിം വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ്. ഒരു വീക്ക് ബേസിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ NH3. NH3 ഈസ് എ വീക്ക് ബേസ്. അതും HCl തമ്മിൽ കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന ഒരു സാൾട്ടാണ് ഈ NH4Cl എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വാട്ടർ ഉണ്ട് കേട്ടോ, പ്രശ്നമല്ല. NH3 എന്ന് പറയുന്ന ഒരു വീക്ക് ബേസ് ആണ്. NH4Cl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ട് ഓഫ് വീക്ക് ബേസ് വിത്ത് a strong acid. Salt of weak base with a strong acid ആരാ? NH4Cl. വീക്ക് ബേസിന് എക്സാമ്പിൾ NH3 അല്ലെങ്കിൽ NH4 OH ചെയ്താലും പ്രശ്നമില്ല. സാൾട്ട് ഓഫ് വീക്ക് സെയിം വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് NH4Cl. NH4Cl. So this is an example for basic buffer. ചോദിച്ചിട്ടില്ല, ബട്ട് അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയി. ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc ഫോർ ദ റിയാക്ഷൻ ഗിവൺ ബിലോ. ആദ്യം ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യട്ടെ. ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പോൾ Kc കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫോർ ദ റിയാക്ഷൻ AA പ്ലസ് BB ഗിവ്സ് CC പ്ലസ് DD. ഇത്തരം ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ Kcയുടെ ഇക്വേഷൻ വരുന്നത് C⁻C D⁻D ബൈ A⁻A B⁻B. അതായത് Kcയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് C⁻C കോൺസെൻട്രേഷൻ ഓഫ് D⁻D ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A⁻A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B⁻B. സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്നാണ് വായിക്കുക. അവിടെ കോൺസെൻട്രേഷൻ ഓഫ് C, കോൺസെൻട്രേഷൻ ഓഫ് D, കോൺസെൻട്രേഷൻ ഓഫ് A, കോൺസെൻട്രേഷൻ ഓഫ് B, അവരുടെ കോഎഫിഷ്യൻസി A B C D സ്മോൾ ലെറ്ററിലുള്ളത് ഇവിടെ പവറായിട്ട് വരുന്നു. എന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ഉണ്ട്. PV = nRT അഥവാ P = n/V/RT. n/V-നെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് വിളിച്ചിരുന്നത്. മൊളാരിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ n/V-നെ നമ്മൾ എന്താ വിളിക്കുന്നത്? മൊളാരിറ്റി. അതല്ലടാ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മൊളാരിറ്റി എന്ന് പറയുന്നതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു RT എന്ന് നമുക്ക് പറയാം. എന്താണ് പ്രഷർ ഓഫ് എ? കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു RT. എങ്കിൽ വാട്ട് അബൌട്ട് ബി? പ്രഷർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു RT. വാട്ട് അബൌട്ട് സി? കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു RT. പ്രഷർ ഓഫ് ഡി എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു RT. അതൊക്കെ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. Kp കണ്ടുപിടിക്കാനുള്ള ഫോർമുല പാർഷ്യൽ പ്രഷർ ഓഫ് C⁻C പാർഷ്യൽ പ്രഷർ ഓഫ് D⁻D പാർഷ്യൽ പ്രഷർ ഓഫ് A⁻A പാർഷ്യൽ പ്രഷർ ഓഫ് B⁻B. ഓരോന്നും അതേപോലെ എഴുതിയെടുത്തു. ഒറ്റ മാറ്റം വരുത്തിയുള്ളൂ. കോൺസെൻട്രേഷൻ പകരം പ്രഷർ. പക്ഷേ പ്രഷറിന് പകരം നമുക്ക് എന്ത് എഴുതാം? കോൺസെൻട്രേഷൻ ഇൻറ്റു RT. അപ്പോൾ പ്രഷർ ഓഫ് സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു RT റേസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു RT റേസ് ടു ഡി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു RT റേസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു RT റേസ് ടു ബി. ഇതെല്ലാം കൂടി നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേംസ് ഒക്കെ ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവാ. C⁻C D⁻D ബൈ A⁻A B⁻B. എന്തൊക്കെ ടേംസാണ് ബാക്കിയുള്ളത്? RT എന്ന് പറയുന്ന ടേംസേ ബാക്കിയുള്ളൂ. RT⁻C ഇൻറ്റു RT⁻D ഡിവൈഡഡ് ബൈ RT⁻A ഇൻറ്റു RT⁻B. സുഹൃത്തുക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ ഉണ്ട്. A⁻x ഇൻറ്റു A⁻y ഇസ് ഈക്വൽ ടു A⁻x പ്ലസ് വൈ. A⁻x പ്ലസ് വൈ. A⁻x ഡിവൈഡഡ് ബൈ A⁻y ഈക്വൽ ടു A⁻x മൈനസ് വൈ. A⁻x മൈനസ് വൈ. അപ്പോൾ ഇവിടെ ഈ റിലേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് എന്താ? Kcയുടെ ഇക്വേഷനാണ്. അപ്പോൾ ഞാൻ Kpയുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ Kp ഈസ് ഈക്വൽ ടു ആദ്യം കാണുന്ന വ്യക്തി Kc,
പിന്നുള്ളത് എന്താ ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി. അപ്പോൾ എന്താ വരിക ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി എന്നായിരിക്കും ആർ ടി റേസ് ടു സി പ്ലസ് ഡി. ആ ഒരു ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉണ്ടാവുക ആർ ടി റേസ് ടു എ പ്ലസ് ബി. അപ്പോൾ ഡിവൈഡഡ് ബൈ വന്നു കഴിഞ്ഞാൽ എന്താ വരിക ഏതെങ്കിലും ഒരു ടേം ഡിവൈഡ് ബൈ മറ്റൊരു ടേം എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എ റേസ് ടു എ റേസ് ടു എക്സ് മൈനസ് വൈ. ആർ ടി റേസ് ടു എക്സ് സി പ്ലസ് ഡി ഡിവൈഡ് ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി. അപ്പോൾ ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ഈ ഒരു റിലേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. കെ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ കെ പി ഇക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. അഥവാ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്നാണ് നമ്മൾ വിളിക്കുക. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. എന്താണ് ഡെൽറ്റ എൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ എൻ ഈക്വൽ ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. സി പ്ലസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്ട്സിൻ്റെ നമ്പർ ഓഫ് മോൾസ്, എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ്. ഈ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. പ്രോഡക്ട്സ് എന്താ സിയും ഡിയും, റിയാക്റ്റൻസ് എയും ബിയും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ചെയ്താൽ ഡെൽറ്റ എൻ കിട്ടും. റിലേഷൻ എന്താ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഡിറൈവ് ദ റിലേഷൻ. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ കാണിച്ചു. ഇനി നമുക്ക് പഴയ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. പഴയ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി ഫോർ ദ റിയാക്ഷൻ ഗിവൺ ബിലോ. അപ്പോൾ കെ പിയും കെ സിയും നമ്മളുടെ റിലേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടു. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എന്താ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് എന്താ 2 + 1. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് എന്താ 2. അല്ലടാ 2NO 1Cl2. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് എന്താ 3. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് എന്താ 2. 2 + 1 - 2 = 1. അപ്പോൾ ഡെൽറ്റ എൻ്റെ വാല്യൂ എന്താ വരുന്നത് 1. അപ്പോൾ കേസിൻ്റെ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു 1 അഥവാ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി. ഇതാണ് ഇവിടെ ഉള്ള റിലേഷൻ. ഇത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആവില്ല. എല്ലായിടത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ള റിലേഷൻ എന്താണ് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇവിടെ ഡെൽറ്റ എൻ 1 വന്നുകൊണ്ട് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി. സോ ദിസ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി. H2O and HSO4 minus can act as Bronsted acid and base. For each case, give the corresponding conjugate acid and conjugate base. H2O acting as acid. അപ്പോൾ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി ആസിഡായിട്ട് ആക്ട് ചെയ്താൽ അയാൾ H+ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ H2O ആക്ടിങ് ആസ് ആസിഡ് അയാൾ H+ ഡൊണേറ്റ് ചെയ്തു എന്നാണ് മീനിങ്. H2O acting as acid will donate H+ ion. ഡൊണേറ്റ് ചെയ്യും H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യും. ഡൊണേറ്റ് ചെയ്ത പിന്നെ ആരാടാ ബാക്കി ഉണ്ടാവുക? H+ അയോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? റിമൈനിങ് വിൽ ബി ഒരു ആസിഡായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുന്നത്? കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവുന്നത്. ഓർമ്മയുണ്ടോ എന്നറിയില്ല. എവിടെയായിരുന്നു നമ്മൾ കണ്ടത്? യെസ്, ഒരു ആസിഡിൽ നിന്നും പോയാലാണ് കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവുന്നത്. ആസിഡിന് ബദലായിട്ട് കോൺജുഗേറ്റ് ബേസ്, ബേസിന് ബദലായിട്ട് കോൺജുഗേറ്റ് ആസിഡ്, ആസിഡിന് പകരം കോൺജുഗേറ്റ് ബേസ്, ബേസിന് പകരം കോൺജുഗേറ്റ് ആസിഡ്, ആസിഡിൽ നിന്നും കോൺജുഗേറ്റ് ബേസ്, ബേസിൽ നിന്നും കോൺജുഗേറ്റ് ആസിഡ്, ആസിഡിൽ നിന്നും കോൺജുഗേറ്റ് ബേസ്, ബേസിൽ നിന്നും കോൺജുഗേറ്റ് ആസിഡ്. യൂട്യൂബിലെ വീഡിയോ റിപ്പീറ്റായി വന്നതല്ല, ഗ്ലിച്ചല്ല, ഞാൻ വീണ്ടും പറഞ്ഞതാണ്. ആസിഡിൽ നിന്നും ആണ് കോൺജുഗേറ്റ് ബേസ്, ബേസിൽ നിന്നുമാണ് കോൺജുഗേറ്റ് ആസിഡ്. അപ്പോൾ ഒരു ആസിഡായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് വിൽ ബി എ കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ ആരാ റിമൈനിങ് ആയിട്ടുണ്ടാവുക? ഒരു H+ പോയി കഴിഞ്ഞാൽ H2O ഒരു H+ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഉണ്ടാവുക? OH- അല്ലേ ഉണ്ടാവുക. Therefore OH- ഈസ് ദി കോൺജുഗേറ്റ് ബേസ്. ഓൾറെഡി മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വാട്ട് അബൌട്ട് HSO4-? HSO4- ആക്ടിങ് ആസ് ബേസ്, ബേസായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ H+ അയോൺ ഡൊണേറ്റ് ആണോ ചെയ്യുക? ഇറ്റ് വിൽ ആക്സെപ്റ്റ് H+ അയോൺസ്, വിൽ
accept H plus ions. അപ്പോൾ എന്താ സംഭവിക്കുക? എക്സ് പ്ലസ് അയോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ആക്ടിങ് ആസ് ബേസിന് പകരം നമുക്ക് ആദ്യം ആക്ടിങ് ആസ് ആസിഡ് കണ്ടു നോക്കാം. ആക്ടിങ് ആസ് ആസിഡ് വിൽ donate H plus ion. Donate H plus ion. H plus ion donate ചെയ്ത് കഴിഞ്ഞാൽ remaining will be a conjugate base. എന്താ ബാക്കിയുള്ളത്? HSO4 മൈനസ് നിന്ന് എച്ച് പ്ലസ് പോയി കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? SO4 മൈനസ്. ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, അതിൽ എച്ച് മാറ്റി, അപ്പോൾ SO4 മൈനസ്. പക്ഷേ എച്ച് പോകുമ്പോൾ എച്ച് പ്ലസ് ആയിട്ടാണ് പോണത്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് പോയി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജും കൂടി ബാക്കിയാവും. SO4 മൈനസ് എന്ന് പറയുന്ന അയോണാണ് ഫോം ചെയ്യുക. ഏത് കോംപ്ലക്സ് അയോണാണ് ഫോം ചെയ്യുന്നത്? SO4 മൈനസ്. SO4 മൈനസ് വിൽ ബി കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ ഒരു കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാൻ സബ്ട്രാക്ട് 1 H പ്ലസ് അയോൺ. ഒരു H പ്ലസ് അയോണിനെ കുറച്ചിട്ട് ബാക്കിയുള്ളത് എഴുതിയാൽ മതി. H2Oയിൽ നിന്നും എച്ച് പ്ലസ് കുറച്ച് കഴിഞ്ഞാൽ OH മൈനസ്, HSO4 മൈനസ് നിന്നും എച്ച് പ്ലസ് കുറച്ച് കഴിഞ്ഞാൽ SO4 മൈനസ്. H2O ആക്ടിങ് ആസ് ബേസ്. H2O ആക്ടിങ് ആസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ എച്ച് പ്ലസിന് ഡൊണേറ്റ് ആണോ ചെയ്യുക, അക്സെപ്റ്റ് ആണോ ചെയ്യുക? നേരത്തെ ഡൊണേറ്റ് ചെയ്ത ആൾ ഇപ്പോൾ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അക്സെപ്റ്റ് എച്ച് പ്ലസ് അയോൺ. H2O എച്ച് പ്ലസ് അയോൺ അക്സെപ്റ്റ് ചെയ്താലാണ് അത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോഴാണ് ഒരു കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാവുന്നത്. റിമൈനിങ് വിൽ ബി എ കോൺജുഗേറ്റ് ആസിഡ്. അപ്പോൾ ആ കോൺജുഗേറ്റ് ആസിഡ് ആരായിരിക്കും? എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാ ബാക്കി ഉണ്ടാവുക? എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു എച്ച് പ്ലസ് വന്നു കഴിഞ്ഞാൽ H2Oയിലേക്ക് പുതിയൊരു എച്ച് പ്ലസ് വന്നാൽ H3O പ്ലസ് ഇസ് ദി കോൺജുഗേറ്റ് ആസിഡ്. അതേപോലെ HSO4 മൈനസ് ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? റിമൈനിങ് വിൽ ബി എ കോൺജുഗേറ്റ്. നിങ്ങളിത് പൂർത്തീകരിച്ച് എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഷോർട്ടാക്കി എഴുതാണ്. HSO4 മൈനസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് വിൽ ബി എ കോൺജുഗേറ്റ് ആസിഡ്. എന്തായിരിക്കും ആ കോൺജുഗേറ്റ് ആസിഡ്? HSO4 മൈനസിലേക്ക് ഒരു എച്ച് പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H2SO4 ആണ് കോൺജുഗേറ്റ് ആസിഡ്. ആയതിനാൽ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അയാളുടെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആഡ് 1 എച്ച് പ്ലസ് അയോൺ. അപ്പോൾ H2Oയിലേക്ക് എച്ച് പ്ലസ് അയോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H3O പ്ലസ്, HSO4 മൈനസിലേക്ക് എച്ച് പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H2SO4. At equilibrium, the concentrations of nitrogen, oxygen and NO oxide. വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ സീൽഡ് വെസൽ അറ്റ് 800 K തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദി വാല്യൂ ഫോർ ദി Kc ഫോർ ദ റിയാക്ഷൻ? Kcയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? പ്രോഡക്റ്റ് ആദ്യം എഴുതുക. NO കോൺസെൻട്രേഷൻ പവർ എന്താ? 2. അപ്പോൾ പവർ 2. താഴെ നൈട്രോജൻ പവർ എന്താ? 1. പിന്നെ ഓക്സിജൻ പവർ എന്താ? 1. NOൻ്റെ കോൺസെൻട്രേഷൻ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 2.8 × 10⁻³ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N2ൻ്റെ കോൺസെൻട്രേഷൻ 3 × 10⁻³ O2ൻ്റെ കോൺസെൻട്രേഷൻ 4.2 × 10⁻³. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2.8 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 × 4.2. പിന്നെന്താണല്ലേ 10⁻³ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻6. 10⁻³ × 10⁻³ എന്ന് പറയുന്നതും 10⁻6 തന്നെ. താഴെയും 10⁻6 മുകളിലും 10⁻6 നേരെ ക്യാൻസൽ ചെയ്യാം. ബാക്കി വാല്യൂ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 2.8 square 2.8 square divided by 3 divided by 4.2 ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.622. 2.8 square divided by 3 into 4.2 ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0.6222. അപ്പോൾ ഇതാണ് വാല്യൂ ഓഫ് Kc ഫോർ ദ റിയാക്ഷൻ.
If the concentration of hydrogen ion in a soft drink is 3 into 10 raised to minus 3, calculate its pH. pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗ് ഓഫ് 3 into 10 raised to minus 3. pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? pH equal to നെഗറ്റീവ് ലോഗ് ഓഫ് H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ഈ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 3 into 10 raised to minus 3 ആണെന്ന്. അപ്പോൾ H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ 3 into 10 raised to minus 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നേരെ അടിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ബട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാൽക്കുലേറ്റർ ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകുന്നത്. ലോഗ് ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പോൾ ലോഗ് ഓഫ് 3 into 10 raised to minus 3 എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് 3 പ്ലസ് മൈനസ് ലോഗ് 10 raised to minus 3. മൈനസ് ലോഗ് 3 എന്ന് പറയുന്നത് മൈനസ് 0.48 ആണ്. പ്ലസ് മൈനസ് 3ൻ്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 3 മൈനസ് 0.48 എന്ന് പറയുമ്പോൾ 2.52. അപ്പോൾ പി എച്ച് ഓഫ് ദി സൊല്യൂഷൻ ഈസ് 2.52. പി എച്ച് കണ്ടുപിടിക്കാൻ നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ അത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. മൈനസ് ലോഗ് ഓഫ് 3 into 10 raised to minus 3 കാൽക്കുലേറ്ററിൽ അടിച്ച് കഴിഞ്ഞാൽ 2.52 0.477 എന്ന് പറയുമ്പോൾ 2.533 എന്ന് പറയുന്നൊരു വാല്യൂ ആയിരിക്കും. 2.533 എന്ന് പറയുന്നൊരു വാല്യൂ ആയിരിക്കും വരാം. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഫോക്കസ് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടാൽ മതി. ഇതുപോലെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഈക്വിലിബ്രിയത്തിലും തെർമോഡൈനാമിക്സിലും കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ടത്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വീണ്ടും കുറച്ചൊരു തിയറി കാണാം. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ആയാലും കുറച്ചൊക്കെ ഒരു തിയറി കാണാം. ഈ സ്റ്റേഷോമാറ്റർ ഇല്ല. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലും കെമിക്കൽ പീരിയോഡിസിറ്റിയിലും മാത്രമാണ് തിയറി ആയിട്ട് കാണുന്നത്. സം ബേസിക് കോൺസെപ്റ്റ്സിൽ തിയറി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് പ്രോബ്ലംസും അതേപോലെ വന്നേക്കാം. ഇക്വിലിബ്രിയം ആയാലും തെർമോഡൈനാമിക്സ് ആയാലും മെയിനായിട്ട് പ്രോബ്ലംസ് ആണ്. ഇക്വിലിബ്രിയത്തിലും കുറച്ചും കൂടി ഒന്ന് തിയറി വരാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നാലും അതൊക്കെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്തതോടുകൂടി ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം കോൺസെപ്റ്റും പിന്നെ ഈ ആസിഡ് ബേസ്ഡ് കോൺസെപ്റ്റ്സും ഒക്കെയാണ് ഉള്ളത്. അതിൽ മെയിനായിട്ട് പ്രോബ്ലംസ് ആണ് വരാൻ സാധ്യത. ഈ ലൂയിസ് ആസിഡ് ബേസ്ഡ് കോൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി ആസിഡ് ബേസ്ഡ് കോൺസെപ്റ്റ്, ഈ അരീനിയസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ കൂടി നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഓടിച്ച് വിട്ടുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്. അർജൻറ്റിൻ്റെ കളി കാണാൻ നിൽക്കണ്ട. വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ എക്സാം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞാലും ആരൊക്കെ അത് ഫോളോ ചെയ്യുന്നത് എനിക്കറിയില്ല. ഏതായാലും ഇനിയും സന്ധിക്കും വരെ ശുഭം. ഹാവ് എ ഗുഡ് നൈറ്റ്. ബൈ.